ഓക്കെ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ റിവിഷൻ ക്ലാസ് ഒന്നുമല്ല, ഒരു റീക്യാപ്പ് ആണ്. റീക്യാപ്പ് എന്ന് പറയുമ്പോൾ സത്യത്തില് വളരെ ചെറിയ സമയത്തില് ഇതൊരു ഒരു എന്താണ് ഒരു എക്സ്പെരിമെന്റൽ ബേസിസിൽ നമ്മൾ ചെയ്തു നോക്കുന്നതാണ്. അതായത് നമ്മൾ ചെയ്ത ഒരു സ്ട്രെയിറ്റ് കോഴ്സ്, ഒരു ക്രാഷ് കോഴ്സ് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അതില് ഒരുപാട് എഫേർട്ട് ഉണ്ട്. എന്നാൽ പോലും ഇത് ഇഫക്റ്റീവ് ആവോ എന്നുള്ള കാര്യം, അതായത് ഇനിയിപ്പോ നമ്മൾ വലിയ എക്സാം വെയിറ്റിംഗ് ആണ്. അപ്പൊ അതിനു വേണ്ടി, അതിന് മുന്നേ തന്നെ അതേപോലെ തന്നെ ഉള്ള ഒരു എക്സാം ആണ്. പ്രിപ്പറേറ്ററി ബേസിസിൽ നോക്കുകയാണെങ്കിൽ അത്രയും പ്രിപ്പറേഷൻ വേണ്ട ഒരു എക്സാം ആണ്. പക്ഷെ എന്തോ എന്താണ്, അതിനനുസരിച്ച് പഠിക്കാനായിട്ട് ഇപ്പൊ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് പഠിക്കാനും കൂടെ എത്താനും. അത്രയും വാസ്റ്റ് ആണ് സബ്ജക്ട്. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോഴും ഒറ്റയ്ക്ക് റിവൈസ് ചെയ്യുമ്പോഴും അത് എത്രമാത്രം ഇഫക്റ്റീവ് ആവും എന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നോക്കുന്നത്. അപ്പൊ അതിൽ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാല്, നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് ഉട്ടോപ്യനായിട്ട് തോന്നും. എന്നാൽ പോലും 3 hours per day എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് മാക്സിമം ഇൻഫർമേഷനിലൂടെ വളരെ പേസിൽ പോവുക. അപ്പൊ ആ ഒരു സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നോക്കിയാലും ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും രജിസ്റ്റർ ആവില്ല, കൂടെ എത്തില്ല, ഡൗട്ട്സ് വരാം, ഒരുപാട് സംഭവങ്ങൾ അതിൽ ഉണ്ടാവാം. അപ്പോ അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 3 hours കൊണ്ട്, ഇപ്പൊ ഇന്നൊരു 2 subjects ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് തന്നെ അറിയാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം അത് എത്രമാത്രം. ഇപ്പൊ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാറിനോടാണെങ്കിലും എന്നോടാണെങ്കിലും കുറെ ആൾക്കാർ ചോദിച്ചു, ഈ ഒരു സംഭവത്തിൽ വരുന്നത് കൊണ്ട് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. അപ്പൊ ആ ഒരു സംഭവത്തില് വളരെ വ്യക്തമായിട്ട് നമ്മുടെ സ്റ്റാൻഡ് പറയാണ്. അതായത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഇതൊരു വലിയൊരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് മാത്രം പഠിച്ചാല് നമുക്ക് ഒരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഇല്ലാതെ ഒരു 30 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ ഉള്ളത്, നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലിയർ മൈൻഡോട് കൂടി കുറെ ക്വസ്റ്റ്യൻസും കൂടി എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ചോദ്യത്തിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റും. അതിനപ്പുറം നമ്മുടെ എഫേർട്ട് തന്നെ വേണം. പക്ഷെ നമ്മൾ തന്നെ ഇരുന്നിട്ട് പഠിക്കുന്നതിനെക്കാട്ടി, അപ്പോൾ ഇതിൽ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇടും, ക്വസ്റ്റ്യൻ ഇട്ട് കഴിയുമ്പോൾ അതിന് എത്ര ടൈം നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ കിട്ടും എന്നുള്ള കാര്യമൊക്കെ സാർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിൽ ഏറ്റവും സമയം യൂട്ടിലൈസ് ചെയ്ത് ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ, റിലയബിൾ ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ വെച്ച് അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതിനുശേഷം കിട്ടാവുന്നിടത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ തരുന്ന ടെസ്റ്റും കൂടെ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു റാറ്റ് റേസിൽ നമുക്ക് നമ്മുടേതായ കുറച്ച് ഫ്ലോസ് ഒഴിവാക്കാം. ഇതെന്ന് പറഞ്ഞാല് ഇത് വിന്നേഴ്സിന്റെ സ്ട്രാറ്റജി അല്ല. ഇത് പല പരീക്ഷകളിലും ബിറ്റ്വീൻ കപ്പ് ആൻഡ് ലിപ്സ് തോറ്റുപോയ ആൾക്കാരുടെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഫെയിലിയറിലൂടെ കടന്നു വന്ന ആൾക്കാർ പറയുമ്പോൾ, അതായത് ഇങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി സെറ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നു എന്ന ആൾക്കാർ പറയില്ലേ, അത് യൂസ്ഫുൾ ആവും എന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിച്ചിട്ട് എടുത്തൊരു തീരുമാനമാണ്. അപ്പൊ അതില് ആ ഒരു റിസ്കി ഡിസിഷനിൽ നമ്മുടെ കൂടെ വരാൻ തയ്യാറായതിന് നിങ്ങളെ ആദ്യം കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു എഫേർട്ട്, നിങ്ങളും ഇതുപോലെ ഒരു 3 hour ഒരു എന്താണ് ഇപ്പൊ കൃത്യമായിട്ട് ഇപ്പം അറിയാതെ ഇപ്പൊ കുറെ പേരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു 3 hour ഒക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് വർത്ത് ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു 3 hours ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറായപ്പോ ഇതുവരെ നിങ്ങൾ ഈ ഒരു പരീക്ഷ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാരാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു നോക്കാം. അപ്പൊ ഇതില് പറയാനുള്ള വേറൊരു കാര്യം, നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ചിലപ്പോൾ വരും. അപ്പോൾ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പേഴ്സണൽ മെസ്സേജോ ഗ്രൂപ്പിൽ മെസ്സേജ് ആയിരിക്കും കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. അതാവുമ്പോൾ എല്ലാവർക്കും അതിലെന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അത് ചെയ്യുക. പിന്നെ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും മാക്സിമം പഠിക്കുക. പഠിക്കുമ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ടോ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ കൺസ്ട്രക്റ്റീവ് ഡിസ്കഷനിലൂടെയൊക്കെ, ഇപ്പൊ ഒരു പരീക്ഷയുടെ 2 വേക്കൻസിന്നോ അതിനെ നോട്ടിഫൈ ചെയ്യുമ്പോഴുള്ള വേക്കൻസി ഒന്നും ഉള്ളതല്ല. അപ്പൊ അതില് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും എഴുതിയിട്ടുള്ള എക്സാംസിലെല്ലാം ഒരു റാങ്ക് 5ന്റെ അകത്ത് വരും.
അപ്പോ വീണ്ടും വീണ്ടും പരീക്ഷകൾ എഴുതുകയും ചെയ്യും. അപ്പൊ അത് എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നത് നമ്മളെ തന്നെ ഒന്ന് ബെറ്റർമെന്റിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. അപ്പോഴും അതിൽ ഒരു 2 വേക്കൻസി ഉള്ള പരീക്ഷ ആണെങ്കിൽ 2-ൽ 1 എനിക്കാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു വേക്കൻസി ഉള്ളതാണെങ്കിൽ ആ 1-ന് വേണ്ടി പഠിക്കും എന്നാണ് പറയാറ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കിട്ടാത്തത് എന്നുള്ളതല്ല, അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. അപ്പൊ അതില് സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നഴ്സിംഗ് റിസർച്ച് ആണ്. റിസർച്ച് എന്ന് എങ്ങനെ പോയാലും അവര് സിലബസിൽ തന്നെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 10 ക്വസ്റ്റ്യൻ ആണ് മാക്സിമം എക്സ്പെക്ട് ചെയ്യുന്നത് അതിന്ന്. അപ്പൊ എങ്ങനെ പോലും ഒരു 8 ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ, അതായത് ഇപ്പൊ ഒരു മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് പഠിക്കാൻ എടുക്കുന്ന എഫേർട്ട് വേണ്ട ഇത് പഠിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഇത് വിടാതെ പഠിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് റിസർച്ചിൽ തന്നെ അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരിക്കലും എല്ലാവരും അവസാനത്തിലേക്ക് മാറ്റി വെക്കുന്നതാണ്. നമുക്ക് എല്ലാം ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കാം. നഴ്സിംഗ് റിസർച്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങാമോ? തുടങ്ങാമോ? ഓക്കെ. അപ്പോൾ റിസർച്ച് എന്താണ് എന്നുള്ളതാണ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് പ്രോസസ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ഫാക്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ട്സ്. അതായത് വസ്തുതകളും അതിനിടയ്ക്കുള്ള റിലേഷൻഷിപ്പും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യമേ കുറെയൊക്കെ പറയുന്നുണ്ട്, റീസെർച്ച് എന്നൊക്കെ ഉള്ളതാണ് റിസർച്ച് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിലുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒന്നും വിടാതെ പഠിക്കുക. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ് ആദ്യത്തെ നഴ്സിംഗ് റിസർച്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ അവർ ക്രിമിയൻ വാറിന്റെ സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്കലി ആ ഒരു ഡെത്തും ഇൻഫെക്റ്റീവ് കേസസും ഒക്കെ ക്രോഡീകരിച്ച് വെച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് നഴ്സിംഗ് റിസർച്ചർ എന്ന് പറയുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. പിന്നെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് റിസർച്ച്. അത് നമുക്ക് ബേസിക് ആൻഡ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയാം. അപ്പോൾ ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ പ്യുവർ ആണ് ബേസിക് റിസർച്ച്. പ്രൈമർലി എയിംസ് ടു എക്സ്പാൻഡ് ബോഡി ഓഫ് നോളജ്, നോട്ട് ടു ക്രിയേറ്റ് ഓർ ഇൻവെന്റ് സംതിങ്. അതായത് പുതുതായി ഒന്ന് കണ്ടെത്തുക എന്നുള്ളത് ഒരിക്കലും ബേസിക് റിസർച്ചിന്റെ ഉദ്ദേശമല്ല. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബോഡി, നമുക്ക് എന്താണോ അറിയുന്നത് അതിൽ ബിൽഡ് ചെയ്യുക, അതായത് എക്സ്പാൻഡ് ദ ബോഡി ഓഫ് നോളജ് എന്നുള്ളതാണ് ബേസിക് റിസർച്ചിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഒരു എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് ആഡ് ചെയ്യുക, തിയറീസ് ഡെവലപ്പ് ചെയ്യുക, ഇതിനെയൊക്കെ നമുക്ക് ബേസിക് റിസർച്ചിൽ പെടുത്താം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയീസിന്റെ വർക്ക് പെർഫോമൻസിനെ കുറിച്ച് ഒരു സ്റ്റഡി ചെയ്യുന്നു. അതെന്തിനാണ്? അതായത് അപ്പൊ അതിൽ എന്തൊക്കെയാണ് നെഗറ്റീവായിട്ട് അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതിലൊരു മാറ്റം വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ആലോചിക്കുന്നതാണ് ബേസിക് റിസർച്ച്. അപ്പൊ ബേസിക് റിസർച്ചിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ ഏറ്റവും ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പുതുതായി ഒന്നും ഇൻവെന്റ് ചെയ്യുന്നില്ല, നമുക്ക് ഉള്ള ബോഡി ഓഫ് നോളജിൽ എക്സ്പാൻഷൻ വരുത്തുക എന്നുള്ളതാണ് ബേസിക് റിസർച്ചിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അപ്ലൈഡ് റിസർച്ച് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഇറ്റ് റെഫേഴ്സ് ടു സയന്റിഫിക് സ്റ്റഡി ആൻഡ് റിസർച്ച് ദാറ്റ് സീക്സ് ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. പ്രാക്ടിക്കൽ പ്രോബ്ലംസിന്, നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, അതായത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അപ്ലൈഡ് റിസർച്ചിന്റെ ഉദ്ദേശം. അപ്പൊ ഇതേ സെക്കൻഡ് ഒരു സ്റ്റേറ്റ്മെന്റ് അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിട്ടുണ്ട്. അപ്ലൈഡ് റിസർച്ച് ഈസ് യൂസ് ടു ഫൈൻഡ് സൊല്യൂഷൻസ് ടു എവറിഡേ പ്രോബ്ലംസ്, ക്യൂർ ഇൽനെസ്, അതൊക്കെ എന്ന് പറഞ്ഞാലും അപ്ലൈഡ് റിസർച്ച് ആണ്. അത് നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, അതായത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഏത് തരത്തിലുള്ള റിസർച്ച് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാം അപ്ലൈഡ് റിസർച്ച് ആണ്. ഇവാലുവേറ്റ് സംതിങ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് എന്തെങ്കിലും ഒരു കൗതുകകരമായ ഒരു കാര്യം ഇവാലുവേറ്റ് ചെയ്യുക. ഡെവലപ്പ് സംതിങ് ന്യൂ ഫോർ ഇമ്മീഡിയറ്റ് യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്യുക അല്ലെങ്കിൽ പുതുതായിട്ട് കണ്ടെത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈഡ് റിസർച്ച് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച് ഇൻ ദ വ്യൂ പോയിന്റ് പല രീതിയിലുണ്ട്, ആപ്ലിക്കേഷൻ അനുസരിച്ചുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്ലൈഡ് റിസർച്ച്, അതായത് അപ്ലൈഡ് റിസർച്ചും ബേസിക് റിസർച്ച് അല്ലെങ്കിൽ പ്യുവർ റിസർച്ചും ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് നമുക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, കോറിലേഷൻ റിസർച്ച്, എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് പറയാം. പിന്നെ നമ്മൾ ഏത് രീതിയിലുള്ള ഇൻഫർമേഷൻ ആണ് സീക്ക് ചെയ്യുന്നത് എന്നുള്ളത് വെച്ചിട്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ?
അടുത്തത് ഞാൻ സ്പീഡിന് പോവും. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലും കൂടെ, അതായത് ഒരാൾ ഒരു തവണ ഒരു മെറ്റീരിയൽ വായിച്ചു തന്ന അതിലുള്ള പ്രധാന പോയിന്റ് പറഞ്ഞു കഴിയുമ്പോൾ ആ മെറ്റീരിയലിലൂടെ പിന്നെ നിങ്ങൾക്ക് കടന്നു പോകാൻ സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് പ്രശ്നമില്ല, മനസ്സിലാവുന്നില്ല എന്ന് തോന്നിയാലും ശ്രദ്ധിച്ചിരിക്കാം. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്താണെന്നാണ് പറയുന്നത്. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ഈസ് എൻ അപ്രോച്ച് ടു മെഡിക്കൽ പ്രാക്ടീസ് ഇന്റൻഡഡ് ടു ഓപ്റ്റിമൈസ് ഡിസിഷൻ മേക്കിംഗ് ബൈ എംഫസൈസിംഗ് ദ യൂസ് ഓഫ് എവിഡൻസ് ഫ്രം വെൽ ഡിഫൈൻഡ് ആൻഡ് വെൽ കണ്ടക്ടഡ് റിസർച്ച്. അതായത് വളരെ ഭംഗിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള റിസർച്ച് അനുസരിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മെഡിക്കൽ പ്രാക്ടീസിനെ ഇംപ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുന്നതിനാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എവിഡൻസ് ബേസ്ഡ് നഴ്സിംഗ് എന്തായിരിക്കും? നഴ്സിംഗ് പ്രാക്ടീസ് എന്തായിരിക്കും? എവിഡൻസ് ബേസ്ഡ് നഴ്സിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഈസ് എ പ്രോസസ് ഓഫ് ലൊക്കേറ്റിംഗ്, appraising and applying the best evidence from the nursing and medical literature to improve the quality of clinical nursing practice. Clinical nursing practice improve ചെയ്യുന്നതിന് വേണ്ടി നഴ്സിംഗ് മെഡിക്കൽ ലിറ്ററേച്ചറിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് എവിഡൻസ് എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് എവിഡൻസ് ബേസ്ഡ് നഴ്സിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് പൈക്കോ ഫോമാറ്റിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ പൈക്കോ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ പി സ്റ്റാൻഡ്സ് ഫോർ പേഷ്യന്റ് അഥവാ പ്രോബ്ലം, പേഷ്യന്റ് ഓർ പ്രോബ്ലം, ഇന്റർവെൻഷൻ, ഐ ഫോർ ഇന്റർവെൻഷൻ, സി ഫോർ കമ്പാരിസൺ, ഓ ഫോർ ഔട്ട്കം. ഇതാണ് പൈക്കോ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാം, എന്നാൽ പോലും ഇതാണ് അക്സെപ്റ്റഡ് രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, ഇൻ മിഡിൽ ഏജ് മെയിൽ ആംപ്യൂട്ടീസ് സഫറിംഗ് ഫാൻഡം ലിംബ് പെയിൻ ഈസ് ഗാബാപെന്റിൻ കമ്പയർഡ് ടു പ്ലാസിബോ. ഏതാണ് ഇഫക്റ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അതാണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫാൻഡം ലിംബ് പെയിൻ ഉള്ള മെയിൽ ആംപ്യൂട്ടീസ്, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള. അതിന്റെ ഇന്റർവെൻഷൻ നമ്മൾ കൊടുക്കുന്നത് ഗാബാപെന്റിൻ ആണ്. പക്ഷെ അതിന്റെ എന്താണ് കമ്പാരിസൺ? പ്ലാസിബോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗാബാപെന്റിന്റെ ഇഫക്റ്റീവ്നെസ് ആണ് നോക്കുന്നത്. ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഏതാണ് ഇഫക്റ്റീവ് ഇൻ ഡിക്രീസിങ് ദ പെയിൻ സിംറ്റംസ്. അപ്പൊ ഇതാണ് പൈക്കോ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വേരിയബിൾസിന്റെ ഭാഗത്ത് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ വൺ വാല്യൂ സച്ച് ആസ് ഹൈറ്റ് ഓർ വെയിറ്റ്. ഇപ്പൊ നമുക്ക് അതായത് ഒരു കാര്യത്തിന് അതിന് ഒന്നിലധികം വാല്യൂസ് ഉണ്ടായിരിക്കും, അതൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അത്ര മാത്രമാണ് നമുക്ക് വേരിയബിൾ എന്ന വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ വേരിയബിൾസ് ക്വാളിറ്റീസ് ആവാം, ക്വാണ്ടിറ്റീസ് ആവാം, പ്രോപ്പർട്ടീസ് ആവാം, ക്യാരക്ടറിസ്റ്റിക്സ് ആവാം, ഓഫ് പീപ്പിൾ, തിങ്സ് ആൻഡ് സിറ്റുവേഷൻസ് ദാറ്റ് ചേഞ്ച് ഓർ വേരി. അതായത് ചേഞ്ച് ചെയ്യുന്ന, വേരി ചെയ്യുന്ന സിറ്റുവേഷൻസോ വസ്തുക്കളോ ആളുകളോ ക്യാരക്ടറിസ്റ്റിക്സോ പ്രോപ്പർട്ടീസോ ക്വാണ്ടിറ്റീസോ എന്തുമാവാം, അതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ വേരിയബിൾസിന്റെ ടൈപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് വേരിയബിൾസ് തമ്മിലുള്ള വ്യത്യാസം. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ചർ അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും ഇത് റിസർച്ച് പഠിക്കുമ്പോൾ നമ്മളെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഇൻവെസ്റ്റിഗേറ്റർ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വസ്തുത എന്താണ്, ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും. ആ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിളിനെ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ വരുന്ന മാനിപ്പുലേഷൻ കൊണ്ട് എന്ത് ഇഫക്റ്റ് ആണോ ഉണ്ടാവുന്നത് അതാണ് ഡിപെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ ഔട്ട്കം വേരിയബിൾ അല്ലെങ്കിൽ റെസ്പോൺസ് വേരിയബിൾ എന്നെല്ലാം നമ്മൾ പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് വേരിയബിൾസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് റിസർച്ച് വേരിയബിൾ. റിസർച്ച് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റീസ്, പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ആർ ഒബ്സർവ്ഡ് ഓർ മെഷേർഡ് ഇൻ എ നാച്ചുറൽ സെറ്റിംഗ് വിത്തൗട്ട് മാനിപ്പുലേറ്റിംഗ്. അതിനെയാണ് റിസർച്ച് വേരിയബിൾ എന്ന് പറയാം. അതായത് എന്താണ് ക്വാളിറ്റീസ്, പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ആർ ഒബ്സർവ്ഡ് ആൻഡ് മെഷേർഡ് ഇൻ നാച്ചുറൽ സെറ്റിംഗ് വിത്തൗട്ട് മാനിപ്പുലേറ്റിംഗ്. നമ്മൾ ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല, അതിൻ്റെതായ സ്വാഭാവികമായ ചുറ്റുപാടുകളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി, അതിനെയാണ് റിസർച്ച് വേരിയബിൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഡെമോഗ്രാഫിക് വേരിയബിൾ നമ്പർ ഓഫ് ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെമോഗ്രാഫിക് വേരിയബിൾ എന്താണ്? അതായത് നമ്മളൊരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അതിലുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെയും ആട്രിബ്യൂട്ട്സിനെയുമാണ്, അതായത് സ്റ്റഡി സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നത് ആരെക്കുറിച്ചാണോ നമ്മുടെ സബ്ജക്ട്സിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ആട്രിബ്യൂട്ട്സും, അതിനെയാണ് ഡെമോഗ്രാഫിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാമ്പിളിന്റെ ഏജ് ആവാം, ജെൻഡർ ആവാം, പ്ലേസ് ഓഫ് ലിവിങ്, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്, റിലീജിയൻ, മറൈറ്റൽ സ്റ്റാറ്റസ്, ദാറ്റ് ഈസ് വിച്ച് ഇസ് സ്പെസിഫിക് ടു അവർ സാമ്പിൾ. അതിനെയാണ് ഡെമോഗ്രാഫിക് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്സ്ട്രേനിയസ് വേരിയബിൾ? അതായത് നമ്മുടെ സ്റ്റഡിയുടെ ഒരു പാർട്ടേ അല്ല, പക്ഷെ അത് നമ്മുടെ മെഷർമെന്റിനെ ബാധിക്കുന്നു, സ്റ്റഡി വേരിയബിൾസിന്റെ മെഷർമെന്റിനെ ബാധിക്കുന്നുവെങ്കിൽ നമുക്ക് അതിനെ എക്സ്ട്രേനിയസ് വേരിയബിൾസ് അല്ലെങ്കിൽ കൺഫൗണ്ടിങ് വേരിയബിൾസ് എന്നൊക്കെ പറയാം.
അടുത്തത് ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് വേരിയബിൾ ഒന്നുകൂടെ എഴുതിയേക്കാണ്. അപ്പൊ ഐ എം സോ സോറി. അതായത് ഇപ്പൊ ലാസ്റ്റ് ആണ് എനിക്കത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഡിപെൻഡന്റ് വേരിയബിൾ എഴുതിയിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ആണ്. അത് തന്നെ പേസ്റ്റ് ചെയ്ത പോലെ ഇരിക്കുകയാണ്. ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് വേരിയബിൾ മുന്നിൽ എഴുതിയത് തന്നെ നോക്കിയാൽ മതി. അപ്പൊ ഒരു സ്റ്റഡി, ഒരു എക്സാമ്പിൾ പറയാണ്. ഇൻ ദ സ്റ്റഡി structured preoperative support is more effective in reducing surgical patients' perception of pain and request for analgesics than structured post-operative support. അതായത് ഒരു സ്റ്റഡിയിൽ നമ്മുടെ പ്രീ ഓപ്പറേറ്റീവ് സപ്പോർട്ടാണ് കൂടുതൽ ഇഫക്റ്റീവ്. അതായത് സർജിക്കൽ പേഷ്യൻസിന്റെ പെയിനിനെ കുറിച്ചുള്ള പെർസെപ്ഷനും അവരുടെ അനാൽജസിക്സിന് വേണ്ടിയുള്ള റിക്വസ്റ്റിനെയും ഒക്കെ അതിലൊക്കെ കൂടുതൽ ഇഫക്റ്റീവ് പ്രീ ഓപ്പറേറ്റീവ് സപ്പോർട്ടാണ് ദാൻ സ്ട്രക്ചേർഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് സപ്പോർട്ട്. അതാണ് നമ്മുടെ ടൈറ്റിൽ. അപ്പൊ റിക്വസ്റ്റ് ഫോർ അനാൽജസിക്സ് ആസ് വെൽ ആസ് ദ പെർസെപ്ഷൻ ഓഫ് പെയിൻ, അതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. അത് ഇപ്പൊ നമുക്ക് മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, അതായത് ടൈപ്പ് ഓഫ് സപ്പോർട്ട്. അത് പ്രീ ഓപ്പറേറ്റീവ് ആണോ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആണോ, അതാണ് എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ വരുത്തുന്ന മാറ്റം അനുസരിച്ച് ചേഞ്ച് വരുന്നതാണ് ഈ പേഷ്യന്റിന്റെ റിക്വസ്റ്റ് ഫോർ അനാൽജസിക്സും പെർസെപ്ഷൻ ഓഫ് പെയിനും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ. വേരിയബിൾസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കണ്ടിന്യൂസ് വേരിയബിളും ഡിസ്ക്രീറ്റ് വേരിയബിളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാല്യൂ എടുക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ അല്ല, can take any value between two specified values. അതായത് രണ്ട് സംഭവത്തിന്റെ ഇടയ്ക്കുള്ള ഏത് റേഞ്ച് വേണമെങ്കിലും നമ്മുടെ വേരിയബിൾ എടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നു. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഹൈറ്റ്, വെയിറ്റ്, ടൈം ഡിസ്റ്റൻസ് ഇതൊക്കെ പലതും വ്യത്യാസപ്പെട്ട്, അതായത് ഒരു രണ്ട് ആർബിട്രറി ലിമിറ്റ്സിന്റെ ഇടയിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അതിനെയാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷെ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യുണീക്ക്. അതായത് ഇഫ് എ വേരിയബിൾ ക്യാൻ ടേക്ക് നോ ഇന്റർമീഡിയറ്റ് വാല്യൂസ് ഇൻ ബിറ്റ്വീൻ, ഇടയ്ക്കുള്ള വാല്യൂസ് എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒറ്റ വാല്യൂ തന്നെയാണ് അത് അസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിനെ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയും. അതായത് നമ്പർ ഓഫ് ചിൽഡ്രൻ നമ്മൾ ചോദിക്കുകയാണ്, 1, 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 അങ്ങനെയുള്ളത്. അപ്പൊ അതാണ് നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ സെക്സ് ഓഫ് ദി ചൈൽഡ്. ഇതൊക്കെയാണ് എന്താണ് കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് വേരിയബിൾസിൽ വരുന്നത്. വേരിയബിൾസിൽ ഇനി വേറെ എന്തെങ്കിലും? ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ ഉള്ളത് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ ഡിഗ്രി ഓഫ് കൺസിസ്റ്റൻസി ഓർ ആക്യുറസി വിത്ത് വിച്ച് ആൻ ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് ദ ആട്രിബ്യൂട്ട്സ് ഇറ്റ് ഈസ് ഡിസൈൻ ടു മെഷർ. അതായത് ഒരു വസ്തു, ഒരു ഇൻസ്ട്രുമെന്റ് എന്ത് മെഷർ ചെയ്യാനായിട്ടാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് എത്രമാത്രം കൃത്യതയോടുകൂടി ആ സാധനം മെഷർ ചെയ്യുന്നു, അതിനെയാണ് നമുക്ക് റിലയബിലിറ്റി. ഒരു വ്യക്തിയുടെ റിലയബിലിറ്റിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ റിലയബിലിറ്റി, അതായത് ഡിഗ്രി ഓഫ് സ്റ്റെബിലിറ്റി എക്സ്പെക്ടഡ് വെൻ എ മെഷർമെന്റ് ഈസ് റിപ്പീറ്റഡ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻസ്, റിപ്രൊഡ്യൂസിബിലിറ്റി ഓർ പ്രിസിഷൻ എന്ന് പറയുന്നതാണ് ഈ റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് ഓഫ് റിലയബിലിറ്റി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ റിലയബിലിറ്റി? ഇന്റർറേറ്റഡ് റിലയബിലിറ്റി, ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി, ഇന്റേണൽ കൺസിസ്റ്റൻസി, ഓൾട്ടർനേറ്റ് ഫോമിങ്ങിനെയൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിലിംഗ് നിങ്ങൾ വായിച്ചു നോക്കിക്കോളുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഓഫ് എ മെഷർമെന്റ് ടൂൾ ഇസ് ദ ഡിഗ്രി ടു വിച്ച് ദ ടൂൾ മെഷേഴ്സ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു സംഭവം എന്താണോ വാലിഡേറ്റ് ചെയ്യും എന്നത് ക്ലെയിം ചെയ്യുന്നത്, അത് തന്നെയാണ് അത് ചെയ്യുന്നതെങ്കിൽ, അത് തന്നെയാണ് അത് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് വാലിഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. വാലിഡിറ്റി ഇന്റേണൽ വാലിഡിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട്. ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ extent to which it is possible to make an inference that the independent variable is truly influencing the dependent variable. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ കറക്റ്റ് ആയിട്ട് ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് എത്രമാത്രം ഇതിന് പറയാൻ കഴിയും, അതിനെയാണ് ഇന്റേണൽ വാലിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ത്രെഡ്സ് പറയുകയാണെങ്കിൽ ഹിസ്റ്ററി, മെച്ചുറേഷൻ ഓഫ് സബ്ജക്ട്സ്, ടെസ്റ്റിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ചേഞ്ചസ്, മോർട്ടാലിറ്റി. നമ്മളൊരു സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഇന്റേണൽ വാലിഡിറ്റിക്ക് പ്രശ്നം വരുന്ന എപ്പോഴാണ്? നമ്മുടെ സ്റ്റഡി സാമ്പിൾസിന് മോർട്ടാലിറ്റി സംഭവിച്ചു പോകുന്നു, അങ്ങനെ അട്രീഷൻ വരുന്നു, ഇൻസ്ട്രുമെന്റ് ചേഞ്ച് ചെയ്യുന്നു, ടെസ്റ്റിംഗിൽ വരുന്ന പ്രശ്നങ്ങൾ, മെച്ചുറേഷൻ ഓഫ് സബ്ജക്ട്സ്, ഹിസ്റ്ററിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് ഇന്റേണൽ വാലിഡിറ്റിക്ക് ത്രെഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്റ്റെന്റ് ടു വിച്ച് ദ റിസൾട്ട്സ് ക്യാൻ ബി ജനറലൈസ്ഡ് ടു എ ലാർജ് പോപ്പുലേഷൻ. നമുക്ക് കിട്ടിയ റിസൾട്ട് എത്രമാത്രം ഒരു ജനറൽ പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി കൊണ്ട് പറയുന്നത്. അതിൽ വരുന്ന ത്രെറ്റുകൾ നമ്മൾ പഠിക്കുന്നതാണ്. ഹോത്തോൺ ഇഫക്റ്റ്, നോവൽറ്റി ഇഫക്റ്റ്, ഇതൊക്കെയാണ് ഇതിൽ വരിക.
ഇനി സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ് പറയുന്നു. സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെയാണ്. ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, ഡിറ്റർമൈനിങ് ദ സ്റ്റഡി സബ്ജക്ട്സ്, study objectives, review of literature, developing conceptual framework, formulate hypotheses or assumptions, selecting research approach or design, specifying the population, developing tool for data collection, establish ethical consideration, conducting pilot study, sample selection, data collection, preparing data for analysis and interpretation of data and dissemination of research findings. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമ്മളെല്ലാവരും തന്നെ അല്ലെ പഠിക്കുന്ന സമയത്ത് പ്രൊജക്ട് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരോ കാര്യം ലിറ്ററേച്ചർ റിവ്യൂവിന് മുന്നേ ഞാൻ റിസർച്ച് പ്രോബ്ലം എങ്ങനെ, അതായത് ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു എനിഗ്മാറ്റിക്, ട്രബിളിംഗ്, പെർപ്ലെക്സിങ് സിറ്റുവേഷൻ ആണ്. അതായത് ഒരു സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ലൈബ്രറിയിൽ പോയി റിസർച്ച് ഓരോരുത്തർ ചെയ്തിട്ടുള്ള സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു എക്സൈറ്റ്മെന്റ് വരും അല്ലെ. അതായത് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതായത് ഇപ്പൊ പ്രിവലൻസ് ഓഫ് ഒബിസിറ്റി എമംഗ് അഡോളസൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫൈൻഡിങ്സ് ഒന്ന് മറിച്ച് നോക്കാൻ തോന്നും, എത്രമാത്രം ഉണ്ടത് എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ അതെന്ന് പറയാം, ഇപ്പൊ ഫോർമുലേഷൻ ഓഫ് അതുകൊണ്ടാണ് റിസർച്ച് പ്രോബ്ലം എപ്പോഴും ഒരു പെർപ്ലെക്സിങ്, എനിഗ്മാറ്റിക് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ട്രബിളിംഗ് ഏരിയ, അതിനെയാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ഈ റിസർച്ച് പ്രോബ്ലം നമുക്ക് എവിടെ നിന്ന് കിട്ടും, എവിടെ നിന്നാണ് റിസർച്ച് പ്രോബ്ലം നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പേഴ്സണൽ എക്സ്പീരിയൻസസ്, നമ്മുടെ തന്നെ എക്സ്പീരിയൻസസിൽ നിന്ന് നമുക്കിപ്പോ ഒരു മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ച് ഒരു ധാരണ, ഒരു അഡോളസന്റ് ഗേൾസിനും ബോയ്സിനും ഇടയ്ക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണ എന്താണുള്ളത് എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഒരു സ്റ്റഡി ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ അബദ്ധമായിട്ടുള്ള ധാരണകൾ വെച്ച് പുലർത്തിയിരുന്നവരായിരിക്കും ഇങ്ങനെ ഒരു സ്റ്റഡിക്ക് വേണ്ടി ചിലപ്പോൾ മുന്നോട്ട് വരുന്നത്. അതായത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായത് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസിന്റെ ഇഫക്റ്റ് ഒരാളിൽ വരുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരു സ്റ്റഡി ചൂസ് ചെയ്യുന്നത് മിക്കവാറും ചിലതൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസസ് എന്ന് വരാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് എന്ന് വരാം, പിന്നെ ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ദി ലിറ്ററേച്ചർ. നമ്മൾ പോയിട്ട് ഇങ്ങനെ കുറെ സ്റ്റഡിയൊക്കെ നോക്കുമ്പോൾ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. പിന്നെ പ്രീവിയസ് റിസർച്ച്, മുന്നേ ചെയ്തിട്ടുള്ള സ്റ്റഡിയുടെ ഈ റെക്കമെൻഡേഷൻസ് വായിച്ചു നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ ഒരു സാമ്പിളിൽ ചെയ്താൽ അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിലൊന്ന് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞ് ഒരു റെക്കമെൻഡേഷൻ എഴുതിയേക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാം. പിന്നെ എക്സിസ്റ്റിംഗ് തിയറീസ് എന്ന് കിട്ടും. പിന്നെ അല്ലെങ്കിൽ കൺസ്യൂമർ ഫീഡ്ബാക്ക്, പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്, സോഷ്യൽ ഇഷ്യൂസ്, അതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഇപ്പൊ നമുക്ക് നല്ല നോവൽറ്റിക്കൊക്കെ നമുക്ക് ഭയങ്കര വെയിറ്റേജ് കിട്ടും. അതായത് നമ്മൾ സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ കുറച്ചുകൂടി ഇതായിട്ട് എടുത്താൽ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാല് അതായത് എന്തെങ്കിലും ഒരു നഴ്സസിന്റെ ഇടയിലുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമൊക്കെ ചെയ്യുക, അങ്ങനത്തെ എന്നുള്ള രീതിയിൽ ബ്രെയിൻ സ്റ്റോമിംഗ്. പിന്നെ ഇൻറ്റ്യൂഷൻ, ഫോക്ലോസ്, പിന്നെന്താണ് കൺസൾട്ടേഷൻ വിത്ത് എക്സ്പേർട്സ്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് റിസർച്ച് പ്രോബ്ലം കിട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പൊ അതിൽ കൃത്യമായിട്ട് നമ്മൾ ഏരിയ എങ്ങനെയാണ് ഇത് സ്റ്റേറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് ഇതിന്റെ ടൈറ്റിൽ വരുന്നത്, എങ്ങനെയാണ് പ്രോബ്ലം ഇന്ററോഗേറ്റീവ് ഫോമാറ്റിൽ നമുക്ക് പറയാം, സ്റ്റേറ്റ്മെന്റ് ഫോമാറ്റിൽ നമുക്ക് പറയാം. അപ്പൊ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരുപാട് ഡീറ്റെയിലിംഗിലേക്ക് പോവേണ്ട എന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അക്കൗണ്ട് ഓഫ് വാട്ട് ഈസ് ഓൾറെഡി നോൺ അബൌട്ട് എ പെർട്ടിക്കുലർ റിസർച്ച് ടോപ്പിക്. ഒരു പെർട്ടിക്കുലർ റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ച് എന്താണ് അറിയാവുന്നത് എന്നുള്ള കാര്യമാണ് ഇത് പറയുന്നത്. ഏതാണ് ലിറ്ററേച്ചർ റിവ്യൂ പറയുന്നത്? കൺവേ ടു റീഡേഴ്സ് അബൌട്ട് ദ വർക്ക് ഓൾറെഡി ഡൺ and knowledge and ideas that have been already established on a particular topic of research. ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് എത്രമാത്രം സ്റ്റഡി നടന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്നൊക്കെ ഉള്ള കാര്യമാണ് ലിറ്ററേച്ചർ റിവ്യൂവിൽ പറയുന്നത്. പിന്നെ ഉള്ളത് സോഴ്സസ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ. പ്രൈമറി സോഴ്സസ് ഉണ്ട്, സെക്കൻഡറി സോഴ്സസ് ഉണ്ട്. പ്രൈമറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ റിസർച്ച് റിപ്പോർട്ട്സ്, തീസിസ് വിച്ച് ആർ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്റ്റഡീസ് റിട്ടൺ ബൈ റിസർച്ചേഴ്സ് ഹു കണ്ടക്ടഡ് ദം. അതായത് നമ്മൾ ജേർണൽസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഓതേഴ്സ് തന്നെ അതിനെക്കുറിച്ച് റിസർച്ച് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള റിസർച്ച് റിപ്പോർട്ടുകൾ, തീസിസ്, അതൊക്കെ അവരുടെ, അതായത് റിട്ടൺ ബൈ ദ റിസർച്ചേഴ്സ് എന്നുള്ള സംഭവമാണ് പ്രൈമറി സോഴ്സസിൽ വരുന്നത്. പിന്നെ ഉള്ളത് ഹിസ്റ്റോറിക്കൽ, ചരിത്ര രേഖകൾ നമുക്ക്
ധൈര്യമായിട്ട് പ്രൈമറി സോഴ്സസ് ആയിട്ട് എടുക്കാം. പിന്നെ ലീഗൽ ഡോക്യുമെന്റ്സ് നമുക്ക് പ്രൈമറി സോഴ്സസ് ആയിട്ട് കണക്ക് കൂട്ടാം. പിന്നെ ഉള്ളത് ഡേറ്റ ഫ്രം ഇന്റർവ്യൂ, സർവേസ് ആൻഡ് ഫീൽഡ് വർക്കിന്റെ, സർവേയുടെ, ഇന്റർവ്യൂവിന്റെ ഒക്കെ ഡേറ്റ നമുക്ക് പ്രൈമറി സോഴ്സ് ആയിട്ട് തീർച്ചയായിട്ടും എടുക്കാം. പിന്നെ സോഴ്സസ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂവിൽ തന്നെ സെക്കൻഡറി സോഴ്സസ് പറയുന്നു. സെക്കൻഡറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്റ്റഡീസ് പ്രിപ്പയർഡ് ബൈ സം വൺ അതർ ദാൻ ദ ഒറിജിനൽ റിസർച്ചർ. അതായത് വേറൊരാൾ കോട്ട് ചെയ്തിരിക്കുന്ന സംഭവം നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. അതായത് ഇറ്റ് മേ ബി പ്രിന്റ് സോഴ്സസ് ഓർ ഇലക്ട്രോണിക് സോഴ്സസ്. പിന്നെ ആർട്ടിക്കിൾസ് ഓൺ ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ്, ജേർണൽസ് ഒക്കെ സെക്കൻഡറി സോഴ്സസ് ആയിട്ട് നമുക്ക് എടുക്കാം. അതായത് ഇന്ന കാര്യങ്ങളിൽ ഇന്ന സ്റ്റഡി നടന്നിട്ടുണ്ട്, ഒരു സ്റ്റഡി നടത്തി, ഇന്ന ആൾ ചെയ്ത ഒരു സ്റ്റഡി അനുസരിച്ച് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡറി സോഴ്സസ് ആയിട്ട് കൂട്ടാം. പിന്നെ ഉള്ളത് എന്താണ്, യൂസ്ഫുൾ ഇലക്ട്രോണിക് സോഴ്സസ് ഉണ്ട്. ഇലക്ട്രോണിക് സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കത് വളരെ ഇപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മെഡ്ലൈനിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഡെക്സ് ടു നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് ലിറ്ററേച്ചർ. മെഡ്ലൈൻ എന്നൊക്കെ നമ്മൾ സാധാരണ നോക്കാറുണ്ട് അല്ലെ. അപ്പൊ മെഡ്ലൈൻ എന്ന് പറയുന്നത് മെഡിക്കൽ ലിറ്ററേച്ചർ അനാലിസിസ് ആൻഡ് റിട്രീവ്ഡ് സിസ്റ്റം ഓൺലൈൻ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഡെക്സ് ടു നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് ലിറ്ററേച്ചർ എന്ന് പറയാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് റിസോഴ്സ് ആണ്. അതിൽ തന്നെ നമുക്ക് പബ്മെഡ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് ബ്രിട്ടീഷ് നഴ്സിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. മെഡ്ലൈൻ പ്ലസ് ഉണ്ട്, നഴ്സിംഗ് ആൻഡ് ഹെൽത്ത് സയൻസ് ഉണ്ട്, നഴ്സിംഗ് റിസർച്ച് രജിസ്ട്രി ഉണ്ട്, കൊക്രെയിൻ ഡേറ്റാബേസ് ഉണ്ട്. അതാണ് കൊക്രെയിൻ ലൈബ്രറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏറ്റവും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫുൾ ഫോം ചോദിക്കുന്ന സംഭവമാണ് സിനാൽ എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഇൻഡെക്സ് ടു നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് ലിറ്ററേച്ചർ. ക്യുമുലേറ്റീവ് ഇൻഡെക്സ് ടു നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് ലിറ്ററേച്ചർ. സിനാൽ ക്യുമുലേറ്റീവ് ഇൻഡെക്സ് ടു നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് ലിറ്ററേച്ചർ. ഓക്കെ, ഇനി നമുക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യുന്നതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് റിസർച്ച് പ്രോബ്ലം. നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിന്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പിന്നെ റിലവൻറ്റ് സോഴ്സസ് ഐഡന്റിഫൈ ചെയ്യണം. സെർച്ചിങ് ഫോർ ലിറ്ററേച്ചർ, ദെൻ അനലൈസിങ് ആൻഡ് സിന്തസൈസിങ് ദ ലിറ്ററേച്ചർ. അപ്പൊ അതിൽ എന്താണ്, എങ്ങനെയാണ് നമ്മളത് ഇലക്ട്രോണിക് ഇത് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഏത് വേർഡിങ്സ് ആണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ, റീഡ് ആൻഡ് സമ്മറൈസ്. അവസാന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ദ ലിറ്ററേച്ചർ റിവ്യൂ. അതായത് നമുക്ക് കിട്ടിയ ലിറ്ററേച്ചർ നമ്മൾ എങ്ങനെയാണ് എഴുതി വെക്കുന്നത് എന്നുള്ള കാര്യവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ അതില് ലിറ്ററേച്ചർ റിവ്യൂവിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്തരം കാര്യങ്ങൾ. അത് പിന്നെ ഒറിജിനൽ സോഴ്സ് എപ്പോഴും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് എഴുതി വെക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഒറിജിനൽ സോഴ്സും കൂടി കോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഇതൊക്കെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ പറയാനുള്ളത്. പിന്നെ ഹൈപ്പോതീസിസ് ആൻഡ് അസംഷൻ. ഹൈപ്പോതീസിസും അസംഷനും ക്വസ്റ്റ്യൻ വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതായത് ഹൈപ്പോതീസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? It is a formal tentative statement of expected relationship between two or more variables in the study. നമ്മുടെ സ്റ്റഡിയിലുള്ള രണ്ടോ അതിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള റിസർച്ചർ എക്സ്പെക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ്. അപ്പൊ അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പോ ആണെങ്കിൽ ഒരു സ്റ്റഡി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഫീമെയിൽസിൽ നമ്മുടെ സ്വാഭാവിക മെത്തേഡ്സിനെ കുറിച്ചുള്ള അറിവ്, അതിനെക്കുറിച്ചാണ്. അതായത് അവർക്ക് എന്താണ് ടെമ്പറേച്ചർ മെത്തേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചുള്ള അറിവിനെ കുറിച്ച് നമ്മളൊരു ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന ഫീമെയിൽസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ സ്ത്രീകളെക്കാട്ടിയും അവർക്കൊരു നോളജ് ഉണ്ടാവും എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ധാരണ. അതിനെയാണ് നമ്മുടെ ഒരു ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ് ആണ്. അതിന് എന്താണ് അതിന്റെ ബേസിസ്, എന്താണ് അതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് എന്നൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ല. നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. സിമ്പിൾ ഹൈപ്പോത്തീസിസ് ഉണ്ട്, കോംപ്ലക്സ് ഹൈപ്പോത്തീസിസ് ഉണ്ട്. സിമ്പിൾ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്ട്സ് ദ റിലേഷൻഷിപ്പ് ആസ് ഓൺലി ടു വേരിയബിൾസ്. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രം പറയുന്നത് സിമ്പിൾ ഹൈപ്പോത്തീസിസ് ആണ്. അതായത് ദ ലോവർ ദ ഹീമോഗ്ലോബിൻ ലെവൽസ് ദ ഹയർ ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. ഹീമോഗ്ലോബിൻ ലെവൽ താഴും തോറും ഇൻഫെക്ഷന് സാധ്യത കൂടുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അതൊരു സിമ്പിൾ ഹൈപ്പോത്തീസിസ് ആണ്.
രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി കോംപ്ലക്സ് ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്ട്സ് ദ റിലേഷൻഷിപ്പ് എമംഗ് 3 or more വേരിയബിൾസ്, മൂന്നോ അതിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പ്രവചിക്കുന്നതിനെ കോംപ്ലക്സ് ഹൈപ്പോത്തീസിസ് എന്ന് പറയാം. ദ ലോവർ ദ ഹീമോഗ്ലോബിൻ ആൻഡ് WBC കൗണ്ട്, ദ ഹയർ ദ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ. ഇനി ഹൈപ്പോത്തീസിസ് പല ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഡയറക്ഷണൽ ഹൈപ്പോത്തീസിസും നോൺ ഡയറക്ഷണലും ഉണ്ട്. ഡയറക്ഷണൽ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്, രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ഡയറക്ഷൻ കൂടി പറയുന്നു. അതായത് ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇയേഴ്സ് ഓഫ് നഴ്സിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ജോബ് സാറ്റിസ്ഫാക്ഷൻ, അതായത് വർഷങ്ങളുടെ സേവന പരിചയം അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൂടുന്തോറും ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് ഡയറക്ഷണൽ ആണ്. അതായത് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇയേഴ്സ് ഓഫ് നഴ്സിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മൾ സീനിയോറിറ്റി ലെവലിലേക്ക്, ആ ഒരു ലാഡറിൽ നമ്മൾ മുകളിലേക്ക് കയറും തോറും നഴ്സിംഗ് എന്നുള്ള ജോലിയോടുള്ള ആ ഒരു ആഭിമുഖ്യം കൂടി വരുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിന് ഡയറക്ഷണൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയാം. അല്ലാതെ അതായത് സീനിയോറിറ്റി ലാഡറിൽ കയറും തോറും എന്താണ് ജോബ് സാറ്റിസ്ഫാക്ഷനിലേക്ക് ഒരു ബന്ധമുണ്ട്. സീനിയോറിറ്റി ലാഡറും ജോബ് സാറ്റിസ്ഫാക്ഷനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് നല്ല ബന്ധമാണോ മോശമായിട്ടുള്ള ബന്ധമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലെങ്കിൽ അത് നോൺ ഡയറക്ഷണൽ ആണ്. എന്തോ ഒരു ബന്ധമുണ്ട്, അങ്ങോട്ടങ്ങോട്ട് പോകുന്തോറും മടുപ്പാണോ കൂടുന്നത് എന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ എന്തോ ഒരു ബന്ധമുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ അത് നോൺ ഡയറക്ഷണൽ ആണ്. അതായത് ഇറ്റ് സ്റ്റേറ്റ്സ് ദ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. ഇനി അസോസിയേറ്റീവ് ഹൈപ്പോത്തീസിസും കോസൽ ഹൈപ്പോത്തീസിസും, അങ്ങനെ രണ്ട് സംഭവങ്ങളുണ്ട്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആർ എക്സിസ്റ്റ് ഇൻ എ നാച്ചുറൽ സെറ്റിംഗ് വിത്തൗട്ട് മാനിപ്പുലേഷൻ. പ്രത്യേകിച്ച് മാനിപ്പുലേഷൻ ഒന്നുമില്ലാതെ ഈ ഒരു വേരിയബിൾസ് തമ്മിൽ ശരിക്കും കോസൽ ഹൈപ്പോത്തീസിസും അസോസിയേറ്റീവ് ഹൈപ്പോത്തീസിസും കോൺട്രഡിക്ടറി സംഭവങ്ങളല്ല. ഇപ്പൊ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ നൾ ഹൈപ്പോത്തീസിസ്, ഡയറക്ഷണൽ നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്ന പോലെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല അസോസിയേറ്റീവ് ആൻഡ് കോസൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. അതായത് വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻ നാച്ചുറൽ സെറ്റിംഗിൽ ഉണ്ട് എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ഹൈപ്പോത്തീസിസും, ആ ഒരു കോസ് ഇഫക്റ്റ് വളരെ വ്യക്തമായി പറയുന്നത് എന്താണ് കോസൽ ഹൈപ്പോത്തീസിസും. അപ്പൊ രണ്ടും തമ്മിൽ സിമിലർ ആണ്. അതും ഒരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സിമിലർ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കുറെ ജോഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്ത് പിക്ക് ചെയ്യണം? അസോസിയേറ്റീവ് കോസൽ ഹൈപ്പോത്തീസിസ് കൃത്യമായിട്ട് പിക്ക് ചെയ്യണം. പിന്നെ ഉള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ നൾ ഹൈപ്പോത്തീസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ നൾ ഹൈപ്പോത്തീസിസിൽ എന്താണ് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എക്സിസ്റ്റൻസ് ഓഫ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് അണ്ടർ സ്റ്റഡി. നമ്മൾ പഠിക്കുന്ന വേരിയബിൾസ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തീസിസ്. ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്മോക്കിംഗ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ലങ് ക്യാൻസർ എന്ന് പറയുന്നു. അതൊരു നൾ ഹൈപ്പോത്തീസിസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഉള്ളത് അസംഷൻ. അസംഷൻ എന്ന് പറഞ്ഞാൽ an idea that is accepted as being true without proof or empirical study. ഒരു വ്യവസ്ഥാപിതമായ പഠനമോ ഒരു തെളിവോ ഇല്ലാതെ നമ്മൾ ഒരു കാര്യം അങ്ങ് അസ്യൂം ചെയ്യാണ് ട്രൂ ആയിട്ട്, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനെ അസംഷൻ എന്ന് പറയാം. ഇറ്റ് വിൽ ബി കോൾഡ് ഇൻ ഡിസംബർ, ഹോട്ടർ ഇൻ മെയ് എന്ന് പറയുന്നു. ഡിസംബറിൽ പൊതുവെ തണുപ്പാണ്, മെയ്യിൽ ചൂടാണ് എന്ന് പറയുന്നു. അതൊരു അസംഷൻ ആണ്. ഇനി അടുത്തത് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ യൂണിറ്റ്സ് ഓർ പീപ്പിൾ ഇൻ വിച്ച് ദ റിസർച്ചേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ആൻഡ് ടു വിച്ച് ദേ വുഡ് ലൈക്ക് ടു ജനറലൈസ് ദ റിസർച്ച് ഫൈൻഡിങ്സ്. അതിനെയാണ് എന്ത് പറയുന്നത്? പോപ്പുലേഷൻ. Population, the entire units or people in which the researcher are interested and to which they would like to generalize the research findings. അതിൽ തന്നെ ടാർഗറ്റ് പോപ്പുലേഷനും അക്സസിബിൾ പോപ്പുലേഷനും ഉണ്ട്. ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഓർ ഓബ്ജെക്ട്സ് വിച്ച് ആർ മീറ്റിംഗ് ദ ഡെസിഗ്നേറ്റഡ് ക്രൈറ്റീരിയ. അതായത് ഇപ്പോൾ ഞാനൊരു സ്റ്റഡി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പ്രൈമറി ഗ്രാവിഡ് വിമനിൽ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് തെറാപ്പിയുടെ ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു പെയിൻ പെർസെപ്ഷനിലോ ഡ്യൂറേഷൻ ഓഫ് ലേബറിലോ ഓൾട്ടർനേറ്റീവ് തെറാപ്പി പ്രൈമറി ഗ്രാവിഡ് ഫീമെയിൽസിൽ എങ്ങനെ എന്നുള്ളതാണ് ഞാൻ പഠിക്കുന്നതെന്ന് വെച്ചോളൂ. അങ്ങനെ ചെയ്യുമ്പോഴേക്കും എന്റെ ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ഡെസിഗ്നേറ്റഡ് ക്രൈറ്റീരിയ അനുസരിച്ച് വരുന്ന ഈ ലോകത്തുള്ള എല്ലാ പ്രൈമറി ഗ്രാവിഡ് ഫീമെയിൽസും ടാർഗറ്റ് പോപ്പുലേഷൻ ആണ്. പക്ഷെ എന്ന് വിചാരിച്ച് എല്ലാ പ്രൈമറി ഗ്രാവിഡ് ഫീമെയിൽസിനെയും എനിക്ക് പഠിക്കാൻ പറ്റില്ല.
accessible population എന്നൊരു സംഗതിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ the aggregate of cases that conform to designated inclusion or exclusion criteria and that are accessible as subjects of the study. അപ്പൊ ഞാൻ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കോട്ടയത്തുള്ള പ്രൈമി ഗ്രാവിഡ് ഫീമെയിൽസ്, കോട്ടയത്ത് ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ വരുന്ന പ്രൈമി ഗ്രാവിഡ് ഫീമെയിൽസിനെ ഞാൻ എടുക്കുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പൊ അതാണ് accessible population എന്ന് പറയുന്നത്. ഇനി സാമ്പിൾ എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ സെലക്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റിസർച്ച് സ്റ്റഡി. സാമ്പിൾ എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ സെലക്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിസർച്ച് സ്റ്റഡി. പോപ്പുലേഷന്റെ ഒരു സബ്സെറ്റ് ആണ് നമ്മുടെ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നവരാണ്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് സെലക്ടിങ് സാമ്പിൾസ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സാമ്പിൾസിനെ പിക്ക് ചെയ്യുന്നത്, അതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം? സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് ഓർ സബ്ജക്ട്സ് ഇൻ ദ പോപ്പുലേഷൻ ഫ്രം വിച്ച് സാമ്പിൾ ഈസ് ഡ്രോൺ. അതായത് നമ്മുടെ എല്ലാ എലിമെന്റ്സും കൂടി അല്ലെങ്കിൽ സബ്ജക്ട്സും കൂടി ഇരിക്കുന്ന ഒരു പോപ്പുലേഷൻ നമുക്ക് കിട്ടുന്ന ആൾക്കാരാണ്, അവരെ എല്ലാവരെയും കൂടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു. അതാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ കൃത്യമായിട്ട് സാമ്പിളിംഗ് ടെക്നിക് ഉപയോഗിച്ച് സാമ്പിൾസിനെ പിക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. സാമ്പിളിംഗ് തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: റാൻഡം സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗ്, മിക്സ്ഡ് സാമ്പിളിംഗ്. അതിൽ തന്നെ സിമ്പിൾ റാൻഡം, സ്ട്രാറ്റിഫൈഡ് റാൻഡം, ക്ലസ്റ്റർ സാമ്പിളിംഗ് വരുന്നു. നോൺ റാൻഡമിൽ നമുക്ക് എങ്ങനെയാണ് കോട്ട സാമ്പിളിംഗ്, ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്, ആക്സിഡന്റൽ സാമ്പിളിംഗ്, കൺവീനിയൻസ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, എക്സ്പേർട്ട് സാമ്പിളിംഗ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് അല്ലാതെ ചില സ്റ്റഡിക്ക് അതിന്റെ പേർപ്പസ് അനുസരിച്ച് നമുക്ക് ഇത് രണ്ട് പേർപ്പസീവ് നോൺ പേർപ്പസീവ് എല്ലാം മിക്സ് ചെയ്ത്, അതായത് മിക്സ്ഡ് സാമ്പിളിംഗും ചെയ്യാൻ പറ്റും. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എവറി മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് എ നോൺ ആൻഡ് ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്ടഡ്. അതായത് സാമ്പിളിംഗ് ഫ്രെയിം എടുത്ത് വെച്ചാൽ അതിലുള്ള ഓരോ വ്യക്തിക്കും ഈക്വൽ ചാൻസ് ആണ് ഫോർ ബീയിങ് സെലക്ടഡ് എന്നുള്ളതാണ്. അപ്പോ അതിൽ തന്നെ പല ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, അതായത് എവറി മെമ്പർ ഹാസ് ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്ടഡ്. നമ്മൾ ലോട്ടറി മെത്തേഡ് ഒക്കെ പോലെ കറക്കി കുത്തിയെടുക്കുന്നു, അതാണ് സിമ്പിൾ റാൻഡം. പിന്നെ സ്ട്രാറ്റിഫൈഡ് റാൻഡം ഉണ്ട്, അതായത് ഡിവൈഡിങ് ഇൻടു ഹെറ്ററോജീനസ് പോപ്പുലേഷൻ സ്ട്രേറ്റ ബേസ്ഡ് ഓൺ സെലക്ടഡ് ട്രേറ്റ്സ് സച്ച് ആസ് ഏജ്, ജെൻഡർ. അതായത് ആ ഹെറ്ററോജീനസ് പോപ്പുലേഷനെ നമ്മൾ പല സ്ട്രാറ്റ ആയിട്ട് തിരിക്കുന്നു ബേസ്ഡ് ഓൺ സർട്ടൻ ട്രേറ്റ്സ്, അതായത് ഏജോ ജെൻഡറോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇവരെ തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ പിക്ക് ചെയ്യുന്നു. സീക്വൻഷ്യൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു സാമ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം ക്ലിയർ ഇൻഫറൻസ് കിട്ടുന്നോടം വരെയും നമ്മൾ സബ്ജക്ട്സിനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് സീക്വൻഷ്യൽ സാമ്പിളിംഗ്. ഇനി സിസ്റ്റമാറ്റിക് റാൻഡം ഉണ്ട്, സെലക്ടിങ് എവറി കേസ് ഫ്രം ദ ഗ്രൂപ്പ്. ഇതിനെല്ലാം ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആണ്. പല ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു സാമ്പിളിംഗ് ചെയ്യുന്നത്. ഇനി അടുത്തത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ എവറി സബ്ജക്ട്സ് ഡസ് നോട്ട് ഹാവ് ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്ടഡ്. എല്ലാവർക്കും ഈക്വൽ ചാൻസ് അല്ല ഒരിക്കലും ഉള്ളത്. പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പിളിംഗ് ക്രൈറ്റീരിയ വെച്ച് അതിൽ ഇൻക്ലൂസീവ് ആവുന്നവരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നത് പർപ്പസീവ് സാമ്പിളിംഗ് ആണ്. കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എന്റെ ക്വസ്റ്റനെയർ ഒക്കെ എടുത്തുകൊണ്ട് ഞാനൊരു ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുകയാണ്, എന്നിട്ട് ബസ്സിൽ വന്ന് ഇറങ്ങുന്ന ആൾക്കാർക്ക് എല്ലാം അങ്ങ് കൊടുക്കുന്നു. അതായത് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് കൊടുക്കുകയാണ്. അതിനെയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. കൺസിക്യൂട്ടീവ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പിക്സ് അപ്പ് ഓൾ അവൈലബിൾ സബ്ജക്ട്സ്. കോട്ട സാമ്പിളിംഗ് ഉണ്ട്, അത് ഇതുപോലെ തന്നെയാണ്, നമ്മൾ സ്ട്രാറ്റ ചെയ്തിട്ട് എടുക്കുന്നതാണ്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ചെയിൻ റെഫറൽ ആണ്. അതായത് ഇപ്പോൾ കിട്ടാൻ പ്രയാസമുള്ളത് HIV പേഷ്യൻസിൽ ഒരു സ്റ്റഡി ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൽ ഒരു സ്റ്റഡി ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിൽ ഒരു സ്റ്റഡി ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പേരെ അറിയുള്ളായിരിക്കും. അപ്പൊ നമുക്ക് അറിയുന്ന ആൾക്കാര്, എനിക്കൊരാളെ അറിയാം, അയാളിൽ നിന്ന് ഞാൻ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതിനുശേഷം അയാൾ എനിക്ക് വേറെ ആൾക്കാരിലേക്ക് എന്നെ എത്തിക്കുന്നു. അങ്ങനെ പോകുന്നതിനെയാണ് സ്നോബോൾ സാമ്പിളിംഗ്, അതിനെ ചെയിൻ റെഫറൽ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ് ഓഫ് ദി സ്റ്റഡിയാണ്, മാസ്റ്റർ പ്ലാൻ ഓഫ് ദി സ്റ്റഡിയാണ്, വിച്ച് സ്പെസിഫൈ പ്രൊസീജിയേഴ്സ് ആൻഡ് മെത്തേഡ്സ് ഫോർ കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് എസെൻഷ്യൽ ഇൻഫർമേഷൻ ഇൻ ദ റിസർച്ച് സ്റ്റഡി. അതിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. റിസർച്ച് ഡിസൈനിന്റെ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ റിസർച്ച് അപ്രോച്ച് ഉണ്ട്, പോപ്പുലേഷൻ സാമ്പിളിംഗ്, ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ, മെത്തേഡ് ഓഫ് ഡേറ്റ അനാലിസിസ്. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിന്റിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അവിടെ റിസർച്ച് അപ്രോച്ച്, പോപ്പുലേഷൻ സാമ്പിളിംഗ്, ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ, മെത്തേഡ് ഓഫ് ഡേറ്റ അനാലിസിസ്. ഇനി മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെക്നിക് ഓർ മെത്തേഡ് ആൻഡ് ടൂൾസ്.
ടെക്നിക്ക് നമുക്ക് എങ്ങനെ പറയാം? ഇന്റർവ്യൂ ഉണ്ട്, ക്വസ്റ്റ്യനിങ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്, ബയോഫിസിയോളജിക്കൽ മെത്തേഡ്സ് ഉണ്ട്, അതർ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതിലെ മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷനിൽ നമുക്ക് എന്താണ് ആദ്യത്തേത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ടൂൾസ് ഉപയോഗിക്കണം. അതായത് ഇന്റർവ്യൂ ഷെഡ്യൂൾ, അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നു. പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് ചോദിക്കുന്നത്. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഷെഡ്യൂൾ ഉണ്ട്, സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഷെഡ്യൂൾ ഉണ്ട്, നോൺ സ്ട്രക്ചേർഡ് ഷെഡ്യൂൾ ഉണ്ട്. അതേപോലെയുള്ളതാണ് അഭിപ്രായ സർവേ നമ്മൾ നോക്കുന്നത്. ഒപ്പീനിയൻ എയർ, അതായത് നമുക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള നമ്മളൊരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ടൂൾ സെറ്റ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ അസസ് ചെയ്യുന്നു. അതിനെയാണ് ഒപ്പീനിയൻ എയർ എന്ന് പറയുന്നത്. പിന്നെ ക്വസ്റ്റ്യനിങ് ടെക്നിക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതെന്ന് പറയുന്നത് അതിൽ ക്വസ്റ്റ്യനെയേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ക്വസ്റ്റ്യനെയേഴ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ്, അത് സ്റ്റഡിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു, ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. അതെല്ലാം സ്റ്റഡിയുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ 5 പോയിന്റ് ഉണ്ടാക്കാൻ നമുക്ക് 3 പോയിന്റ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ നമ്മൾ ഈ വനിതയിലൊക്കെ കാണില്ലേ? അതായത് യോജിക്കുന്നു, ശക്തിയായി യോജിക്കുന്നു, തീരെ യോജിക്കുന്നില്ല, അഭിപ്രായമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സംഭവങ്ങളില്ലേ. അപ്പൊ അത് ഇപ്പോ എന്താണ് നമുക്ക് അതേപോലെ തന്നെ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് പ്രതിഫലിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം. അതിനെയാണ്. പിന്നെ ഉള്ളത് വിഷ്വൽ അനലോഗ് സ്കെയിൽ. വിഷ്വൽ അനലോഗ് സ്കെയിൽ നമ്മൾ 10 പോയിന്റ് ന്യൂമറിക്കൽ പെയിൻ റേറ്റിംഗ് സ്കെയിൽ ഒക്കെ ഇല്ലേ, അതുപോലെ അല്ലെങ്കിൽ എന്താണ് ബേക്കർ എന്താണ് നമ്മുടെ ഫേസസ് വെച്ചിട്ട് ആ ഒരു എന്താണ് ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെയാണ്. ഇപ്പൊ വിഷ്വൽ അനലോഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതായത് കുറച്ച് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും കൃത്യമായിട്ട് ഇൻഫർമേഷൻ എലിസിറ്റ് ചെയ്യാനായിട്ട് നമ്മളെ വിഷ്വൽ അനലോഗ് സ്കെയിൽ സഹായിക്കുന്നു. ഈ ആറ്റിറ്റ്യൂഡ് സ്കെയിൽസിന് എക്സാമ്പിൾസ് അറിയാലോ, ലൈക്കേർട്ട് സ്കെയിൽ ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് സ്കെയിലിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനർ ഡിസൈൻ ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് ഒരു ഗുഡ് ക്വസ്റ്റ്യന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ വിഷ്വൽ അനലോഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, അതായത് നോ പെയിൻ, വേഴ്സ്റ്റ് പെയിൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെയിൻ റേറ്റിംഗ് സ്കെയിലുകൾ ഉപയോഗിക്കാം. അത് ചിലപ്പോൾ ചോദിക്കാം പെയിൻ റേറ്റിംഗ് സ്കെയിലിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഒക്കെ നോക്കിയെടുത്ത് വെക്കുക. പിന്നെ ഉള്ളത് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഒബ്സർവേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? റേറ്റിംഗ് സ്കെയിൽ വേണം. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന സ്റ്റെപ്സ്, പക്ഷെ ഐഡിയൽ ആയിട്ടുള്ള സ്റ്റെപ്സും ഉണ്ട്. അപ്പൊ ആ ഐഡിയൽ ആയിട്ടുള്ള സ്റ്റെപ്സിന് ഇത്ര പോയിന്റ്, അതിൽ ഇത്ര കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ആ പോയിന്റ്സ് കൊടുത്ത് പോകും. അതാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റേറ്റ് ചെയ്യാം. നമുക്ക് അവരുടെ പെർഫോമൻസ് റേറ്റ് ചെയ്യുന്നതിനാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റിൽ അത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യം നോക്കി നമുക്ക് നോട്ട് ചെയ്ത് പോകാം. അതേപോലെ അനക്ഡോട്ട്സ്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വിവരണങ്ങൾ എഴുതി ഉണ്ടാക്കുന്നതിനെയാണ് അനക്ഡോട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? CCTV, അതായത് കൃത്യമായിട്ട് നമ്മൾ ഇവിടെയുള്ള നടക്കുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതാണ്. പിന്നെ ഒബ്സർവേഷൻ തന്നെ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ഇങ്ങനെയൊക്കെ പല രീതിയിലുണ്ട്. അതായത് സീക്രട്ട്ലി ലിസണിങ്, അതൊക്കെയാണ്. അങ്ങനെയൊക്കെ ചെയ്യും. നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അവരിൽ ഒരാളായിട്ട് നമ്മൾ പോയി നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഒബ്സർവേഷനിൽ വരുന്നത്. അപ്പൊ ഈ റേറ്റിംഗ് സ്കെയിൽ, ഇതിന്റെ ടൂൾസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം എഡ്യൂക്കേഷണൽ ഇവാലുവേഷനിലും റിസർച്ചിലെ ഡേറ്റ കളക്ഷൻ മെത്തേഡ്സിലും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങ് നോട്ട് ചെയ്ത് പോകണം. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ പഠിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് പോളിറ്റൻ ബെക്ക് ആണോ ശങ്കർ റാവു ആണോ ഏതാണെന്ന് വെച്ചാൽ അത് എടുത്ത് നോക്കി ആ സമയത്ത് അതിന്റെ ഡീറ്റെയിലിംഗ് കൂടെ ചെയ്ത് പോകണം. അതായത് ഇപ്പൊ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് സ്കെയിലുകളുണ്ട്, കമ്പാരറ്റീവ് റേറ്റിംഗ് സ്കെയിലുകളുണ്ട്. അങ്ങനെയുള്ള റേറ്റിംഗ് സ്കെയിലിന്റെ ടൈപ്സ് ഉണ്ട്. പിന്നെ ചെക്ക് ലിസ്റ്റ് ഒക്കെ ആണെങ്കിലും അതിന്റെ അത്യാവശ്യം ക്യാരക്ടറിസ്റ്റിക്സ്, ഡിസഡ്വാൻറ്റേജസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ പറയുന്നത് ബയോഫിസിയോളജിക് മെത്തേഡ്സ് ആണ്. ബയോഫിസിയോളജിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഡേറ്റയാണ്. അതായത് ഒബ്ജക്റ്റീവ് ഡേറ്റയായിട്ട് നമ്മൾ ഫൈൻഡിങ്സ് എടുക്കുന്നതാണ്. അതായത് ഇപ്പോൾ വോമിറ്റിംഗ്, സൈനോസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ. അപ്പം ഈ ബയോഫിസിയോളജിക്കൽ മെത്തേഡ്സിൽ വരുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ ഇൻ വൈവോ മെത്തേഡ്സും ഇൻ വിട്രോ മെത്തേഡ്സും ആണ്. ഇൻ വൈവോ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളത് പേഷ്യന്റിൽ ഡയറക്ട്ലി പെർഫോം ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്ക്
ഇന്റേണലി നടക്കുന്ന ലിവിങ് ഓർഗാനിസംസിന്റെ ഉള്ളിൽ ഇന്റേണലി നടക്കുന്ന കാര്യങ്ങൾ അതിന്റെ പുറമേ ഉള്ള സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. അതായത് പേഷ്യന്റിന്റെ TPR നോക്കുന്നു, BP നോക്കുന്നു. ഇതെല്ലാം ഇൻ വൈവോ മെത്തേഡ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഇൻ വിട്രോ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക് പ്രോസസ്സസ് ഒക്കെ നമ്മൾ ഒരു ഓർഗാനിസത്തിന്റെ ഫിസിയോളജിക് പ്രോസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു എന്തെങ്കിലും സ്പെസിമെൻ കളക്ട് ചെയ്ത് ലാബ് സെറ്റപ്പിൽ വെച്ച് നോക്കുന്നതാണ് ഇൻ വിട്രോ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നമുക്ക് ഇൻ വിട്രോ മെത്തേഡ്സിൽ പെടുത്താം. പിന്നെ വേറെ കുറെ മെത്തേഡ്സ് ഉണ്ട്. അതിനെയാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗെയിംസ്, പിന്നെ എന്താണ് ടാസ്കുകൾ, കുറെ ടാസ്ക് ഒക്കെ കൊടുത്ത് ആൾക്കാരുടെ റെസ്പോൺസ് നോക്കി അവരെ ഈ ഇന്റർവ്യൂ സമയത്ത് ഇതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും ഒരു സൈക്കോ തെറാപ്യൂട്ടിക് സെറ്റിങ്ങിലൊക്കെ കൂടുതലും സൈക്കോളജിസ്റ്റ് ഒക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഒക്കെ, അതായത് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നഴ്സസ് യൂസ് ചെയ്യാറുണ്ട്, ഡോക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു അതായത് മനസ്സിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങും കൂടെ കിട്ടുന്ന ആൾക്കാരാണ് കൂടുതൽ പ്രൊജക്റ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്രൊജക്റ്റീവ് ടെക്നിക്സ് പല രീതിയിലുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ടെക്നിക്സ്, വേർഡ് അസോസിയേഷൻ ടെക്നിക്സ്, കംപ്ലീഷൻ ടാസ്ക്, കൺസ്ട്രക്ഷൻ ടെക്നിക്സ്, എക്സ്പ്രസീവ് ടെക്നിക്സ്, ഓർഡറിംഗ് ചോയ്സ്, അങ്ങനെ മിസലേനിയസ് ടെസ്റ്റ്. അതായത് ഒരു പിക്ചർ വരയ്ക്കുക, ഒരു ബ്ലാങ്ക് പീസ് ഓഫ് പേപ്പറും പെൻസിലും ഒക്കെ നമ്മൾ പേഷ്യന്റിന്റെ കയ്യിൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു പിക്ചർ വരയ്ക്കുക. അപ്പൊ അവരുടെ ബിഹേവിയറിനെയും ആറ്റിറ്റ്യൂഡുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് വളരെ ഒരു വയലൻസ് തോന്നുന്ന ഒരു പിക്ചർ ഒക്കെ വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറെ അവരുടെ മെന്റൽ ക്ലൂ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഒരു എന്താണ് എന്താ ഫാന്റസി, ഡേ ഡ്രീംസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ക്ലേ മോഡലിംഗ് ഉപയോഗിക്കാം. അവരുണ്ടാക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതൊക്കെയാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ നമ്മൾ പറയേണ്ടതാണ് ഈ ക്യൂസോട്സും വിഗ്നറ്റ്സും. ക്യൂസോട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് സബ്ജക്ടിവിറ്റി ഓഫ് ഹ്യൂമൻ മൈൻഡ്. വില്യം സ്റ്റീഫൻസൺ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഈ ക്യൂസോട്സ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻസിന് കുറെ കാർഡ്സ് പ്രൊവൈഡ് ചെയ്യും. കാർഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ അവർക്കുള്ള ടാസ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് ആ കാർഡുകൾ അറേഞ്ച് ചെയ്യാൻ ഒരു പ്രത്യേക സീക്വൻസിലായിരിക്കും ആ കാർഡുകൾ അറേഞ്ച് ചെയ്യാനുണ്ടാവും. അപ്പൊ അങ്ങനെ അവരുടെ അറേഞ്ച്മെന്റും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നമുക്ക് അവരുടെ ഒരു മെന്റൽ വ്യാപാരങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാം. അതിനെയാണ് വില്യം സ്റ്റീഫൻസൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഈ ക്യൂസോട്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് വിഗ്നറ്റ്സ് ആണ്. വിഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതും വളരെ, അതായത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്ന രീതിയിലുള്ള വളരെ ബുദ്ധിമുട്ട്, അല്ലാതെ നമുക്ക് എലിസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അവരോട് ചോദിക്കുന്നത്. അതായത് ഇപ്പം എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ക്യാൻസർ പേഷ്യൻസിനെ കുറിച്ച് അവരുടെ അഭിപ്രായം ചോദിക്കാം. അല്ലെങ്കിൽ ഒരു 10 പോയിന്റ് സ്കെയിൽ കൊടുത്തിട്ട് അതിൽ എന്തായിരിക്കും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ക്യാൻസർ പേഷ്യൻസ് എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ചോദിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് വിഗ്നറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഒരു ജനറൽ ബിലീഫ്, ആറ്റിറ്റ്യൂഡ് ഒക്കെ നമുക്ക് എലിസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടോപ്പിക് എക്സ്പ്ലോറേഷൻ നടത്താം. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മളെ അത് സഹായിക്കും. മൾട്ടി മെത്തേഡ് അപ്രോച്ചിൽ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് വിഗ്നറ്റ്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ എക്സ്പെരിമെന്റൽ സ്റ്റഡി. നമ്മൾ റിസർച്ചിന്റെ ക്ലാസിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അതിലെ എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്, സിസ്റ്റമാറ്റിക്, കൺട്രോൾഡ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ദ പേർപ്പസ് ഓഫ് പ്രെഡിക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഫിനോമിന. അതായത് ഒരു ഫിനോമിനെ പ്രെഡിക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ്. ബെസ്റ്റ് എസ്റ്റാബ്ലിഷസ് ദ കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ്. കോസ് ഇഫക്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത് എക്സ്പെരിമെന്റൽ സ്റ്റഡി വഴിയാണ്. അപ്പോൾ ഈ ഓരോ എക്സ്പെരിമെന്റൽ ഡിസൈനിനും കൃത്യമായിട്ട് 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? മാനിപ്പുലേഷൻ, കൺട്രോൾ ആൻഡ് റാൻഡമൈസേഷൻ. മാനിപ്പുലേഷനും കൺട്രോളും റാൻഡമൈസേഷനും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ എക്സ്പെരിമെന്റൽ സ്റ്റഡി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ട്രൂ എക്സ്പെരിമെന്റൽ സ്റ്റഡി എന്ന് പറയാൻ പറ്റുന്നത്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് കൺട്രോൾ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ബൈ ദ റിസർച്ചർ ത്രൂ ഇന്റർവെൻഷൻസ് to observe its effects and on independent variables. അതായത് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡന്റ് കൺട്രോളിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിലുള്ള ഒരു കോൺഷ്യസ് കൺട്രോൾ, അതിനെയാണ്. അത് പല ഇന്റർവെൻഷൻസ് വഴിയാവാം. അപ്പൊ അത് ആ ഒരു കൺട്രോൾ ചെയ്യുന്നത് വഴി ഡിപെൻഡന്റ് വേരിയബിളിൽ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുന്നതെന്ന് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നു. അതിനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്.
ഇനി അടുത്തത് കൺട്രോൾ. കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യുന്നത്, നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് നമ്മൾ ഈ ചെയ്യുന്ന ഇന്റർവെൻഷൻ കൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത് എന്ന് കൃത്യമായി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കൊരു കൺട്രോൾ ഗ്രൂപ്പ് വേണം. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ ഇന്റർവെൻഷൻ ചെയ്യാത്ത ഒരു ഗ്രൂപ്പ്, അതേ ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു കൺട്രോൾ ഗ്രൂപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ അവരിൽ ആ വ്യത്യാസം വരുന്നില്ല, നമ്മുടെ ഗ്രൂപ്പിൽ ആ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അവിടെ ഡെഫിനിറ്റീവായി നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ ഇന്റർവെൻഷന്റെ മെച്ചമാണ് അത് എന്ന് പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ there should be a control group. Use of control group to limit the effect of extraneous variable ഓൺ ഡിപ്പെൻഡന്റ് വേരിയബിൾ, അതാണ് കൺട്രോൾ എന്ന് പറയാം. പിന്നെ ഉള്ളത് റാൻഡമൈസേഷൻ. റാൻഡമൈസേഷൻ എന്ന് പറഞ്ഞാൽ എവറി സബ്ജക്ട് ഓഫ് ദ റിസർച്ച് ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് അസൈൻഡ് ടു എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലാവട്ടെ കൺട്രോൾ ഗ്രൂപ്പിലാവട്ടെ ഓരോ സബ്ജക്റ്റിനും ഒരേ ചാൻസ് ആണ് അതിലേക്ക് അലൊക്കേറ്റഡ് ആവാൻ വേണ്ടി. അതിനെയാണ് റാൻഡമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് ട്രൂ എക്സ്പെരിമെന്റൽ സ്റ്റഡി ആയിട്ട് മാറുന്നത്. മാനിപ്പുലേഷൻ വേണം, കൺട്രോൾ വേണം, എന്ത് വേണം? റാൻഡമൈസേഷനും വേണം. എക്സ്പെരിമെന്റൽ ഡിസൈൻസ് നമുക്ക് പറയാം. ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് പലതുണ്ട്. പോസ്റ്റ് ടെസ്റ്റ് ഉള്ളി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ഉണ്ട്, പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ഉണ്ട്, സോളമൻ ഫോർ ഗ്രൂപ്പ് ഡിസൈൻ ഉണ്ട്, ഫാക്ടോറിയൽ ഡിസൈൻ, റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ ആൻഡ് ക്രോസ് ഓവർ ഡിസൈൻ. ഇതൊക്കെയാണ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ വരുന്നത്. എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻസ് എന്തൊക്കെയാണ്? പോസ്റ്റ് ടെസ്റ്റ് ഉള്ളി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ, പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ, സോളമൻ ഫോർ ഗ്രൂപ്പ് ഡിസൈൻ, ഫാക്ടോറിയൽ ഡിസൈൻ, റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ ആൻഡ് ക്രോസ് ഓവർ ഡിസൈൻ. ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഈ കൺട്രോൾ ഒക്കെ ചെയ്യുന്നതിൽ നമുക്ക് മാച്ചിങ്, കൗണ്ടർ ബാലൻസിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഒക്കെ വഴി നമുക്ക് കൺട്രോൾ വെക്കാൻ പറ്റും. അതേപോലെ റാൻഡമൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെ ഒന്നുകിൽ കോയിൻ ഫ്ലിപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും, പിന്നെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ റാൻഡം ടേബിൾ വെച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടൊക്കെ റാൻഡമൈസേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഈ മാച്ചിങ് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം അതൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. കൺട്രോളുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ നമ്മൾ ഈ 6 ടൈപ്സ് പറഞ്ഞു. പോസ്റ്റ് ടെസ്റ്റ് ഉള്ളി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് നമ്മൾ 2 ഗ്രൂപ്പിനെ അസൈൻ ചെയ്യും, അതായത് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും. പക്ഷെ 2 ഗ്രൂപ്പിനും നമ്മൾ പ്രീ ടെസ്റ്റ് കൊടുക്കുന്നില്ല. അത് പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഇംപ്ലിമെന്റേഷൻ, ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് മാത്രം എന്ത് കൊടുക്കും? പോസ്റ്റ് ടെസ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് 2 ഗ്രൂപ്പിനെയും അസസ് ചെയ്യുന്നു. ഇതിനെയാണ് പോസ്റ്റ് ടെസ്റ്റ് ഉള്ളി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതായത് ടു സ്റ്റഡി ദ ഇഫക്റ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇന്റർവെൻഷൻ റിലേറ്റഡ് ടു യൂറിനറി ഇൻകോണ്ടിനൻസ് ഓൺ സബ്സിക്വന്റ് ഹെൽപ്പ് സീക്കിംഗ് ബിഹേവിയർ ഓഫ് ഓൾഡർ അഡൾട്ട്സ്, അങ്ങനെ ഒരു സ്റ്റഡിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ആണ്. അപ്പൊ ഈ ഒരു റിസർച്ച് ഡിസൈനിൽ ഇതേപോലെ തന്നെ സബ്ജക്ട്സിനെ റാൻഡം ആയിട്ട് എക്സ്പെരിമെന്റൽ കൺട്രോൾ ഗ്രൂപ്പിലേക്ക് വിടുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രീ ടെസ്റ്റ് ചെയ്യുന്നു. പ്രീ ടെസ്റ്റ് ചെയ്ത് എന്താണ് പോസ്റ്റ് ടെസ്റ്റ്, പ്രീ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് മാത്രം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം 2 ഗ്രൂപ്പിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇഫക്റ്റ് എന്താണ്, ഇതിന്റെ എഫക്റ്റ് എന്താണുള്ളത് എന്നുള്ള കാര്യം നോക്കുന്നു. ഇതിനെയാണ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്തത് സോളമൻ ഫോർ ഗ്രൂപ്പ് ഡിസൈൻ. സോളമൻ ഫോർ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ 2 എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും 2 കൺട്രോൾ ഗ്രൂപ്പും നമുക്കുണ്ട്. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് ഈ സബ്ജക്ട്സിനെ 4 ഗ്രൂപ്പ്സിലോട്ട് അസൈൻ ചെയ്യും. അതിനുശേഷം 4 ഗ്രൂപ്പ്സിന് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് 1നെയും കൺട്രോൾ ഗ്രൂപ്പ് 1നും മാത്രം നമ്മൾ പ്രീ ടെസ്റ്റ് കൊടുക്കുന്നു. ഫോളോഡ് ബൈ ട്രീറ്റ്മെന്റ് ടു ദ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. 2 ഗ്രൂപ്പ്, അതായത് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് 1നും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് 2നും അതിനുശേഷം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം പോസ്റ്റ് ടെസ്റ്റ് എല്ലാവർക്കും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സോളമൻ ഫോർ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്തത് ഫാക്ടോറിയൽ ഡിസൈൻ. ഫാക്ടോറിയൽ ഡിസൈനിൽ എന്ന് പറഞ്ഞാൽ റിസർച്ചർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്
സൈമിൾട്ടേനിയസ് ആയിട്ട് അതിന്റെ ഇഫക്റ്റ് ഡിപെൻഡന്റ് വേരിയബിളിൽ നോക്കുവാണ്. അപ്പൊ അങ്ങനെ നോക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫാക്ടോറിയൽ ഡിസൈൻ നോക്കുന്നത്. അപ്പൊ അതായത് ഇപ്പൊ വാപ്പിൽ, അതായത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ പ്രിവെന്റ് ചെയ്യുന്നതിന് 2 രീതിയിലുള്ള ലായനികൾ ഉപയോഗിച്ചുള്ള മൗത്ത് കെയറിന്റെ ഇഫക്റ്റ് നോക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റഡീസ് വരുമ്പോഴാണ് നമുക്ക് ഈ ഫാക്ടോറിയൽ ഡിസൈൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഉള്ളത് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ. അതായത് എന്ന് പറഞ്ഞാൽ ഇതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുപാട്, അതായത് ഇപ്പൊ ലാർജ് നമ്പർ ഓഫ് എക്സ്പെരിമെന്റൽ കമ്പാരിസൺ ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ നമുക്ക് റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൽ ആദ്യമേ ഡിഫറെന്റ് ഗ്രൂപ്പിൽ ഒരു ഹോമോജീനിറ്റി വരുത്താം. ഹോമോജീനിറ്റി വരുത്തിയതിനു ശേഷം, അതായത് വേരിയബിലിറ്റി മാക്സിമം കുറച്ചതിന് ശേഷം ട്രീറ്റ്മെന്റ് ഗ്രൂപ്പിൽ ഒരു മോർ ഹോമോജീനിയസ് കോമ്പിനേഷൻ എടുത്ത് നമ്മൾ അതിലാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഉള്ളത് ക്രോസ് ഓവർ ഡിസൈൻ. ക്രോസ് ഓവർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ക്രോസ് ഓവർ ഡിസൈനിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് സബ്ജക്ട്സ് ആർ എക്സ്പോസ് ടു മോർ ദാൻ 1 ട്രീറ്റ്മെന്റ്. അപ്പൊ സബ്ജക്ട്സിനെ റാൻഡം ആയിട്ട് അസൈൻ ചെയ്യും. അപ്പൊ ഈ ഓർഡർ ഓഫ് ട്രീറ്റ്മെന്റ് പലതവണയായിട്ട് ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ റിപ്പീറ്റ് മെഷർ ഡിസൈൻ എന്നാണ് ഈ ക്രോസ് ഓവർ ഡിസൈൻ നമ്മൾ പറയുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എക്സ്ട്രീംലി പവർഫുൾ റിസർച്ച് ഡിസൈൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റിന് വിധേയരാവുകയും അതിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് എന്താണ് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യാം. അതാണ് ക്രോസ് ഓവർ ഡിസൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോൺ എക്സ്പെരിമെന്റൽ ഡിസൈൻ. നോൺ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻസ്, അതായത് എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ കമ്പാരറ്റീവ് സ്റ്റഡീസ് പറയാം. കോറിലേഷണൽ പല രീതിയിലുണ്ട്. പ്രോസ്പെക്റ്റീവ് ആൻഡ് റിട്രോസ്പെക്റ്റീവ് ഉണ്ട്. ഡെവലപ്മെന്റൽ ഉണ്ട്. ഡെവലപ്മെന്റൽ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് ഉണ്ട്. പിന്നെന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി, പ്രൊഫഷണൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് പറയുന്നു. എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഡീറ്റെയിൽ ആയി പഠിക്കുന്നതാണ്. കേസ് കൺട്രോൾ അല്ലെങ്കിൽ കൊഹോർട്ട് സ്റ്റഡീസ്, കേസ് കൺട്രോൾ കൊഹോർട്ട് സ്റ്റഡീസ് പറയുന്നു. സർവേ ഡിസൈൻസ് ഉണ്ട്. മെറ്റാ അനാലിസിസ് ഉണ്ട്. മെറ്റാ അനാലിസിസും ഉണ്ട്, മെറ്റാ സിന്തസിസും ഉണ്ട്. മെറ്റാ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റഡീസിന്റെ ഫൈൻഡിങ്സ് അത് നമ്മൾ ഒരുമിച്ചാക്കി അതിനെ ക്രോഡീകരിച്ച് ഒരു ഡിസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇൻഫർമേഷനിലേക്ക് എത്തുന്നതിനെയാണ് മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത്. മെറ്റാ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് അല്ല, അതായത് അതിൽ കൃത്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ പാർട്ട് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുമിച്ചാക്കി എടുക്കുന്നതിനെയാണ് മെറ്റാ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നോൺ എക്സ്പെരിമെന്റൽ ഡിസൈൻസ്. ഇനിയുള്ളത് ക്വാളിറ്റേറ്റീവ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻസിലേക്ക് പറയാം. വളരെ ഡിഫറെന്റ് എൻറ്റിറ്റിയാണ് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻസ് എന്ന് പറയുന്നത്. അതിലുള്ളത് എത്നോഗ്രാഫിക് റിസർച്ച്. എത്നോഗ്രാഫിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ കൾച്ചർ ത്രൂ ആൻ ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കൾച്ചർ. അതായത് ആ ഒരു കൾച്ചറിലുള്ള മെമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെന്ന് പഠിക്കുന്നതാണ് എത്നോഗ്രാഫിക് റിസർച്ച്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് വളരെ വ്യത്യാസമാണ് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻസ് എന്ന് പറയുന്നത്. അതിൽ സാമ്പിൾ സെലക്ഷൻ വരെ വളരെ ഡിഫറെന്റ് ആണ്. ഡേറ്റ സാച്ചുറേഷനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ലൈവ്ഡ് എക്സ്പീരിയൻസസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ സ്റ്റഡി എങ്ങനെ ഇവോൾവ് ചെയ്ത് വരുമെന്ന് റിസർച്ചറിന് പോലും അറിയില്ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മളത് മനസ്സിലാക്കി സ്റ്റഡി റിസർച്ച് ഡിസൈൻ ഇവോൾവ് ചെയ്താ വരുക. അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്നതാണ് എത്നോഗ്രാഫിക് റിസർച്ച്. പിന്നെ ഗ്രൗണ്ടഡ് തിയറി. ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് മെത്തഡോളജി ഇൻ ദ സോഷ്യൽ സയൻസസ് ഇൻവോൾവിംഗ് ദ കൺസ്ട്രക്ഷൻ ഓഫ് തിയറീസ് ത്രൂ മെത്തഡോളജിക്കൽ ഗ്യാതറിംഗ് ആൻഡ് ദ അനാലിസിസ് ഓഫ് ഡേറ്റ. അതിനെയാണ് ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഇവന്റ്സിന്റെ മീനിങ്ങിനെ കുറിച്ച് അത് ഇന്റർപ്രിറ്റ് ചെയ്യുക, അവിടെ ആ ഫാക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുക, കോസ് ഓഫ് ഇവന്റ്സ് പറയുക, ഇഫക്റ്റ് ഓൺ പ്രസന്റ് ഇവന്റ്സ്, അന്നത്തെ ആ കാര്യങ്ങൾക്ക് ഇന്നത്തെ ഒരു സിനാരിയോയിൽ എന്താണ് പ്രസക്തി എന്ന് പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ തന്നെ ക്ലാസ് അവേഴ്സ് എടുക്കാനുണ്ട്. അപ്പൊ അത് നമ്മൾ ഇത് ഓടിച്ച് പറയുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ റിസർച്ചിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പേർപ്പസ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും എന്നതിനെ കുറിച്ച് എനിക്ക് ധാരണയില്ല, പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ ഇടയ്ക്ക്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ തുടരുവാണ്. ഫിനമിനോളജിക്കൽ റിസർച്ച്. ഫിനമിനോളജിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ an inductive descriptive research. Its aim is to describe an experience as it actually lived by the person. അതായത് ഒരാൾ ജീവിച്ച് അയാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ റിസർച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്, അപ്പൊ
ഇപ്പൊ ഇന്നാളൊരിക്കല് പത്രത്തിലൊരു വാർത്ത വന്നു. ഈ ചോലനായ്ക്കന്മാർ എന്ന് പറഞ്ഞാൽ പ്രത്യേക ട്രൈബിലുള്ള ആൾക്കാരാണ്. അവരിപ്പോഴും ഗുഹകളിലാണ്. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് സ്കീം അനുസരിച്ച് അവർക്ക് വീടുകളൊക്കെ വെച്ചു കൊടുത്താൽ അവര് കാട് കയറും. അവര് ഗുഹകളിലാണ് ജീവിക്കുന്നത്. കാരണം അവർ അതുമായിട്ട് ട്യൂൺഡാണ്. അവര് കാടിന്റെ മക്കളാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ പഠിക്കാൻ പോയ ആളെന്ന് പറഞ്ഞാൽ കൂടെ ഗുഹകളിലൊക്കെ താമസിച്ച് അപ്പൊ അത്രയും ഹാർഷ് കണ്ടീഷൻസിൽ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറെ നേരം അവരുടെ കൂടെ നിന്ന് പിന്നെ കുറച്ച് പുറത്തൊക്കെ വന്ന് സെറ്റായി വീണ്ടും പോയി അങ്ങനെ അതായത് അവരുടെ കൂട്ടത്തിൽ നിന്നാണ് പഠിക്കുക. അപ്പൊ ഫിനോമിനോളജിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാല് എക്സ്പീരിയൻസ്, അതായത് ഒരാൾ ജീവിക്കുന്ന ജീവിതത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഫിനോമിനോളജിക്കൽ റിസർച്ച്. പിന്നെ ആക്ഷൻ റിസർച്ച് ഉണ്ട്. സീക്ക് ആക്ഷൻ ടു ഇംപ്രൂവ് എക്സിസ്റ്റിംഗ് പ്രാക്ടീസസ്, അതായത് ഇപ്പോ നിലനിൽക്കുന്ന പ്രാക്ടീസസിൽ ഇംപ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയുള്ള ഒരു റിസർച്ചിനെയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഇൻഡെപ്ത് സ്റ്റഡിയാണ്. ഈ കേസ് സ്റ്റഡീസിലാണ് ഈ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നത്. കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് സിംഗിൾ ഓർ ഫ്യൂ കേസസ്, വളരെ ഒന്നുകിലും ഒരു കേസ് അല്ലെങ്കിൽ കുറച്ച് കേസുകളെ കുറിച്ചുള്ള ഇൻഡെപ്ത് സ്റ്റഡിയെയാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയുമാണ്. അതിൽ തന്നെ നമ്മുടെ ഈ ഒരു റിസർച്ചിന്റെ എന്താണ് നമ്മൾ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതില് അനാലിസിസ് ഓഫ് ഡാറ്റ പാർട്ട് വരും, സ്റ്റാറ്റിസ്റ്റിക്സിൽ വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ്, ഡിസമിനേഷൻ ഒക്കെയാണ് വരുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സിൽ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ചാനൽ ഫോർ കമ്മ്യൂണിക്കേഷൻ സെലക്ട് ചെയ്യുക, കൺസ്യൂമേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ അറിയുക, അതിനുശേഷം നമ്മുടെ റിസർച്ച് റിപ്പോർട്ട് എഴുതുന്നതിനൊരു ഡെഫിനിറ്റീവ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക, കണ്ടന്റ് ഡിസൈഡ് ചെയ്യുക, ഔട്ട്ലൈൻ പ്ലാൻ ചെയ്യുക, അതിനുശേഷം ഇതുണ്ടാക്കി ഇതിനെക്കുറിച്ച് കെയർഫുൾ റിവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഇത് ഡിസെമിനേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് റിട്ടൺ റിപ്പോർട്ട്സ് വഴി പറ്റും, ഓറൽ റിപ്പോർട്ട്സ് വഴി പറ്റും, പോസ്റ്റർ പ്രസന്റേഷൻസ് വഴി പറ്റും. അപ്പോൾ ഈ റിസർച്ച് റിപ്പോർട്ട് ഒരു നല്ല രീതിയിൽ എഴുതാനായിട്ട് ശരിക്കും ഇതിന്റെ ഫോമാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഇംറാഡ് ഫോമാറ്റ് എന്ന് പറയും. അതായത് ഇൻട്രൊഡക്ഷൻ, മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ്, റിസൾട്ട്സ് അനാലിസിസ്, ഡിസ്കഷൻ, ആ ഒരു ഫോമാറ്റാണ് ഇംറാഡ് ഫോമാറ്റ് എന്ന് പറയുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ എഴുതുക. അപ്പൊ അത് എഴുതുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള ഫോമാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ചാപ്റ്ററിന്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങൾ വരുത്തണം എന്നുണ്ട്. പിന്നെ വളരെ ബൃഹത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റൈറ്റിംഗ് റെഫറൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അവര് തന്നിട്ടുള്ള ഫോമാറ്റ്, അതായത് APA സ്റ്റൈൽ എന്ന് പറയും, അത് വെച്ച് ചെയ്യാറുണ്ട്. MLA, അതായത് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻകാർ തന്നിട്ടുള്ള സ്റ്റൈൽ ഉണ്ട്, ചിക്കാഗോ മാനുവൽ ഓഫ് സ്റ്റൈൽ ഫോമാറ്റ് ഉണ്ട്, ക്യാമ്പൽ വാങ്കൂവർ സ്റ്റൈൽ ഉണ്ട്. വാങ്കൂവർ സ്റ്റൈൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റൈലാണ്. അതായത് ഹെൽത്ത് ആൻഡ് പ്രിഫിൽ നമ്മൾ കൂടുതലും വാങ്കൂവർ സ്റ്റൈൽ ഓഫ് റെഫറൻസ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് ഈസി. നമുക്ക് അതായത് ഹെൽത്ത് ജേർണൽസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു അബ്രിവിയേഷൻ നോക്കി നമുക്ക് പെട്ടെന്ന് ആ ഒരു കണ്ടന്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു രീതിയായിരിക്കും നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഈ വാങ്കൂവർ സ്റ്റൈൽ ഓഫ് റെഫറൻസ് എന്നാണ് പറയുന്നത്. APA സ്റ്റൈലും ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും കൂടുതലും സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ആയിട്ട് എടുക്കുന്നത് ഇതാണെന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ ബുക്സിന്റെ എഴുതാനായിട്ട് ഒരു പ്രത്യേക രീതി ഫോമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഫോമാറ്റ്. ജേർണൽ ആർട്ടിക്കിൾസ് എഴുതുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഉണ്ട്. ഇലക്ട്രോണിക് ബുക്സ്, ഈ ബുക്സിനെ കുറിച്ച് എഴുതാൻ ഒരു ഫോമാറ്റ് ഉണ്ട്. ഈ ജേർണൽസിന് വേറെ ഫോമാറ്റ് ഉണ്ട്. ഇന്റർനെറ്റ് ഡോക്യുമെന്റ്സിന് വേറെ ഫോമാറ്റ് ഉണ്ട്. പിന്നെന്താണ്, നോൺ ബുക്ക് ഫോമാറ്റ്സ് ഉണ്ട്, അതിനും വേറെ ഫോമാറ്റ്സ് ഉണ്ട്. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതൊരു കോൺവെർസേഷൻ, ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ, ഒരു എക്സ്പേർട്ടുമായി സംസാരിച്ചപ്പോൾ എനിക്ക് കൃത്യമായി ഇങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടി എന്നുള്ളത് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ ഒരു ഫോമാറ്റ് ഉണ്ട്. ലെറ്ററിൽ നിന്ന് കിട്ടിയത്, അതായത് ഒരാൾ നമുക്ക് എഴുതിയ ഒരു ലെറ്ററിലുള്ള ഇൻഫർമേഷൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ എഴുതണം എന്നുണ്ട്, ഇമെയിൽസ് എങ്ങനെ എഴുതണം എന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോന്നിനും ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് സ്റ്റൈൽ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതെല്ലാം മനസ്സിലാക്കുക. റിസർച്ച് ആർട്ടിക്കിൾ എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളതിനും ഫോമാറ്റ് ഉണ്ട്. അതിന് അവർ കൃത്യമായിട്ട് നമ്മളൊരു മാഗസിൻസ് എടുത്ത് നോക്കുമ്പോൾ അവരതിൽ എങ്ങനെയാണ് ആർട്ടിക്കിൾ പ്രതീക്ഷിക്കുന്നത്, അതിന്റെ ഫോമാറ്റ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. പിന്നെ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് കൺസൈസ് ആയിട്ടുള്ള ഫാക്ച്വൽ, ജനറലി നോട്ട് എക്സീഡിങ് 200 വേർഡ്സ് എന്നാണ് പറയുന്നത്. 200 വേർഡ്സിൽ താഴെയുള്ള നമ്മുടെ റിസർച്ചിനെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം, അതൊരു പാരഗ്രാഫിൽ നമ്മൾ അങ്ങ് എഴുതി അങ്ങ് വെക്കുമ്പോഴേക്കും അതിൽ നിന്ന് ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, ബേസിക് മെത്തഡോളജി, മെയിൻ റിസൾട്ട്സ്, കൺക്ലൂഷൻ, ഇതെല്ലാ കാര്യങ്ങളും ആ ഒരു പേജ് വായിക്കുമ്പോൾ മനസ്സിലാവണം എന്നാണ് പറയുന്നത്. അതിനെയാണ് അബ്സ്ട്രാക്ട് എന്ന് പറയാം.
അപ്പൊ അത് കൃത്യമായിട്ട് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് റിസർച്ച് വർക്ക് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. റിസർച്ച് ക്രിട്ടിക്, അതായത് ഒരു റിസർച്ച് നമുക്കിപ്പോ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ക്രിട്ടിക്കിന്റെ മനസ്സോടുകൂടി വേണം റിസർച്ച് നോക്കാനെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ഓരോന്നിലും ഉള്ള ഫ്ലോസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം. റിസർച്ച് പ്രോസസ്സ് നമ്മൾ ഏറ്റവും നന്നായി പഠിക്കുന്നത് വെൻ വി ആർ ഡൂയിങ് ക്രിട്ടിക് എന്നാണ് പറയുന്നത്. പിന്നെ യൂട്ടിലൈസേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ്. റിസർച്ച് ഫൈൻഡിങ്സ് നമ്മൾ ചെയ്തു വെച്ച് അലമാരയിൽ വെച്ചിട്ട് കാര്യമില്ല, അത് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു കഷ്ടപ്പാടിന് ഒരു ഫലം കിട്ടുക. അപ്പൊ അതിന് പക്ഷെ നഴ്സിംഗ് റിസർച്ചിന്റെ യൂട്ടിലൈസേഷൻ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. അതായത് നഴ്സസിന് ഒരിക്കലും സമയം കിട്ടാറില്ല അല്ലെ. ഇപ്പൊ PhD ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ടീച്ചിങ് സൈഡിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുക. അല്ലാതെ സർവീസ് സൈഡ് നിൽക്കുന്നവർക്ക് അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് അതിന്റെ ഒരു സമയം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഒന്നും നഴ്സസിന് സമയം കിട്ടുന്നില്ല. പിന്നെ എന്താണ് ഇതുവരെ എത്ര വലിയ മെഡിക്കൽ കോളേജസിലും നഴ്സസിന് ഒരു ലൈബ്രറി ഇല്ല. അപ്പൊ അവർക്ക് ഒരു ആക്റ്റീവായിട്ട് അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമൊന്നുമില്ല. നഴ്സസിന് ഈ റിസർച്ചിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയില്ല എന്നല്ല, അവർക്കത് മനസ്സിലാക്കാനുള്ള സമയമില്ല, അറിയാമെങ്കിൽ തന്നെയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ഡിഫിക്കൽട്ട് കമ്പോണന്റ് ആണ്. അപ്പൊ അതിനെന്ന് പറഞ്ഞാൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് നഴ്സിംഗ് പ്രോഗ്രാംസിലൊക്കെ അത് നമുക്ക് ഒരു പ്രോജക്റ്റ് പോലെ ഒരു 7-8 പേര് കൂടി ചെയ്യുന്ന ഒരു സംഭവം പോലെയാണ്. അപ്പൊ അത് ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ളത് ഒരു PG ലെവലിലേക്ക്, അപ്പൊ അങ്ങനെ വരുമ്പോൾ നഴ്സിനെ എല്ലാവരെയും തന്നെ ഒരു PG ലെവലിലേക്ക് ഒരു എഡ്യൂക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമാണ് ഇത് കുറച്ചുകൂടി ഒരു ഇഫക്റ്റീവ് ആക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പബ്ലിഷ്ഡ് റിസർച്ച്, അതായത് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ്, അതായത് നഴ്സസിനുള്ള ജേർണൽസും കാര്യങ്ങളും ഒക്കെ കുറവാണ്. അപ്പൊ അതങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ചെയ്യുകയും പേഷ്യന്റിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ, അതായത് എവിഡൻസ് ബേസ്ഡ് കാര്യങ്ങൾ എടുക്കാനും ഒക്കെ പറ്റുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ റിസർച്ച് റിപ്പോർട്ട്സ് ഒക്കെ എപ്പോഴും ഒരു ഹ്യൂജ് ഓഡിയൻസിന്റെ മുന്നിൽ അവതരിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളോ ഒരു അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള കണ്ടിന്യൂയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ നഴ്സസിന്റെ റിസർച്ച് പ്രോജക്ട്സിൽ ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പരിഹാരം. പിന്നെ എന്താണ്, പേഷ്യന്റ് കെയറിലേക്ക് അത് കൊണ്ടുവരികയും വേണം. ചെയ്യുന്ന റിസർച്ച് ഫൈൻഡിങ്സ് കൃത്യമായിട്ട് പേഷ്യന്റ് കെയറിലേക്ക് എത്തണം. പിന്നെന്താണ്, റിസർച്ച് ആർട്ടിക്കിൾസ് നിർബന്ധമായിട്ടും നഴ്സസ് വായിക്കുകയും നോളജ് അപ്ഡേറ്റ് ചെയ്യുകയും വേണം എന്ന് പറയുന്നു എന്ന് ഞാൻ പറയാൻ കാരണം ഇതൊന്നും പോസിബിൾ അല്ല. ഇതെല്ലാം ബുക്കിൽ മാത്രം നമുക്ക് എഴുതി വെക്കാൻ കൊള്ളുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സും കൂടി നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട സൂപ്പർഫിഷ്യൽ ആയിട്ടാണ് പോയിരിക്കുന്നത്, അതായത് പെരിഫറലി മാത്രം ടച്ച് ചെയ്ത് പോയിരിക്കുകയാണ്, ഇത്രയും പോരാ. അപ്പൊ അതുകൊണ്ട് ഇത് വായിച്ചിട്ട് ഇത് വെച്ചിട്ട് ഡീറ്റെയിൽ ആയി കുറച്ചൊരു 2 മണിക്കൂറും കൂടെ എടുത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കണമെന്ന് പേഴ്സണൽ സജഷൻ ഉണ്ട് എനിക്ക്. അപ്പൊ ഇത് പെരിഫറലി നമുക്ക് നോക്കാം. അതായത് ലെവൽസ് ഓഫ് ഡേറ്റയുടെ ലെവൽസ് ആണ് പറയുന്നത്. നോമിനൽ ലെവൽ ഉണ്ട്, ഓർഡിനൽ സ്കെയിൽ. ആദ്യം നോമിനൽ ലെവൽ പറയാം. അതായത് നോമിനൽ ടൈപ്പ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഐറ്റംസ് ഓർ സബ്ജക്ട്സ് ബേസ്ഡ് ഓൺ ദെയർ നെയിംസ് ഓർ കാറ്റഗറീസ്. അതായത് ഇപ്പൊ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്താണ്, ഒരു പേര് വെച്ചിട്ട്, അതായത് ജെൻഡർ, മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ പറയുന്നു. പിന്നെ നാഷണാലിറ്റി പറയുന്നു, എത്നിസിറ്റി പറയുന്നു, ലാംഗ്വേജ്, ജീനർ, സ്റ്റൈൽ, ഇതെല്ലാം പറയുന്നതിനാണ് നോമിനൽ ലെവൽ എന്ന് പറയുന്നത്. പിന്നെ ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഡിനൽ ടൈപ്പ് അലൗസ് ഫോർ റാങ്ക് ഓർഡർ, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ബൈ വിച്ച് ഡേറ്റ ക്യാൻ ബി സോർട്ടഡ് ബട്ട് സ്റ്റിൽ ഡസ് നോട്ട് അലൗ ഫോർ റിലേറ്റീവ് ഡിഗ്രി ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. അതിനെയാണ് ഓർഡിനൽ ലെവൽ എന്നും ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇന്റർവെൽ സ്കെയിൽ എങ്ങനെയാണ്, കോമൺ ആൻഡ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആൻഡ് ഈക്വൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ദാറ്റ് അസൈൻസ് എ റിയൽ നമ്പർ ടു ഓൾ ഓബ്ജക്ട്സ് ഇൻ ആൻ ഓർഡേർഡ് സെറ്റ്. അതിനെയാണ് ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ വിത്ത് സെൽഷ്യസ് സ്കെയിൽ. പിന്നെ ഉള്ളത് റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെന്റ് ആണ്. റേഷ്യോ സ്കെയിൽ പൊസസ് ആൻ അബ്സല്യൂട്ട് സീറോ, അതായത് മീനിങ് ഫുൾ സീറോ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. മാസ്, ലെങ്ത്, ഡ്യൂറേഷൻ, പ്ലെയിൻ ആംഗിൾ എക്സെട്ര ഇതൊക്കെയാണ് റേഷ്യോയിൽ വരുന്നത്.
ഇനി അടുത്തത് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് റെക്ടാംഗിൾ പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി, അതിനെയാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാം ഇതിലെ പടത്തിൽ കാണാം. അതായത് എക്സ് ആക്സിസ് വൈ ആക്സിസ് പ്ലോട്ട് ചെയ്യുന്നു, വൈ ആക്സിസിൽ ഫ്രീക്വൻസി പ്ലോട്ട് ചെയ്യുന്നു, വാല്യൂസ് എന്താണ് എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നു. അപ്പൊ അതിനനുസൃതമായി എത്രയാണ് വാല്യൂ, എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ എത്ര ഫ്രീക്വൻസിയിൽ ഉണ്ടെന്നുള്ള കാര്യം എന്താണ് നമ്മൾ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് എന്താണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ അതിനെയാണ് ഏരിയ ഓഫ് റെക്ടാംഗിൾ പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, അതിനെയാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഫ്രീക്വൻസി പോളിഗൺ എന്താണ്? അതായത് ഈ ഓരോ റെക്ടാംഗിൾസിന്റെയും ഹിസ്റ്റോഗ്രാമിലുള്ള കൺജോയിന്റ് ആയിട്ടുള്ള ഓരോ റെക്ടാംഗിൾസിന്റെയും മിഡ് പോയിന്റ്സ്, അതായത് ടോപ്പിലുള്ള മിഡ് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന ഒരു കർവ്, അതിനെയാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. കർവ് ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് the midpoints of tops of rectangles in a histogram by a straight line, അതാണ് ഫ്രീക്വൻസി പോളിഗൺ. ഇനി എന്താണ് ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ കോറിലേഷൻ കോഎഫിഷ്യന്റ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെന്റ് ഓർ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു സെറ്റ്സ് ഓഫ് വേരിയബിൾസ്. രണ്ട് സെറ്റ് ഓഫ് വേരിയബിൾസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എക്സ്റ്റെന്റ് ഓർ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു സെറ്റ് ഓഫ് വേരിയബിൾസ്, അതിനെയാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. കോറിലേഷൻ കോഎഫിഷ്യന്റ് എപ്പോഴും നമ്മൾ ലെറ്റർ R കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1 to +1 ആണ്, -1 to +1 എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മൾ പറയുകയാണെങ്കിൽ +1 വാല്യൂ R is equal to പ്ലസ്, അതായത് പോസിറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് എന്താണ് +1 വാല്യൂ കിട്ടുമ്പോൾ പറയുന്നത്. ഇനി -1 ആണ്, -1 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇനി 0 എന്ന് പറയുന്നത് എന്താണ്? R is equal to 0 എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി നോ കോറിലേഷൻ, അത് തമ്മിലെ വേരിയബിൾസ് തമ്മിൽ യാതൊരു കോറിലേഷനും ഇല്ലാത്തതിനെയാണ് 0 വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ the measurement data describing the tendency of the data to be in the center. അതായത് ഡേറ്റയ്ക്ക് എപ്പോഴും ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് എടുത്താൽ തന്നെ കുറെ എക്സ്ട്രീം മാർക്കുകൾ ഉണ്ടാവും, കുറച്ച് വളരെ കുറവ് മാർക്കും ഉണ്ടാവും. മിക്കവാറും വാല്യൂസ് ക്ലബ് ചെയ്തിരിക്കുന്നത് ഒരു ആവറേജ് മാർക്കിലായിരിക്കും. അപ്പം മെഷർമെന്റ് ദാറ്റ് ആർ ഡിസ്ക്രൈബിംഗ് ദ ടെൻഡൻസി ഓഫ് ദ ഡേറ്റ ടു ബി ഇൻ ദ സെന്റർ or middle are called measures of central tendency അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജസ് എന്ന് നമുക്ക് പറയാം. അതിന് എക്സാമ്പിൾ ആണ്, സെൻട്രൽ ടെൻഡൻസിക്ക് എക്സാമ്പിൾ ആണ് അരിത്തമെറ്റിക് മീൻ, മീഡിയൻ മോഡ്, ജിയോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. അപ്പൊ മീൻ, മീഡിയൻ മോഡാണ് പ്രധാനമായിട്ടും സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്കറിയാം, ഇക്വേഷൻ ചെറിയ ചെറിയ സിമ്പിൾ കണക്കുകളൊക്കെ ചോദിക്കാറുണ്ട്. അരിത്തമെറ്റിക് മീൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ദ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണെന്ന് മനസ്സിലാക്കുക. നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ട് മീൻ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഇതിന്റെ സം എടുക്കുക, എന്നിട്ട് എത്ര വാല്യൂസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? ആവറേജ് കിട്ടും. അതിനെയാണ് മീൻ എന്ന് പറയാം. മീഡിയൻ എന്ന് പറയുന്നത് എപ്പോഴും പൊസിഷണൽ ആവറേജ് ആണ്. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ആണ്. അപ്പൊ ഒബ്സർവേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് അതിന്റെ മിഡിൽ നമ്പർ പിക്ക് ചെയ്യുന്നതല്ല, നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷൻസിനെ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ എടുത്ത് എഴുതുക അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എടുത്ത് എഴുതുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ എടുത്ത് എഴുതിയതിനു ശേഷം ആ മിഡിൽ വാല്യൂ സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് മീഡിയൻ അല്ലെങ്കിൽ പൊസിഷണൽ ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, 1 2 3 4 5 6 7 6 8 9 അങ്ങനെ വാല്യൂസ് കിടക്കുമ്പോൾ നമ്മൾ അതിനെ എന്താണ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് മിഡിൽ വാല്യൂസ് 2 എണ്ണം വരുന്നു. അങ്ങനെ 2 എണ്ണം വരുവാണെങ്കിൽ അതിന്റെ ആവറേജ് അങ്ങ് എടുക്കുക. അതാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മോഡാണ്. മോഡ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഡേറ്റ എന്നാണ് പറയുന്നത്. ദ മോഡ് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ദാറ്റ് റെഫേഴ്സ് ടു ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിംഗ് നമ്പർ ഫൗണ്ട് ഇൻ എ സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വരുന്ന സാധനത്തിനെയാണ് മോഡായിട്ട് എടുത്ത് എഴുതേണ്ടത്. ഇപ്പൊ 5 8 13 15 17 അതിൽ നമ്മൾ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടും റെപ്പറ്റീഷൻ കാണുന്നില്ല. അപ്പൊ അതിന് മോഡില്ല. ഇനി 3 5 7 13 3 7 9 3 അപ്പൊ അതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും 3 പ്രാവശ്യം 3 എന്നുള്ള നമ്പർ വന്നിട്ടുണ്ട്. അപ്പൊ മോഡ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണുള്ളത്. സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു.
മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ എന്താണ്? ഡീവിയേഷൻ ഓഫ് വാല്യൂസ് ഫ്രം ആവറേജ് ഈസ് കോൾഡ് വേരിയേഷൻ ഓർ ഡിസ്പേർഷൻ. അതായത് ആവറേജിൽ നിന്ന് വാല്യൂസിന് വരുന്ന ഡീവിയേഷനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരുപാട് വാല്യൂസ് വരാറുണ്ട്. റേഞ്ച് വരും, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ ഉണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഒബ്സർവേഷൻ ഇൻ എ ഗിവൺ സെറ്റ് ഓഫ് ഡേറ്റ. ഒരു ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂവും ഏറ്റവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി മീൻ ഡീവിയേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ mean of the absolute deviation of observations from any one of the measures of central tendency. ഏതെങ്കിലും സെൻട്രൽ ടെൻഡൻസി മെഷറിൽ നിന്ന് എന്താണ് mean of absolute deviation of observation from any of the measures of central tendency. അതാണ് mean deviation എന്ന് പറയുന്നത്, ഡീവിയേഷന്റെ മീൻ. പിന്നെ ഉള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആവറേജ് ഓഫ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ ടേക്കൺ ഫ്രം ദ അരിത്മെറ്റിക് മീൻ. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ടെർമിനോളജീസ്. അബ്സ്ട്രാക്ട് നമ്മൾ പറഞ്ഞതാണ്, എ ക്ലിയർ കൺസൈസ് സമ്മറി ഓഫ് ദ റിസർച്ച് സ്റ്റഡി. റിസർച്ച് സ്റ്റഡിയുടെ ഒരു ക്ലിയർ കൺസൈസ് സമ്മറിയാണ് അബ്സ്ട്രാക്ട് എന്ന് പറയാം. പൈലറ്റ് സ്റ്റഡി എന്താണ്? സ്റ്റഡി ക്യാരിഡ് ഔട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലാനിങ് ഫേസ് ഓഫ് റിസർച്ച്. നമ്മൾ റിസർച്ചിനെ കുറിച്ചുള്ള പ്ലാനിങ് ഫേസ് കഴിഞ്ഞു, ആ സമയത്ത് നമ്മൾ ഒരു ട്രയൽ റൺ ചെയ്ത് നോക്കും. അതായത് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ടോട്ടൽ സ്റ്റഡി സാമ്പിൾസിന്റെ ഒരു 10% എടുത്തുകൊണ്ട് അതിൽ നമ്മളൊരു മിനിയേച്ചർ സ്റ്റഡി പ്ലാൻ ചെയ്യും. അപ്പൊ അതിലുള്ള ഫ്ലോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ ഫീസിബിലിറ്റി ഓഫ് ദി സ്റ്റഡി മനസ്സിലാക്കാൻ പറ്റും. അതിനെയാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയാം. സ്റ്റഡി ക്യാരിഡ് ഔട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലാനിങ് ഫേസ് ഓഫ് റിസർച്ച് ടു എക്സ്പ്ലോർ ദ ടെസ്റ്റ് ദ റിസർച്ച് എലിമെന്റ്സ് ടു മേക്ക് റിലവന്റ് മോഡിഫിക്കേഷൻ ഇൻ റിസർച്ച് ടൂൾസ് ആൻഡ് മെത്തഡോളജി. ഇനി കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർ റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ഓർ അബ്സ്ട്രാക്ഷൻസ് that are assembled together in some rational scheme by virtue of their relevance into a common theme. അതാണ് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ റിസർച്ച് പ്രൊപ്പോസൽ അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതായത് എക്സിസ്റ്റിംഗ് തിയറിയിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് അതിൽ നമ്മുടെ റിസർച്ചിന്റെ വാല്യൂസും കാര്യങ്ങളും പാരാമീറ്റേഴ്സും ഇട്ടുകൊണ്ട് നമ്മൾ അതിന്റെ ആ ഒരു നമ്മുടെ പ്രോജക്റ്റ് ഫുള്ളായിട്ട് അതിൽ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ result sought by the researcher at the end of the research process. Product provide direction. നമുക്ക് ഒബ്ജക്റ്റീവ് ആണ് ഒരു ഡിറക്ഷൻ തരുന്നത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള അബ്രീവിയേഷൻ ഉണ്ട്, അതനുസരിച്ച് കൃത്യമായിട്ട് എഴുതുക. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് റിസർച്ചിൽ ഞാനൊരു റിവിഷൻ ബേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു 2 minutes ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് എഡ്യൂക്കേഷനിലേക്ക് പോകാം.
ഓക്കെ, വെൽക്കം ബാക്ക്. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കാനുണ്ട്. ഓക്കെ, സ്ലൈഡും കാണാലോ? കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ നമുക്ക് ചാപ്റ്ററുകൾ 11 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോ ഇപ്പോ എന്താണ് 9 o'clock ആവുന്നു. 1.5 hours നമുക്കത് മെയിൻ പോയിന്റ്സ് പറഞ്ഞു പോണം. അപ്പൊ അത് എത്രമാത്രം നടക്കുമെന്ന് അറിയില്ല. ഐ ട്രൈ. അപ്പോ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആദ്യത്തേത് ബേസിസ് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. ആദ്യത്തെ 2 ചാപ്റ്ററുകളാണ് ഇതിൽ നമ്മൾ പോകുന്നത്. നഴ്സിംഗ് എഡ്യൂക്കേഷൻ ബേസിസ് ഫിലോസഫി പറയുന്നു. അപ്പോ ഇത് ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൽ പറയുന്നത്. എഡ്യൂക്കേഷന്റെ അബ്രീവിയേഷൻ അത് പലതും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരെണ്ണത്തിന്റെ ചോദിച്ചിരിക്കുകയാണ്. മീനിങ് ഓഫ് വേർഡ് എഡ്യൂക്കേറ്റീവ്, ലീഡ് ഔട്ട്, ബ്രിങ് അപ്പ് ഓർ മോൾഡ്, ഗ്രോത്ത് ഫ്രം വിത്തിൻ, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. അപ്പൊ എഡ്യൂക്കേറ്റീവ് എന്ന് പറയുന്ന വേർഡ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. ഈ വേർഡ് എഡ്യൂക്കേറ്റീവ് മീൻസ് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. അപ്പോ വേറെ വേർഡ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ പഠിക്കണം. എഡ്യൂക്കെയർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് ലീഡ് ഔട്ട് എന്നാണ്. ലീഡ് ഔട്ട് മീൻസ് ഗ്രോത്ത് ഫ്രം വിത്തിൻ. എഡ്യൂക്കെയർ മീൻസ് ലീഡ് ഔട്ട്, ദാറ്റ് ഈസ് ഗ്രോത്ത് ഫ്രം വിത്തിൻ. എഡ്യൂസിയർ മീൻസ് ബ്രിങ് അപ്പ്, ട്രെയിൻ ഓർ മോൾഡ്. പിന്നെ ഇ എന്ന് പറയുന്ന വേർഡ്, ഇത് എറ്റിമോളജി ആണ്. അതായത് ഓരോ വേർഡ്സും ഏതാണ് അതിന്റെ സോഴ്സ് എന്ന് തേടി പോകുന്നതാണ് ഈ എറ്റിമോളജി എന്ന് പറയുന്നത്. അപ്പൊ എറ്റിമോളജിയിൽ ഇ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് എന്നും ഡ്യൂക്കോ എന്ന് പറഞ്ഞാൽ ടു ലീഡ് എന്നുമാണ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും പഠിക്കുക. എഡ്യൂക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. എഡ്യൂക്കെയർ എന്ന് പറഞ്ഞാൽ ലീഡ് ഔട്ട്, അതായത് ഗ്രോത്ത് ഫ്രം വിത്തിൻ. എഡ്യൂസിയർ എന്ന് പറഞ്ഞാൽ ബ്രിങ് അപ്പ്, ട്രെയിൻ ആൻഡ് മോൾഡ്. ഇ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫും ഡ്യൂക്കോ എന്ന് പറഞ്ഞാൽ ടു ലീഡ് എന്നും മനസ്സിലാക്കുക. ഇനി വൈഡർ ആൻഡ് നാരോ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഫ്രം വൂം ടു ടൂംബ് എന്ന് പറയുന്നതാണ്. അതായത് ഫ്രം വൂംബ്, അതായത് നമ്മൾ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നു, ടിൽ ടൂംബ് എന്ന് പറയുന്നതാണ്. പിന്നെ ആൻഡ്രഗോഗി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വൈഡർ മീനിങ് ആണ്. ആൻഡ്രഗോഗി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ട്രെയിനിങ് മാൻ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് സ്പാൻ, അതായത് ജീവിതകാലം മുഴുവൻ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് ആൻഡ്രഗോഗി എന്ന് പറയുന്നത്. ഇത് പഠനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടൊക്കെ ആൾക്കാർ പറയുന്നു പഠിത്തം കഴിഞ്ഞു എന്ന് പറയും. പഠിത്തം ഇപ്പൊ കഴിയുന്നതേ ഇല്ല, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനെയാണ് ആൻഡ്രഗോഗി എന്ന് പറയുന്നത്. അത് പോപ്പുലറൈസ് ചെയ്തത് പിയറി ഫേർട്ടർ എന്ന് പറയുന്ന എഡ്യൂക്കേഷനിസ്റ്റ് ആണ്. ഇനി അങ്ങനെയെങ്കിലും നാരോവർ മീനിങ് പറഞ്ഞാൽ ലിമിറ്റഡ് ടു സം സ്പെസിഫിക് സ്പിയേഴ്സ്. അതാണ് നേരത്തെ പറഞ്ഞല്ലോ, പഠനം കഴിഞ്ഞു, അതായത് ഡിഗ്രി വെച്ച് പഠനം കഴിഞ്ഞു, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് വളരെ നാരോവർ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. പിന്നെ പെഡഗോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീക്ക് വേർഡ്സ് എന്ന് വന്നതാണ്. പീഡോ മീൻസ് ചൈൽഡ് എന്നും ലോഗോസ് എന്ന് പറഞ്ഞാൽ ഡിസ്കഷനും. അതാണ് പെഡഗോഗി. ആൻഡ്രഗോഗി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ട്രെയിനിങ് മാൻ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് സ്പാൻ, അതാണ് ആൻഡ്രഗോഗി. പെഡഗോഗി എന്നാൽ ഗ്രീക്ക് വേർഡ്സ് പീഡോ മീൻസ് ചൈൽഡ് ആൻഡ് ലോഗോസ് മീൻസ് ഡിസ്കഷൻ. ഇനി ഡെഫിനിഷൻസ് എഡ്യൂക്കേഷനെ കുറിച്ച് ഈസ്റ്റേൺ ഫിലോസഫേഴ്സും വെസ്റ്റേൺ ഫിലോസഫേഴ്സും തന്നിട്ടുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ ഇസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഫിലോസഫിയാണ്. ഇത് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ഒരു മനുഷ്യനിൽ അന്തർലീനമായിട്ടുള്ള ഒരു ദൈവിക ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദയാണ്. എഡ്യൂക്കേഷൻ ഇസ് ദ റിയലൈസേഷൻ ഓഫ് സെൽഫ്, അതായത് എന്താണ്? തത്വമസി, അതായത് റിയലൈസേഷൻ ഓഫ് സെൽഫ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ശങ്കരാചാര്യരാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇസ് ദ ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ എന്ന് പറഞ്ഞത് ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്നുള്ള ഡെഫിനിഷൻ തന്നിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. Education enables the mind to find out ultimate truth, which gives us the wealth of inner light and love and gives significance to life എന്ന് പറയുന്നത് ടാഗോർ ആണ്. Education is the process of the individual mind getting to its fullest possible development എന്ന് പറയുന്നത് ഡോക്ടർ സാക്കിർ ഹുസൈൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഈസ്റ്റേൺ ഫിലോസഫേഴ്സിന്റെ. അപ്പൊ ഇത്രയും ഡെഫിനിഷൻ നിങ്ങൾ നോക്കിയിട്ട് പോയാൽ ഡെഫിനിഷൻ പാർട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മിസ്സാവില്ല. അപ്പൊ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് പോവാ.
പിന്നെ ഉള്ളത് വെസ്റ്റേൺ ഫിലോസഫേഴ്സിലേക്ക് പോവാണ്. എഡ്യൂക്കേഷൻ ഇസ് ദ ക്രിയേഷൻ ഓഫ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറയുന്ന ഡെഫിനിഷൻ ആരാണ് തന്നതെന്ന് ചോദിക്കുന്നു. അത് അരിസ്റ്റോട്ടലിന്റെ ഡെഫിനിഷൻ ആണ്. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറയുന്നത് ദ ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ അരിസ്റ്റോട്ടിൽ. Education means bringing out the ideas of universal validity which are latent in the minds of every man. എല്ലാ മനുഷ്യന്റെയും മനസ്സിലുള്ള കാര്യങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ വാലിഡിറ്റി തരുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് സോക്രട്ടീസ് ആണ്. എഡ്യൂക്കേഷൻ ഇസ് ദ കപ്പാസിറ്റി ടു ഫീൽ പ്ലഷർ ആൻഡ് പെയിൻ അറ്റ് ദ റൈറ്റ് മൊമെന്റ്. അതായത് യഥാസമയങ്ങളിൽ സന്തോഷവും വേദനയും തോന്നാൻ സഹായിക്കുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് പ്ലേറ്റോയാണ്. എഡ്യൂക്കേഷൻ ഇസ് കംപ്ലീറ്റ് ലിവിങ് എന്ന് പറഞ്ഞത് ഹെർബർട്ട് സ്പെൻസർ ആണ് എഡ്യൂക്കേഷൻ ഇസ് കംപ്ലീറ്റ് ലിവിങ് എന്ന് പറഞ്ഞത്. എഡ്യൂക്കേഷൻ ഇസ് ദ നാച്ചുറൽ ഹാർമോണിയസ് ആൻഡ് പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ഓഫ് മാൻസ് ഇന്നേറ്റ് പവേഴ്സ് എന്ന് പറഞ്ഞത് പെസ്റ്റലോസിയാണ്. അത് വളരെ ഫേമസ് ഡെഫിനിഷൻ ആണ്. എഡ്യൂക്കേഷൻ ഇസ് ദ നാച്ചുറൽ ഹാർമോണിയസ് ആൻഡ് പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ഓഫ് മാൻസ് ഇന്നേറ്റ് പവേഴ്സ് എന്ന് പറഞ്ഞത് പെസ്റ്റലോസിയും. എഡ്യൂക്കേഷൻ ഇസ് ദ എബിലിറ്റി ടു ലിസൺ ടു ഓൾമോസ്റ്റ് എനിത്തിങ് വിതൗട്ട് ലൂസിങ് യുവർ ടെമ്പർ ആൻഡ് യുവർ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞതാണ് റോബർട്ട് ഫ്രോസ്റ്റ് ആണ് നമ്മൾക്ക് എന്തും കേട്ട് നിൽക്കാനുള്ള ഒരു കഴിവ്, വിതൗട്ട് ലൂസിങ് യുവർ ടെമ്പർ ആൻഡ് യുവർ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞത് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഈസ്റ്റേൺ ഫിലോസഫേഴ്സിന്റെയും വെസ്റ്റേൺ ഫിലോസഫേഴ്സിന്റെയും ഡിസ്കസ് ചെയ്തു. നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് സയൻസ് ഓഫ് ട്രെയിനിങ് മാൻ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് സ്പാൻ. അതാണ് ആൻഡ്രഗോഗി എന്ന് മനസ്സിലാക്കുക. ഇനി എഡ്യൂക്കേഷൻ ഒരു പ്രോസസ്സായി നമ്മൾ പറയുകയാണെങ്കിൽ പല കാഴ്ചപ്പാടുകളുണ്ട് എഡ്യൂക്കേഷനിസ്റ്റുകൾക്ക്. ബൈപോളാർ ആണെന്ന് പറയുന്നു, അത് ട്രൈപോളാർ എന്നാണ്, അല്ലെങ്കിൽ മൾട്ടിപോളാർ പ്രോസസ് ആണ്, അതൊന്നും അല്ല ലൈഫ് ലോങ് പ്രോസസ് ആണെന്ന് എഡ്യൂക്കേഷനിസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ജസ്റ്റിഫൈസ് ദ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷൻ? സൊസൈറ്റിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ട്രൈപോളാർ പ്രോസസ്. അതായത് സൊസൈറ്റി, എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷന്റെ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് പറയുന്നത് ട്രൈപോളാർ പ്രോസസ് ആണ്. ദ സെൽഫ് ലേണിംഗ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എസെൻഷ്യലി എ ബൈ പ്രോഡക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ. അതായത് സെൽഫ് ലേണിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന വിപ്ലവകരമായ മാറ്റം വന്നത് ഏത് ഒരു പ്രോസസ് ഓഫ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ് എന്ന് ചോദിച്ചാൽ മൾട്ടിപോളാർ പ്രോസസ്. അതായത് ബൈപോളാർ പ്രോസസ് എന്താണെന്ന് അറിയാം, ടീച്ചറും സ്റ്റുഡന്റും മാത്രമുള്ള ഒരു സംഭവമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് ബൈപോളാർ പ്രോസസ്. ട്രൈപോളാർ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കാര്യങ്ങൾ, ടീച്ചറും സ്റ്റുഡന്റും അവരായിരിക്കുന്ന എൻവയോൺമെന്റും കൂടി ഉള്ളതാണെന്ന് പറയുന്നതാണ് ട്രൈപോളാർ പ്രോസസ്. പക്ഷെ ഇതൊന്നും അല്ലാതെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും ഇന്റർനെറ്റ് ഫെസിലിറ്റീസും ഒക്കെ വന്നപ്പോഴേക്കും എപ്പോഴും ആർക്കും എവിടെ നിന്നും എങ്ങനെയും പഠിക്കാം എന്നുള്ളൊരു സാഹചര്യം വരികയും അപ്പോൾ സെൽഫ് ലേണിംഗ് ഒരു കൂടുതൽ പ്രിവലന്റ് ആവുകയും ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നതാണ് മൾട്ടിപോളാർ പ്രോസസ്. പക്ഷെ ഇപ്പൊ പറയുന്നത് ഇതൊന്നുമല്ല, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണെന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ പലത് എയിം ഉണ്ട്. ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചോയ്സ് ഒക്കെ കണ്ടില്ലേ, ഇൻഡിവിജ്വൽ എയിം ഉണ്ട്, സോഷ്യൽ എയിം ഉണ്ട്, വൊക്കേഷണൽ എയിം ഉണ്ട്, മോറൽ എയിം ഉണ്ട്, അങ്ങനെ കുറെ എയിംസ് ഉണ്ട്. അപ്പൊ അതിലൊരു വ്യക്തിക്ക് ഡിസ്റ്റിങ്ക്ട് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് അലൗ ചെയ്യുന്ന ഏത് എയിം ഓഫ് എഡ്യൂക്കേഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഡിസ്റ്റിങ്ക്ട് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇൻഡിവിജ്വൽ എയിം ആണ് അതിന്റെ ഉത്തരം. ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ അച്ചീവിംഗ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ വാസ് സ്റ്റേറ്റഡ് ബൈ. അതായത് എഡ്യൂക്കേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നാഷണൽ ഇന്റഗ്രേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞത് എന്താണെന്ന് ക്വസ്റ്റ്യൻ കോത്താരി കമ്മീഷൻ ആണ് പറഞ്ഞത്. അപ്പൊ പല കമ്മിറ്റീസ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പഠിക്കും എന്നുള്ളത് പോരാതെ ഇത് കുറച്ച് പ്രധാനപ്പെട്ട കമ്മിറ്റീസ് എഴുതിയിരിക്കുകയാണ്. ഓവർസീസ് സ്കോളർഷിപ്പ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട്, 1946 ഡോക്ടർ BC റോയ് ആണ് അതിന്റെ ചെയർമാൻ. പിന്നെ കമ്മിറ്റി ഓൺ സെക്കൻഡറി എഡ്യൂക്കേഷൻ 1948 അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ താരാചന്ദ്. പിന്നെ കമ്മിറ്റി ഓൺ ദ വേസ് ആൻഡ് മീൻസ് ഓഫ് ഫിനാൻസിങ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ 1948 അണ്ടർ ദ ചെയർ ഓഫ് ശ്രീ BG ഘർ. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948 അണ്ടർ ഡോക്ടർ S രാധാകൃഷ്ണൻ. കോത്താരി കമ്മീഷൻ 1964-66 അണ്ടർ PS കോത്താരി. ഹൈപ്പവർ കമ്മിറ്റി 1990 അതിന്റെ ചെയർമാൻഷിപ്പ് ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്, സരോജിനി വരദപ്പൻ. ഹൈപ്പവർ കമ്മിറ്റി 1990 സരോജിനി വരദപ്പൻ. കേപ്പ് കമ്മിറ്റി ഓൺ ജ്ഞാനം കമ്മിറ്റി 1992 ഡോക്ടർ സുധീർ റോയ്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോക്കി വെക്കാനുള്ളത്. ഇനി ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്നൊരു ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. ജനറൽ സ്പെസിഫിക് എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. ഇനി ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. ഫോർമൽ ഏജൻസീസ്, ഇൻഫോർമൽ ഏജൻസീസ്, ആക്റ്റീവ് ഏജൻസീസ്, പാസീവ് ഏജൻസീസ്. ഈ ഫോർമൽ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് കൃത്യമായിട്ട് ഉള്ള റൂൾസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. അതാണ് ഇപ്പൊ സ്കൂൾസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഫോർമൽ ഏജൻസീസ് ആണ്. അതേസമയം ഇൻഫോർമൽ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമൽ ആയിട്ടുള്ള നൂറ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സിറ്റുവേഷൻസ്. അപ്പൊ അതായത് ഫാമിലി, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് ഇത് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ പറയുന്നു ആക്റ്റീവ് ഏജൻസീസ് ആൻഡ് പാസീവ് ഏജൻസീസ് എന്ന് പറയുന്നു. അപ്പോ ഇതില് എന്താണ്, ഹോം ഫാമിലി പ്ലേ ഗ്രൂപ്പ് ഒക്കെ ഇൻഫോർമൽ ഏജൻസീസിൽ വന്നു കഴിഞ്ഞു. ആക്റ്റീവ് ഏജൻസീസ് എന്ന് പറഞ്ഞാൽ ടു വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് നടക്കുന്ന എല്ലാത്തിനെയും ആക്റ്റീവ് ഏജൻസീസ് എന്ന് പറയാം. അപ്പൊ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതെല്ലാം വരും. ഫാമിലി വരും, സ്കൂള് വരും, റിലീജിയസ് ഓർഗനൈസേഷൻ വരും, എല്ലാം വരും. അതായത് ടു വേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന എല്ലാ ഏജൻസീസും. പാസീവ് ഏജൻസീസ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഓഫ് ഫോർ ഇന്ററാക്ഷൻ വൈൽ ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ ലാക്ക് ചെയ്യുന്നു. അതായത് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു, പക്ഷെ ആ ഒരു എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഉള്ള സാധ്യത ഇല്ലാത്ത ഒരു ഏജൻസി. അതായത് ഇപ്പോ എന്താണ്, നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെലിവിഷൻ, ന്യൂസ് പേപ്പർ ഒക്കെ, വിവരങ്ങളൊക്കെ നമുക്ക് അതെന്ന് അറിയാം, പക്ഷെ നമുക്ക് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതാണ് പാസീവ് ഏജൻസീസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഫോർമൽ ഏജൻസി ഓഫ് എഡ്യൂക്കേഷൻ, അതിനൊരു ഉത്തരം എന്താണ്? ഇൻഫോർമൽ ഏജൻസി ഫാമിലി കമ്മ്യൂണിറ്റി പറയാം. ടെലി ലെക്ചറിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എഡ്യൂക്കേഷന്റെ ട്രെൻഡ്സ് അല്ലെങ്കിൽ എന്താണ്, എവല്യൂഷൻ ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ നോക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലീറ്റ്നർ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് ആദ്യമായിട്ട് ഒരു നഴ്സിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവിടുത്തെ വിദ്യാർത്ഥിനിയായിരുന്നു. എന്ന് വെച്ചാൽ ഞാനത് ആ പോയിന്റ് കൃത്യമായി പറയാൻ കാരണം, നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ സെന്റ് തോമസ് എന്നുള്ള ആൻസറിലേക്ക് ചാടി പോകരുത് എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. തിയോഡോർ ഫ്ലീറ്റ്നർ എന്ന് പറയുന്ന പുള്ളിയാണ് ആദ്യത്തെ നഴ്സിംഗ് സ്കൂൾ ഓപ്പൺ ചെയ്തതെന്ന് മനസ്സിലാക്കുക. 1862 ഫ്ലോറൻസ് നൈറ്റിംഗേൽ സെന്റ് തോമസ് ഹോസ്പിറ്റൽ ലണ്ടൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. പിന്നെന്താണ്, അമേരിക്കയിലെ ആദ്യത്തെ ട്രെയിൻഡ് നഴ്സ് നമുക്കറിയാം ലിൻഡ റിച്ചാർഡ്സ് ആണ്. അത് 1874 ആണ്. ഡേറ്റ് വലിയ ഇമ്പോർട്ടന്റ് അല്ല, പഠിക്കണമെന്നില്ല, പക്ഷെ പഠിക്കേണ്ട ഒരു ഡേറ്റ് ഉണ്ട്, 1923. 1923യുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് സ്റ്റഡി ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ അതിനെ കുറിച്ചൊരു കമ്മിറ്റി എന്താണ്, ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തു, ഒരു സ്റ്റഡി റിപ്പോർട്ട് റിലീസ് ചെയ്തു. അതിന്റെ പേരാണ് ഗോൾഡ് മാർക്ക് റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. USA ആണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടൊരു സ്റ്റഡി ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട്, അതിന്റെ പേരാണ് ഗോൾഡ് മാർക്ക് റിപ്പോർട്ട്, 1923, പബ്ലിഷ്ഡ് ഇൻ USA. അത് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ്, ഒരു വേൾഡ് വൈഡ് എവല്യൂഷനിൽ പഠിച്ചാൽ മതി. അതേസമയം ഇവല്യൂഷൻ ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യമായിട്ട് ഇപ്പം എന്താണ്, ആ ഒരു ബ്രിട്ടീഷ് കോളനൈസേഷന്റെ ഒക്കെ ഫലമായിട്ടാവാം മദ്രാസ് എന്ന് പറയുന്നത് നഴ്സിംഗിന്റെ ഒരു ഹബ്ബായിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ 1871 സ്കൂൾ ഓഫ് നഴ്സിംഗ് ആദ്യമായിട്ട് ജനറൽ ഹോസ്പിറ്റൽ മദ്രാസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1908 TNAI എസ്റ്റാബ്ലിഷ് ചെയ്തത് പഠിക്കുക. പിന്നെ 1926 ആദ്യമായിട്ട് നഴ്സസിന് ഒരു രജിസ്ട്രേഷൻ ആക്ട് പാസ് ചെയ്തതും മദ്രാസിലാണ്. 1935 മദ്രാസിലും ബോംബെയിലും നഴ്സിംഗ് കൗൺസിൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെന്താണ്, 1942 ANM പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർത്ത് വെക്കുക. 1947 INC ആക്ട് പാസ് ചെയ്യുകയും 1949 INC എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. 1947 INC ആക്ട് പാസ് ചെയ്തു, 1949 INC എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. In India, the first MSc nursing program was started in RK College in the year.
1959 ആണ് ഉത്തരം. ഒരിക്കലും മറക്കരുത്. 1959 MSc നഴ്സിംഗ് പ്രോഗ്രാം ഒരിക്കലും മറക്കരുതെന്ന് ഞാൻ പറയാൻ കാരണം ഇതൊരു വലിയൊരു പൊൻതൂവലൊന്നും അല്ലെങ്കിൽ പോലും ഇതൊരു 12 പ്രാവശ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഓരോ പരീക്ഷയ്ക്കായിട്ട്. അപ്പൊ അതുകൊണ്ട് ഒരു നമുക്ക് കിട്ടിയാലോ എന്നുള്ള സാധ്യത കൊണ്ടാണ് ഒരിക്കലും മറക്കരുതെന്ന് പറഞ്ഞത്. ആദ്യമായിട്ട് MSc നഴ്സിംഗ് പ്രോഗ്രാം രാജ്കുമാരി അമൃത് കൗർ കോളേജ് ഓഫ് നഴ്സിംഗിൽ സ്റ്റാർട്ട് ചെയ്തത് 1959 പഠിച്ചു വെക്കുക. പിന്നെ ഉള്ളത് 1985 ഇഗ്നോ സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർക്കുക. 1987 MSc നഴ്സിംഗ് പ്രോഗ്രാം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും മതി. 1959 TNA ഫോം ചെയ്ത ഇയർ അറിയാം, 1908 ആണ്. ICN എസ്റ്റാബ്ലിഷ് ചെയ്ത സമയം അറിയാം, 1899. 1899 ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ നമ്മൾ ബേസിസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് ഫിലോസഫി. ഫിലോസഫി എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രീക്ക് വേർഡ്സ്, ഫിലോസ് എന്നും സോഫിയ എന്നും പറഞ്ഞ രണ്ട് വാക്ക്. ഫിലോസ് എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് എന്നാണ്, സോഫിയ എന്ന് പറഞ്ഞാൽ വിസ്ഡം. ഫിലോസ് മീൻസ് ലവ് ഓഫ് ആൻഡ് സോഫിയ മീൻസ് വിസ്ഡം. Philosophy is defined as science of knowledge, science of facts, review of universal things, critical review of science. Philosophy is science of knowledge. Which of the following is not a conventional philosophy? Idealism, naturalism, pragmatism, existentialism. ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം ഒരുമിച്ച് ഓർക്കുക. അപ്പൊ എക്സിസ്റ്റൻഷ്യലിസം ആണ് കൺവെൻഷണൽ ഫിലോസഫി അല്ലാത്തത്. The concept of educating the human generation about and in nature rather than artificial environment by keeping in mind the individuality of each child is based on. അതായത് ഓരോ കുഞ്ഞിനെയും അതിന്റെ ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റിൽ കൊണ്ടുവച്ച് പഠിപ്പിക്കാതെ അവനായിരിക്കുന്ന ആ ഒരു പ്രകൃതിയിൽ വെച്ച് പഠിപ്പിക്കുന്നത് അത് ഏത് കോൺസെപ്റ്റ് ആണെന്ന് ചോദ്യം. ഉത്തരം നാച്ചുറലിസം. Which of the following philosophy recommends well-planned classroom for teaching learning activity? ഒരു വെൽ പ്ലാൻഡ്, അതായത് ടീച്ചറിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഓണറബിൾ പൊസിഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ടീച്ചറിന്റെ വാക്കെന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു അവസാന വാക്കായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു. ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് സിനാരിയോ ഉണ്ട്. ഇതെല്ലാം ഐഡിയലിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഒരു വെൽ പ്ലാൻഡ് ക്ലാസ് റൂം ഫോർ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തണം, ഐഡിയലിസം. നാച്ചുറലിസം ഫിലോസഫി എംഫസൈസസ്. നാച്ചുറലിസത്തിന്റെ ഫിലോസഫി എന്താണ് പറയുന്നത്? റിജിഡ് ഡിസിപ്ലിൻ ടു ചൈൽഡ്, ഫ്രീ ഡിസിപ്ലിൻ ടു ചൈൽഡ് ഇൻ നേച്ചർ, സ്പോണ്ടേനിയസ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ ടു ചൈൽഡ് ഇൻ നേച്ചർ, നോ ഡിസിപ്ലിൻ ടു ചൈൽഡ് ഇൻ നേച്ചർ. നാച്ചുറലിസം പറയുന്നത് ഫ്രീ ഡിസിപ്ലിൻ ആണ്. കുഞ്ഞിനെ അവന്റെ നേച്ചറിലേക്ക്, അതായത് ഒരു ഗ്രാൻഡ് ബുക്കായിട്ടാണ് നേച്ചറിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതില് എന്താണ്, മദർ നേച്ചറിലേക്ക് കുട്ടിയെ ഇറക്കി വിടുകയാണ്. ഫ്രീ ഡിസിപ്ലിൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. An existentialist method focuses on individual, group, society, nation. ഈ എക്സിസ്റ്റൻഷ്യലിസം പറയുന്നത് ഓരോ വ്യക്തിയുടെയും നിലനിൽപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സിസ്റ്റൻഷ്യലിസം ഈസ് ഡീലിംഗ് വിത്ത് ദ എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഫോക്കസ് എന്തായിരിക്കും? ഓരോ വ്യക്തിയുമായിരിക്കും, ഇൻഡിവിജ്വൽ ആണ് ഉത്തരം. Reconstructionist educators should emphasize on curriculum that highlights social reforms, ട്രഡീഷണൽ ഫാക്ട്സ്, സയന്റിഫിക് ഫാക്ട്സ്. ഈ റീകൺസ്ട്രക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വ്യവസ്ഥാപിതമായിട്ടുള്ള ചട്ടക്കൂടുകളെല്ലാം പൊളിച്ചു മാറ്റണം എന്ന് പറയുന്ന എഡ്യൂക്കേഷനിസ്റ്റുകളാണ് റീകൺസ്ട്രക്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ എംഫസിസ് എന്തായിരിക്കും? സോഷ്യൽ റിഫോംസിലായിരിക്കും. Dash believe that education should focus on all child rather than content or teacher. ടീച്ചറിലോ കണ്ടന്റിലോ ഒന്നുമല്ല, ഫോക്കസ് പൂർണ്ണമായും കുട്ടിയിലായിരിക്കണം എന്ന് പറയുന്നത് ആരാണ്? റീകൺസ്ട്രക്ഷനിസ്റ്റ്, എക്സിസ്റ്റൻഷ്യലിസ്റ്റ്, പ്രോഗ്രസിവിസ്റ്റ്, നാച്ചുറലിസ്റ്റ്. പ്രോഗ്രസിവിസ്റ്റുകളാണ് ഇങ്ങനെ പറയുന്നത്. കുട്ടിയായിരിക്കണം ആ ഒരു ബേസ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ആൾക്കാരാണ്. യങ്ങസ്റ്റ് ഫിലോസഫി, അതായത് ഏറ്റവും അവസാനം വന്ന ഫിലോസഫി ഏതാണെന്നാണ് ചോദ്യം. എക്സിസ്റ്റൻഷ്യലിസം ആണ് യങ്ങസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പൊ എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്നത്, അപ്പൊ ഇത് ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയൊരു ഇൻജസ്റ്റിസ് ആണ്. അതായത് മിനിമം 4 മണിക്കൂർ കൊണ്ട് മിനിമം 4 മണിക്കൂർ കൊണ്ടാണ് ഫിലോസഫിയെ കുറിച്ച് പറയേണ്ടത്. പക്ഷെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട
ക്വസ്റ്റ്യൻസിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. അപ്പൊ അതിൽ ഒന്നും ടച്ച് ചെയ്യാതെ പോയത് എനിക്ക് തോന്നുന്നു പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റലിസം അല്ലെങ്കിൽ ഫങ്ഷണലിസം എന്ന് പറയുന്നു. പ്രാഗ്മാറ്റിസം ഈ ഒരു ഐഡിയലിസത്തിന്റെയും നാച്ചുറലിസത്തിന്റെയും, ഐഡിയലിസം എന്താണോ പറയുന്നത് അതിനെ ഫുള്ളായിട്ട് ഒപ്പോസ് ചെയ്യുന്നതാണ് നാച്ചുറലിസം. ഐഡിയലിസം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇന്നർ സെൽഫിന് വേണ്ടി നമ്മൾ ജീവിക്കണം, നമ്മുടെ മെറ്റീരിയൽ വേൾഡ് ഒന്നും അല്ല, നമ്മൾ പരലോകത്തുള്ള ജീവിതത്തിന് വേണ്ടി ഇവിടെ ഇങ്ങനെ പുണ്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കണം, അറിവ് വർദ്ധിപ്പിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സെൽഫ് റിയലൈസേഷൻ നടത്തണം, ഇങ്ങനെയൊക്കെ പറയുന്ന ഐഡിയലിസത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നാച്ചുറലിസം. എന്താണ് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ്? മാൻ ഈസ് ആൻ ആനിമൽ. എന്താണ് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ്? അത് തുറന്നങ്ങ് കാണിക്കുക. നമ്മുടെ ഒരു ഫീലിങ്സും സപ്രസ് ചെയ്ത് വെക്കരുത്. നമ്മൾ മദർ നേച്ചറിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചറിഞ്ഞ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് വരണം എന്ന് പറയുന്നതാണ് നാച്ചുറലിസം. ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംസ് ആണ്. അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു മിഡിൽ പാർട്ട് സ്വീകരിക്കുന്ന ഒരു ഫിലോസഫിയാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. പ്രാഗ്മാറ്റിസത്തിന് ഇൻസ്ട്രുമെന്റലിസം അല്ലെങ്കിൽ ഫങ്ഷണലിസം എന്നും പറയുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പിന്നെ ഉള്ളത് പ്രാഗ്മാറ്റിസത്തിന്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് ഒരു ബ്രോഡ് ഫീൽഡ് കരിക്കുലം. ബ്രോഡ് ഫീൽഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കരിക്കുലം എന്ന് മാത്രം ഓർത്ത് വെക്കുക. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു. ഹ്യൂമനിസ്റ്റിക് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നതാണ് യങ്ങസ്റ്റ് ഫിലോസഫി. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എക്ലക്റ്റിസം എന്താണ്. എക്ലക്റ്റിസം എന്ന് പറഞ്ഞാൽ എല്ലാ ഫിലോസഫിക്ക് നല്ല വശങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വശങ്ങളും ഉണ്ടാവും. എല്ലാ ഫിലോസഫിയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ എടുത്തു വെച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫിലോസഫിയാണ് എക്ലക്റ്റിസം എന്ന് പറയുന്നത്. അപ്പൊ നഴ്സിംഗിന്റെ ഫിലോസഫി എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വന്നാല് എക്ലക്റ്റിസം എന്ന ഇപ്പൊ ഉത്തരത്തിൽ ചോയ്സ് എക്ലക്റ്റിസം ആണ് കിടക്കുന്നതെങ്കിൽ അത് ചൂസ് ചെയ്യണം. പക്ഷെ ചില ക്വസ്റ്റ്യനുകളിലൊക്കെ എന്താണ് ക്രിസ്ത്യൻ ഫിലോസഫി എന്ന് കാണുന്നുണ്ട്. അതായത് സെയിന്റ് ഫ്രാൻസിസ് അസീസിയുടെ കാര്യങ്ങൾ, ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ സംഭവങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു കോളിംഗ് എന്നുള്ള രീതിയിലൊക്കെയാണ് നഴ്സിംഗിനെ കുറിച്ച് ഡിവൈൻ ആക്കിക്കൊണ്ട് എന്താണ് ഒരു ഏഞ്ചലിക് അപ്പിയറൻസ് ഒക്കെ തന്നുകൊണ്ടാണ് ഈ നഴ്സിംഗിനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ചില ക്വസ്റ്റ്യൻസിലെ ആൻസർ ക്രിസ്ത്യൻ ഫിലോസഫി എന്നും കാണുന്നുണ്ട്. അപ്പൊ അത് ചോയ്സ് നോക്കി സെലക്ട് ചെയ്യുക. അപ്പൊ എക്ലക്റ്റിസം എന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നെ തീസ്റ്റിക് റിയലിസം അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലിസം എന്നൊക്കെ പറഞ്ഞൊരു ഫിലോസഫി ഉണ്ട്. വേറെ പ്രത്യേകിച്ച് പിന്നെ ഫിലോസഫി ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റി കൂട്ടായിട്ടിരുന്ന് എന്താണ് തീരുമാനിക്കുന്നത്. അതായത് എന്താണ് നഴ്സിംഗ്, എന്താണ് ഹെൽത്ത്, എന്താണ് ഡിസീസ്, എന്താണ് നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ, എഡ്യൂക്കേഷൻ, ലേണർ, സൊസൈറ്റി, പേഷ്യന്റ്, നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഫോർ നഴ്സസ്, ഇതിനെക്കുറിച്ചൊക്കെ ഇവരുടെ അഭിപ്രായം വി ദ ഫാക്കൽറ്റി ബിലീവ് എന്നും പറഞ്ഞ് എഴുതി തുടങ്ങുന്നതാണ് ഈ എന്താണ് ഫിലോസഫി ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ അതെന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നഴ്സിംഗ് എഡ്യൂക്കേഷന്റെ ഫിലോസഫിയെ സ്വാധീനിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ഫാക്കൽറ്റി മെമ്പേഴ്സ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന നഴ്സിംഗ് കോളേജിലെ ഫാക്കൽറ്റി ആണെങ്കിൽ നമ്മുടെ ഫിലോസഫി അതിനനുസരിച്ച് മാറിയിരിക്കും. അതേസമയം നമ്മൾ വളരെ ഒരു കോർപ്പറേറ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന നഴ്സിംഗ് കോളേജിലെ ഫാക്കൽറ്റി ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ബിലീഫ് ചേഞ്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഫിലോസഫി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ദ ഫാക്കൽറ്റി മെമ്പേഴ്സ് റിഗാർഡിംഗ് ഗോഡ്, മാൻ, ലൈഫ്, ഹെൽത്ത്, ഡിസീസ്, നഴ്സിംഗ്. അതേപോലെ ഫിലോസഫി ആൻഡ് വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ദ എൻവയോൺമെന്റ് വേർ ദ എഡ്യൂക്കേഷൻ ടേക്സ് പ്ലേസ്, ദ സ്റ്റുഡന്റ് ആൻഡ് ദ ലൈഫ് ആക്ടിവിറ്റീസ്, ഹെൽത്ത് നീഡ്സ് ഓഫ് ദ സൊസൈറ്റി, ദ കൾച്ചർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പീപ്പിൾ, development of nursing, medicine and allied fields, philosophy of nursing service administration, goals and objectives of healthcare delivery system, disease pattern, health awareness and health facilities available resources in terms of man, money and materials. ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഫിലോസഫി ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷനെ ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ആദ്യത്തെ 2 യൂണിറ്റ്സ് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്
statement of those desired changes in behavior as a result of specific teaching learning activity or specific teacher learner activities. ഇതാണ് പ്യുവർ ആയിട്ട് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ട്വിസ്റ്റ് അവിടെയല്ല, എന്താണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിന് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നും പറയാറുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ദോസ് ഡിസൈഡ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് സ്പെസിഫിക് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി ഓർ സ്പെസിഫിക് ടീച്ചർ ലേണർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് അഥവാ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ജനറൽ ഒബ്ജക്റ്റീവ്സ്, ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റീവ്സ്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ഇങ്ങനെ നമുക്ക് പറയാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ജനറൽ ഒബ്ജക്റ്റീവ്സ്, ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. വേറൊരു ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ പറയുന്നു: സെൻട്രൽ ഒബ്ജക്റ്റീവ്സ്, കോൺട്രിബ്യൂട്ടറി ഒബ്ജക്റ്റീവ്സ്, ഇൻഡയറക്റ്റ് ഓർ കൺകോമിറ്റന്റ് ഒബ്ജക്റ്റീവ്സ്. സെൻട്രൽ ഒബ്ജക്റ്റീവ്, കോൺട്രിബ്യൂട്ടറി ഒബ്ജക്റ്റീവ്, ഇൻഡയറക്റ്റ് ഓർ കൺകോമിറ്റന്റ് ഒബ്ജക്റ്റീവ്സ്. ബ്ലൂംസ് ടാക്സോണമി. ബ്ലൂംസ് ടാക്സോണമി ഇസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് വിത്തിൻ എഡ്യൂക്കേഷൻ. ഈ അതായത് എഡ്യൂക്കേഷന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. ഇപ്പൊ പുള്ളി ഒരു ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഗോൾസ് എന്നും പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ 3 ഡൊമൈൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു: കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. കോഗ്നിറ്റീവ് ഡൊമൈനിൽ എന്ന് പറഞ്ഞാൽ 6 ലെവൽസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും ഞാൻ എന്താണ് ഇരിക്കും അത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, കാരണം അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കോഗ്നിറ്റീവ് ഡൊമൈനിൽ എത്ര ലെവൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതുകൊണ്ടാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ കൺസിസ്റ്റ് ഓഫ് 6 ലെവൽസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്: നോളജ്, comprehension, application, analysis, synthesis and evaluation. Knowledge, comprehension, application, analysis, synthesis, evaluation. Knowledge, comprehension, application, analysis, synthesis, evaluation. ഞാൻ കേസ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആദ്യത്തെ വാക്കുകളെല്ലാം കൂടെ ചേർത്ത് ഒരു അബ്രീവിയേഷൻ വെച്ചിട്ടാണ് പഠിക്കുക. നിങ്ങളും അതുപോലെ എന്തെങ്കിലും ഒക്കെ ഓർത്ത് വെക്കുക, കാരണം ഈ ഒരു കറക്റ്റ് സീക്വൻസ് പോലും ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിട്ടുണ്ട്. അതായത് നോളജ്, ആപ്ലിക്കേഷൻ, അനാലിസിസ്, കോംപ്രിഹെൻഷൻ, സിന്തസിസ്, ഇവാലുവേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് തിരിച്ചു മറിച്ചു വിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക: നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. കോഗ്നിറ്റീവ് ഡൊമൈൻ. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ എബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ നമ്മുടെ മെന്റൽ എബിലിറ്റീസും സ്കിൽസുമാണ്. അതിലെന്ന് പറഞ്ഞാൽ 6 ഹൈറാർക്കിയൽ ലെവൽസ് ഉണ്ടെന്ന് പറയുന്നു. നോളജ് ആണ് ലോവസ്റ്റ് ലെവൽ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു ഐഡന്റിഫൈ, റിലേറ്റ് എന്നൊക്കെയാണ് അതിന്റെ ആക്ഷൻ വേർബ്സ് വരിക. കോംപ്രിഹെൻഷൻ. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബേസിക് ലെവൽ അല്ലെങ്കിൽ ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്ന നോളജ് ആവുമ്പോൾ രണ്ടാമത്തെ ലെവല് കോംപ്രിഹെൻഷൻ ആണ്. അങ്ങനെ ആ ഒരു കോംപ്രിഹെൻഷൻ ലെവലിലേക്ക് വരുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്ന് തുടങ്ങുന്നു. അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. അപ്പൊ ഇറ്റ് ഈസ് എൻ എബിലിറ്റി ടു ഗ്രാസ്പ് ഓർ കൺസ്ട്രക്ട് ദ മീനിങ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇല്ലസ്ട്രേറ്റ്, ഡിസ്ക്രൈബ് ഒക്കെയാണ് അതിൽ ആക്ഷൻ വേർബ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തത് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പഠിച്ച സാധനം എവിടെയെങ്കിലും എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്നതിനെയാണ് ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത്. അതൊരു കോൺക്രീറ്റ് സിറ്റുവേഷൻ ആണ്. അതിൽ നമ്മൾ റിലേറ്റ് പറയാം, ട്രാൻസ്ലേറ്റ് പറയാം, ഓപ്പറേറ്റ് പറയാം, ഡെമോൺസ്ട്രേറ്റ് ഒക്കെ നമുക്ക് പറയാം. പിന്നെയുള്ളത് അനാലിസിസ് ആണ്. ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ഉടനെ അനാലിസിസ് ആണ്. അതായത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കമ്പോണന്റ് പാർട്സ് ആയിട്ട് മാറ്റുന്നു. അതിനെയാണ് അനാലിസിസ് ലെവൽ എന്ന് പറയുന്നത്. കമ്പയർ, എൻക്വയർ, എക്സാമിൻ, കാറ്റഗറൈസ് ഒക്കെയാണ് അതിൽ ആക്ഷൻ വേർബ്സ് വരിക. സിന്തസിസ്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ പുട്ടിംഗ് പാർട്സ് ടുഗദർ ഇൻടു എ ന്യൂ ഹോൾ, ഒരു പുതിയൊരു ഹോളിലേക്ക് പാർട്സിനെ കൊണ്ടുവരുന്നതാണ് സിന്തസിസ് എന്ന് പറയുന്നത്. സിന്തസിസിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ കമ്പോസ്, അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ്. ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ജഡ്ജ് ദ വാല്യൂ ഓഫ് ദ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന്റെ വാല്യൂ ജഡ്ജ് ചെയ്യാൻ പറ്റാനുള്ള എബിലിറ്റിയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇവാലുവേഷനിൽ എസ്റ്റിമേറ്റ്, ചൂസ് ഒക്കെ വരുന്നു. ഇനി അടുത്തത് കോഗ്നിറ്റീവ് ഡൊമൈൻ കഴിഞ്ഞ് അഫക്റ്റീവ് ഡൊമൈൻ ആണ്. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർമോസ്റ്റ് ഫീലിങ്സ്, ബിഹേവിയർ, എന്താണ് ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് അതിൽ വരിക. അപ്പൊ അതിലെന്ന് പറഞ്ഞാല് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റേണലൈസേഷൻ ആണ് അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ലെവൽസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് എംക്യൂന്, ഇത് പല എഡ്യൂക്കേഷനിസ്റ്റും ഈ ഡൊമൈൻസിനെല്ലാം പല ഡെഫിനിഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് ഫ്രാൻസിസ് ക്വിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് റിസീവിംഗ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ്. റിസീവിംഗ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ്. റീവോക്ക് എന്നാണ് ഞാൻ പഠിക്കുക.
അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ പഠിക്കുക. റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. റിസീവിംഗ് എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് ഔട്ട്കം ആണ്. അതായത് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഒക്കെയാണ്, ആസ്ക്സ്, ചൂസസ് ഒക്കെ വരുന്നു. റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ലേണർ അറ്റൻഡ്സ് ആൻഡ് റിയാക്ട് ടു പെർട്ടിക്കുലർ ഫിനോമിനൻ. അത് മനസ്സിലാക്കിയതിനു ശേഷം അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നു, അതാണ്. അതായത് ഒരു വില്ലിങ്നെസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഇൻ റെസ്പോണ്ടിങ് ഒക്കെയാണ് അതിൽ വരുന്നത്. അതായത് നമ്മൾ ക്ലാസ് റൂം ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ലാബ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് പറയാം. പിന്നെ ഉള്ളത് വാല്യൂയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ആ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നു എന്നുള്ളതാണ്. അപ്രീഷിയേറ്റ്സ് എ ഗുഡ് ലെക്ചർ, നല്ലൊരു ക്ലാസ് കൊള്ളാം എന്ന് പറയുന്നു, അതൊരു എന്താണ്, വാല്യൂയിങ് ആണ്. ഡെമോൺസ്ട്രേറ്റ്, എക്സ്പ്ലെയിൻസ് ഒക്കെ വരുന്നു. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസിങ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്ച്വലൈസേഷൻ ഓഫ് ദ വാല്യൂ എന്ന് പറയാം. അതായത് അതിൽ നമ്മൾ പറയുന്ന ഓൾട്ടേഴ്സ്, ഫോർമുലേറ്റ്സ് ഒക്കെയാണ്. ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂ സിസ്റ്റം നമ്മളിലേക്ക് അങ്ങ് ഉൾച്ചേർന്നു, അതായത് ഇന്റേണലൈസ്ഡ് വാല്യൂ സിസ്റ്റം ആയിട്ട് അങ്ങ് മാറി, എന്നിട്ട് നമ്മുടെ ഒരു ഫിലോസഫി ഓഫ് ലൈഫായിട്ട് അതങ്ങ് മാറി. അതിനെയാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിസ്ക്രിമിനേറ്റ്സ്, ഡിസ്പ്ലേസ് ഒക്കെയാണ് വരുന്നത്. മൂന്നാമത്തേത് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് ബോഡി ആൻഡ് സ്കിൽ, ഒരു സ്കിൽ ഡെവലപ്മെന്റിനെയാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാല് പെർസെപ്ഷൻ, ഇതിൽ കുറച്ചധികം, അതായത് ഒരു 7 എന്താണ് പാർട്സ് ആയിട്ട് പറയുന്നുണ്ട്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെന്റൽ ഇമ്പൾസസ്, അതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നത് സെറ്റ് എന്ന് പറയുന്ന ഒരു ഡിവിഷനാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ റെഡിനെസ് ടു ആക്ട്, നമ്മളത് പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അത് ചെയ്യാൻ തയ്യാറായി. ഇപ്പോൾ ഒരു പ്രൊസീജിയർ ആണെങ്കിൽ പോലും നമ്മൾ അതിന് മാനസികമായി തയ്യാറാവുന്നു, അതിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. ഓൾ സെറ്റ് എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ. പിന്നെ ഉള്ളത് ഗൈഡഡ് റെസ്പോൺസ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറിന്റെ മേൽനോട്ടത്തിന് കീഴിലാണ് അത് ചെയ്യുന്നത്. അതായത് ഏർലി സ്റ്റേജസ് ഓഫ് സ്കിൽ അക്വിസിഷൻ എന്ന് പറയാം ഈ ഗൈഡഡ് റെസ്പോൺസിനെ. ഇൻ ദ വിസിനിറ്റി ഓഫ് ടീച്ചർ, അതാണ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ആ പെർഫോമൻസ് അങ്ങ് ഹാബിച്വലായി മാറുന്നു, നമ്മുടെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറുന്നു. അപ്പൊ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഹെർക്കൂലിയൻ ടാസ്ക് പോലെ ഒന്നും തോന്നൂല, ഒരു അനായാസത നമ്മുടെ ചലനങ്ങളിലൊക്കെ ഫീൽ ചെയ്യും. ആ ഒരു മൂവ്മെന്റിനെയാണ് മെക്കാനിസം എന്ന് പറയുന്നത്. മെക്കാനിസം പെർഫോംസ് എന്നുള്ളത് തന്നെ വരാം. പിന്നെ ഉള്ളത് കോംപ്ലക്സ് ഒവേർട്ട് റെസ്പോൺസ്, അതാണ് സ്കിൽഡ് പെർഫോമൻസ്. അതായത് ഫിസിക്കലോ മെന്റലോ എക്സേർഷൻ ഇല്ലാതെ വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് കോംപ്ലക്സ് ഒവേർട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതിനുശേഷം അഡാപ്റ്റേഷൻ സ്കിൽസ് ഒക്കെ അങ്ങ് ഇന്റേണലൈസ്ഡ് ആയിട്ട് മാറി, അതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഒറിജിനേഷൻ, അതാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടേതായ ഒരു രീതി അങ്ങ് ഫോർമുലേറ്റ് ചെയ്തങ്ങ് എടുക്കും, നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു രീതി, അതിനെയാണ് ഒറിജിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സിന് കുറെ ക്വാളിറ്റീസ് ഉണ്ട്. ദി ഷുഡ് ബി റിലവന്റ്, ഒബ്ജക്റ്റീവ്സ് എപ്പോഴും റിലവന്റ് ആയിരിക്കണം, ഫീസിബിൾ ആൻഡ് അച്ചീവബിൾ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, ഒബ്സർവബിൾ ആയിരിക്കണം, അൺഇക്വോക്കൽ ആയിരിക്കണം, ലോജിക്കലും ആയിരിക്കണം. റിലവന്റ്, ഫീസിബിൾ ആൻഡ് അച്ചീവബിൾ, മെഷറബിൾ, ഒബ്സർവബിൾ, അൺഇക്വോക്കൽ ആൻഡ് ലോജിക്കൽ. Explaining the role of genetic factors in carcinoma pancreas is an example of which domain of learning? Cognitive, affective, psychomotor, all the above. അത് കോഗ്നിറ്റീവ് ആണ്. തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറെ ആസ്പെക്ട്സ്, മെമ്മറൈസേഷൻ, ഇന്റലക്ച്വൽ എബിലിറ്റി, ഇതെല്ലാം കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്നു. Which of the following is not a quality of educational objective? Relevant, measurable, observable, equivocal. Equivocal എന്നുള്ളതാണ് ആൻസർ. ഇക്വിവോക്കൽ എന്ന് പറഞ്ഞാൽ ഒരേപോലെ സൗണ്ട് ചെയ്യുന്നത്, ഒരിക്കലും ഇക്വിവോക്കൽ അല്ല, അൺഇക്വിവോക്കൽ ആയിരിക്കണം. അതായത് നമുക്ക് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് കേൾക്കുമ്പോൾ ഒരേപോലെ സൗണ്ട് ചെയ്യാൻ പാടില്ല. ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടീച്ചർ സെന്റേർഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, സബ്ജക്ട് സെന്റേർഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ലേണർ സെന്റേർഡ് ഉണ്ട്, ബിഹേവിയർ സെന്റേർഡ് ഉണ്ട്. അതിൽ കമ്പണൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ കണ്ടീഷൻ ഓഫ് പെർഫോമൻസ്, സ്റ്റുഡന്റ് ബിഹേവിയർ, പെർഫോമൻസ് ക്രൈറ്റീരിയ, ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സിന്റെ സംഭവങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്, നിർണ്ണയിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതായത് മോട്ടിവേറ്റ്സ് ദ ടീച്ചർ ടു പ്രസന്റ് കണ്ടന്റ് ഇൻ എ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി മാനർ. To determine whether he taught what is intended to teach, എന്താണ് പഠിപ്പിക്കേണ്ടത്, അത് തന്നെയാണ് പഠിപ്പിച്ചതെന്ന് ഈ ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും.
ബെറ്റർ ഇൻസ്ട്രക്ഷൻ അത് നല്ലതാണ്. ജസ്റ്റിഫൈ സിലക്ഷൻ. ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി റിട്ടൺ ഫോർ ഓൾ ഡൊമൈൻസ്. ഇനി സ്ട്രെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. പെർഫോമൻസ് ബേസ്ഡ് ആണ്, മെഷറബിൾ ആയിരിക്കണം, ഒബ്സർവബിൾ ആണ്, ഈസിലി കമ്മ്യൂണിക്കേറ്റഡ് ആണ്, ഫെസിലിറ്റേറ്റ് ഓർഗനൈസേഷൻ, ക്ലാരിഫൈ തിങ്കിങ് ആൻഡ് പ്ലാനിങ്, ടീച്ചർ പ്രൂഫ് ആണ്. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, നമ്മുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഇത്രയും നമ്മൾ മീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ടീച്ചർ പ്രൂഫ് ആണ്, ഹൈലി പ്രിസ്ക്രിപ്റ്റീവ് ആണ്, അതായത് കൂടുതൽ ചിന്തിക്കാനൊന്നും കുട്ടികളെ പ്രേരിപ്പിക്കുന്നില്ല, എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പഠിപ്പിച്ചിട്ട് ടീച്ചർ പോവുകയാണ്. മേക്ക് ക്ലിയർ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. അസസ്മെന്റും ഇവാലുവേഷനും ഒക്കെ കൃത്യമായിട്ട് നടക്കും. സ്പെസിഫൈ ബിഹേവിയേഴ്സ്. വീക്ക്നെസ് ഉണ്ട്, ഹൈലി ഇൻസ്ട്രുമെന്റൽ ആണ്, മേക്ക് ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് പാസീവ്, കവർ ട്രിവിയൽ കോൺക്രീറ്റ് ആൻഡ് ഒബ്സർവബിൾ ആസ്പെക്ട്സ്, ലോ ലെവൽ ട്രെയിനിങ്. ലോ ലെവൽ, ഹൈ ലെവൽ തിങ്കിങ്ങിന് പകരം അവിടെ സംഭവിക്കുന്നത് ലോ ലെവൽ ട്രെയിനിങ് ആണ്. ലീഡ് ടു predictability, ഔട്ട്കം ഡിപ്പെൻഡൻസ്, എംഫസിസ് ഓൺ ബിഹേവിയർ, പാർസൽ ഓഫ് നോളജ്. ഇതൊക്കെയാണ് ഇതിന്റെ വീക്ക്നെസ്. ദിസ് ഇസ് അബൌട്ട് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് പോകാൻ പറ്റുന്നത് കരിക്കുലം, ലേണിംഗ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ കരിക്കുലം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് എക്സാം പേർപ്പസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിലും കരിക്കുലത്തിൽ നിന്ന് നമുക്ക് എക്സാമിന്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കുറവാണെന്നല്ല, ചില സ്പെസിഫിക് ഏരിയാസ് എന്നേ ഉള്ളൂ എന്നുള്ളതാണ്. ദി ടേം കരിക്കുലം ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ക്യൂറിയർ വിച്ച് മീൻസ് റൺ എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. റൺവേ, അതായത് കരിക്കുലത്തെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് എ റൺവേ ഫോർ അറ്റൈനിങ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇറ്റ് ഇസ് എ ബ്ലൂ പ്രിന്റ് ഫോർ ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, ബേസ് ഓഫ് എഡ്യൂക്കേഷൻ ഓൺ വിച്ച് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഈസ് പ്ലാൻഡ് ആൻഡ് ഇംപ്ലിമെന്റഡ്. അതൊരു ബേസ് ആണ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന്റെ. അതിലാണ് നമ്മൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. കരിക്കുലം ഇസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എൻ ആർട്ടിസ്റ്റ് to mold his material according to his ideals in his studio. ഇത് അവരുടെ ഫേമസ് ഡെഫിനിഷൻ ആണ്, കണ്ണിങ്ഹാമിന്റെ ഡെഫിനിഷൻ ആണ്. കണ്ണിങ്ഹാം തന്നിട്ടുള്ള ഡെഫിനിഷൻ ആണ്. ആ ഡെഫിനിഷൻ പ്രകാരം ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചറാണ്, മെറ്റീരിയൽ എന്ന് പറയുന്ന സ്റ്റുഡന്റ് ആണ്, ഐഡിയൽസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്, സ്റ്റുഡിയോ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് മനസ്സിലാക്കുക. The sum total of student activities which the school sponsors for the purpose of achieving objectives എന്ന് കരിക്കുലത്തെ പറഞ്ഞത് ആൽബർട്ടിയാണ്. The sum total of student activities which the school sponsors for the purpose of achieving objectives എന്ന് പറഞ്ഞത് ആൽബർട്ടിയാണെന്ന് മനസ്സിലാക്കുക. Curriculum is a systematic arrangement of sum total of selected experiences planned by a school for a defined group of students to attain the aims of particular educational program എന്ന് പറഞ്ഞത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് മനസ്സിലാക്കുക. നഴ്സിംഗ് കരിക്കുലം എന്ന് പറഞ്ഞാൽ is the learning opportunities, അതായത് സബ്ജക്ട് മാറ്റർ, ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദ ലേണിംഗ് ആക്ടിവിറ്റീസ്, അതായത് clinical experience practices that the faculty plans and implement in various settings for a particular group of students for a specified period of time in order to attain the objectives. Modern concept of curriculum. It encompasses all the meaningful and desirable activities outside the school, provided these are planned, organized and used educationally. അതാണ് മോഡേൺ കോൺസെപ്റ്റ്. അതായത് ഇപ്പം കരിക്കുലം എന്ന് പറയുന്നത് ഒരു റൺവേ ആണെന്നോ ബ്ലൂ പ്രിന്റ് ആണെന്നോ ഒന്നും അല്ല ഇപ്പൊ പറയുന്നത്. അതായത് പഠന കാര്യങ്ങൾ മാത്രമല്ല, ഇറ്റ് എൻകോമ്പസസ് ഓൾ ദ മീനിങ്ഫുൾ ആൻഡ് ഡിസൈറബിൾ ആക്ടിവിറ്റീസ് outside the school, provided these are planned, organized and used educationally. Which of the following is not a model of curriculum? Product model, process model, cultural analysis model, interpersonal model. Interpersonal model ഒരിക്കലും curriculum model അല്ല. Interpersonal model എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിൽഡിഗാർഡ് പിപ്ലോയുടെ മോഡലാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, മെന്റൽ ഹെൽത്തിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മോഡലാണ്. തെറാപ്യൂട്ടിക് നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പിന്റെ ഒക്കെ ബേസ് ആയിട്ട് നമുക്ക് ഇതിനെ പറയാം, ഇന്റർപേഴ്സണൽ മോഡലിനെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോഡൽസ് ഏതൊക്കെയാണ്? പിന്നെ കൾച്ചർ എന്താണ്, കരിക്കുലത്തിന്റെ ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മോഡൽ,
Stenhouse's process model, Lawton's cultural analysis model, Beatty's fourfold model. Behavioral objective അല്ലെങ്കിൽ product model, Stenhouse's process model, Lawton's cultural analysis model, Beatty's fourfold model. അതിൽ behavioral objective അല്ലെങ്കിൽ product model എന്താണ്? റാൽഫ് ടൈലർ ഡിവൈസ് ചെയ്തതാണ്. അദ്ദേഹം പറയുന്നത് ഒബ്ജക്റ്റീവ്സ്, കണ്ടന്റ്, മെത്തേഡ്, ഇവാലുവേഷൻ ഈ ബേസിസിലാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു. ഔട്ട്പുട്ട് മോഡൽ എന്നും ഇതിനെ പറയും. പ്രോഡക്റ്റ് മോഡൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് മോഡൽ അല്ലെങ്കിൽ ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് മോഡൽ. സ്ട്രെസ്ഡ് സ്റ്റേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഇൻ ടേംസ് ഓഫ് സ്റ്റുഡന്റ് ബിഹേവിയർ. സ്റ്റുഡന്റ് ബിഹേവിയർ അനുസരിച്ച് ഒബ്ജക്റ്റീവ്സ് സ്റ്റേറ്റ് ചെയ്യുന്നതിനെ സ്ട്രെസ് ചെയ്യുന്നു. സ്റ്റെൻഹൗസസ് പ്രോസസ് മോഡൽ, ലോറൻസ് സ്റ്റെൻഹൗസ് ആണ് സ്റ്റെൻഹൗസസ് പ്രോസസ് മോഡൽ ഡിവൈസ് ചെയ്തത്. ഇൻപുട്ട് മോഡൽ, അതായത് പ്രോഡക്റ്റ് മോഡൽ ഔട്ട്പുട്ട് മോഡൽ ആവുമ്പോൾ പ്രോസസ് മോഡൽ ഇൻപുട്ട് മോഡലാണ്. എംഫസിസ് ഈസ് ഓൺ ലേണിംഗ് എക്സ്പീരിയൻസ് ഓഫ് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. ടീച്ചേഴ്സ് കമ്മിറ്റ്മെന്റ് ഇതിൽ വളരെ വൈറ്റൽ ആണ്. ഇൻപുട്ട് മോഡൽ ആയതുകൊണ്ട് തന്നെ ടീച്ചർ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് നോളജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ലോട്ടൺസ് കൾച്ചറൽ അനാലിസിസ് മോഡൽ പ്രപ്പോസസ് എ കരിക്കുലം പ്ലാൻ ഓൺ ടെക്നിക് ഓഫ് കൾച്ചറൽ അനാലിസിസ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ ഓൾ വേ ഓഫ് ലൈഫ് ഓഫ് സൊസൈറ്റി ആണ്. Cultural analysis is the process by which a selection is made from the culture and in terms of curriculum planning. ഇനി ബിയാറ്റീസ് ഫോർഫോൾഡ് മോഡൽ വരുന്നു. ദ കരിക്കുലം ആസ് എ മാപ്പ് ഓഫ് കീ സബ്ജക്ട്സ് എന്ന് പറയുന്നു. കരിക്കുലം ആസ് എ ഷെഡ്യൂൾ ഓഫ് ബേസിക് സ്കിൽസ് എന്ന് പറയുന്നു. കരിക്കുലം ആസ് എ പോർട്ട്ഫോളിയോ ഓഫ് മീനിങ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നു. കരിക്കുലം ആസ് ആൻ അജണ്ട ഓഫ് ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ ഇഷ്യൂസ് എന്നും പറയുന്നു. കമ്പണൻസ് ഓഫ് നഴ്സിംഗ് കരിക്കുലം എന്ന് പറഞ്ഞാൽ ഫിലോസഫി ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഡീറ്റെയിൽഡ് കോഴ്സ് പ്ലാൻ, പ്രോഗ്രാം ഓഫ് ഇവാലുവേഷൻ. ഇനി നേച്ചർ ഓഫ് കരിക്കുലം ഒബ്ജക്റ്റീവ്സ് ആയിട്ടും സബ്ജക്ട് മാറ്റർ ആയിട്ടും സ്റ്റുഡന്റ് എക്സ്പീരിയൻസ് ആയിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡന്റ് ആയിട്ടും നമുക്ക് പറയാം. പിന്നെ ഈ ഡിസൈറബിൾ കരിക്കുലം ക്രൈറ്റീരിയ എല്ലാം വായിച്ചോളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ റിയൽ കരിക്കുലം? ലെജിറ്റിമേറ്റ് കരിക്കുലം, ഇല്ലെജിറ്റിമേറ്റ് കരിക്കുലം, ഹിഡൻ കരിക്കുലം, നൾ കരിക്കുലം. ലെജിറ്റിമേറ്റ് കരിക്കുലം ആണ് റിയൽ കരിക്കുലം. ടൈപ്സ് ഓഫ് കരിക്കുലം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഒലിവിയ ബെവിസ് ആണ്. ഒലിവിയ ബെവിസിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കരിക്കുലത്തിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ലെജിറ്റിമേറ്റ് കരിക്കുലം, ഇല്ലെജിറ്റിമേറ്റ് കരിക്കുലം, ഹിഡൻ കരിക്കുലം ആൻഡ് നൾ കരിക്കുലം. ലെജിറ്റിമേറ്റ്, ഇല്ലെജിറ്റിമേറ്റ്, ഹിഡൻ, നൾ. അതിൽ തന്നെ ലെജിറ്റിമേറ്റ് കരിക്കുലം എന്ന് പറയുന്നതാണ് റിയൽ കരിക്കുലം, എക്നോളജ്ഡ് ബൈ ദ ഫാക്കൽറ്റി. എല്ലാവരും യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി എല്ലാം അംഗീകരിച്ചിട്ടുള്ള കരിക്കുലം, പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് കരിക്കുലം ആണ്. ഇല്ലെജിറ്റിമേറ്റ് കരിക്കുലം എന്ന് പറഞ്ഞാൽ കരിക്കുലം ഓഫ് ഇൻസൈറ്റ്സ്, പാറ്റേൺസ്, ക്രിയേറ്റിവിറ്റി, സ്ട്രാറ്റജീസ്, എൻക്വയറി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇതൊക്കെയാണ് കരിക്കുലം ഓഫ് ഇൻസൈറ്റ്സ്, അതായത് നമ്മുടെ മനസ്സിലുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഹിഡൻ കരിക്കുലം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജസിനെ കുറിച്ച് നമ്മൾ അൺഅവെയർ ആയിരിക്കും. ഗീവ് വാല്യൂ മെസ്സേജസ് ടു സ്റ്റുഡൻസ് ദാറ്റ് ഷേപ്പ് ദെയർ ലേണിംഗ് ഇൻ ദിസ് കരിക്കുലം. അതായത് ഈ ഒരു ഹിഡൻ കരിക്കുലം എന്ന് പറഞ്ഞാൽ നമ്മളത് ഉദ്ദേശിക്കുന്നൊന്നും അല്ല, പക്ഷേ എന്ന് പറഞ്ഞാൽ അതായിരിക്കും. ഇപ്പൊ നമ്മളൊരു ടീച്ചർ എക്സംപ്ലറി ആയിട്ട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, നോട്ട്സ് പ്രോപ്പർ ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നു, കുട്ടികൾക്ക് മനസ്സിലാവുന്നു, അങ്ങനെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് അപ്പ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഹിഡൻ കരിക്കുലമായിട്ടാണ് വരുന്നത്. അപ്പൊ കുട്ടികൾ മനസ്സിൽ വിചാരിക്കും ഞാൻ ടീച്ചർ ആവുന്ന സമയത്ത് ഞാനും ഇതുപോലെ ആയിരിക്കും എന്ന് വിചാരിക്കും. അല്ല, നമ്മളെ കൊണ്ട് ഒരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അത് ടീച്ചിങ്ങിന്റെ മേഖലയിൽ വരുമ്പോൾ അതിനെ ഹിഡൻ കരിക്കുലം നമുക്ക് പറയാൻ പറ്റും. പിന്നെ നൾ കരിക്കുലം ദാറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് എഡ്യൂക്കേറ്റേഴ്സ് ബട്ട് സെൽഡം എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. അതാണ് നൾ കരിക്കുലം എന്ന് പറയുന്നത്. ഇനി ലെവൽസ് ഓഫ് കരിക്കുലം പ്ലാനിംഗ് ഉണ്ട്. ഗുഡ്ലാൻഡ് ആണ് അതിനെ കുറിച്ച് പറഞ്ഞത്. സൊസൈറ്റൽ കരിക്കുലം, ഇൻസ്റ്റിറ്റ്യൂഷണൽ കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷണൽ കരിക്കുലം. സൊസൈറ്റൽ ലെവലിൽ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷണൽ കരിക്കുലം എന്ന് പറയുന്നു. എലിമെന്റ്സ് ഓഫ് പ്ലാനിംഗ് കരിക്കുലം, പ്ലാനിംഗ് വേരിയസ് കോഴ്സസ്, പിന്നെ യൂണിറ്റ് പ്ലാനിംഗ് വരുന്നു, പിന്നെ ലെസൺ പ്ലാനിംഗ് വരുന്നു. ഓർഗനൈസേഷൻ ഓഫ് കരിക്കുലം, പ്രിൻസിപ്പിൾ ഓഫ് സീക്വൻസ്, പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി, പ്രിൻസിപ്പിൾ ഓഫ് കോറിലേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ. ഇതെല്ലാം കൺസിഡർ ചെയ്താണ് ഒരു കരിക്കുലം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കരിക്കുലം ഡെവലപ്മെന്റിന് കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ജസ്റ്റ് നോക്കിക്കോളുക. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കരിക്കുലം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫിലോസഫി ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇൻഫ്ലുവൻസ് ചെയ്യും, സൊസൈറ്റി, സ്റ്റുഡന്റ്, നോളജ് എക്സ്പ്ലോഷൻ, ഇതെല്ലാം തന്നെ കരിക്കുലം ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും.
technological advancement, educational technology, transnational career opportunities and resources. Steps in curriculum development, റാൽഫ് ടൈലർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. Formulation of educational objectives, selection of learning experiences, effective and efficient organization of learning experiences, evaluation of curriculum. Then identify the needs, objectives ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നീഡ്സ് ഓഫ് ദ ലേണർ നോക്കണം, നീഡ്സ് ഓഫ് സൊസൈറ്റി നോക്കണം, സ്റ്റഡി ദ സജഷൻസ് ഓഫ് എൻ എക്സ്പേർട്ട്, ഫോർമുലേറ്റ് ഫിലോസഫി, സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ്സ് ഇൻ പ്രോപ്പർ വേ. സെലക്ഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്, ഓർഗനൈസേഷൻ. ഇനി ഇവാലുവേഷൻ ഓഫ് കരിക്കുലം എങ്ങനെയാണ്? 5 M's വെച്ചാണ്. മെൻ, മണി, മെറ്റീരിയൽസ്, മെത്തേഡ്സ്, മിനിറ്റ്സ്. Men, money, materials, methods and minutes. സിലബസും കരിക്കുലവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള കാര്യം ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് സിലബസും കരിക്കുലവും തമ്മിലുള്ള വ്യത്യാസം? സിലബസ് എന്ന് പറഞ്ഞാൽ, അതായത് കരിക്കുലം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് സം ടോട്ടൽ ഓഫ് സിലക്ടഡ് എക്സ്പീരിയൻസസ് പ്ലാൻഡ് ബൈ എ സ്കൂൾ ഫോർ എ ഡിഫൈൻഡ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് കരിക്കുലം. അതേസമയം സിലബസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അതായത് ഇപ്പൊ നഴ്സിംഗിന് വേണ്ടി ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ തന്നിട്ടുള്ള ഒരു പാഠ്യപദ്ധതി, അതിനെ ബേസ് ചെയ്താണ് ഫാക്കൽറ്റീസ് ഒരു കരിക്കുലം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ സിലബസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് കണ്ടന്റ് ആണെന്നും അത് ഒരു ലോജിക്കൽ ഓർഡറിലോ അങ്ങനെയൊന്നും ആവണമെന്നില്ല. അപ്പൊ അതിനെ കൃത്യമായിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ് കരിക്കുലം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കരിക്കുലം റിവിഷൻ എന്താണെന്ന് പറയുന്നത്, കരിക്കുലം റിവിഷൻ എന്ന് പറഞ്ഞാൽ കരിക്കുലം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു സിമ്പിൾ ടാസ്ക് അല്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അഡിഷൻ, ഡിലീഷൻ, റീഓർഗനൈസേഷൻ. അതായത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം, അതിലുള്ളത് മാറ്റാം, അതിനുശേഷം അത് തന്നെ എന്താണ് നമ്മൾ അഡിഷൻ, ഡിലീഷൻ ആൻഡ് റീഓർഗനൈസേഷൻ എന്ന് പറയുന്നു. കോഴ്സ് പ്ലാൻ ഉണ്ട്, യൂണിറ്റ് പ്ലാൻ ഉണ്ട്, ലെസൺ പ്ലാൻ ഉണ്ട്. അതറിയാലോ, ഒരു സബ്ജക്റ്റ് ആണ് കോഴ്സ് എന്ന് പറയുന്നത്. ഓരോ യൂണിറ്റിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് യൂണിറ്റ് പ്ലാൻ. അതിന്റെ അകത്തുള്ള കൊച്ചു കൊച്ചു ചാപ്റ്ററുകൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ലെസൺ പ്ലാൻ എന്ന് മനസ്സിലാക്കുക. ടൈപ്സ് ഓഫ് യൂണിറ്റ്സ്. യൂണിറ്റ്സ് തന്നെ 2 തരമുണ്ട്, റിസോഴ്സ് യൂണിറ്റും ടീച്ചിങ് യൂണിറ്റും. റിസോഴ്സ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചറിന് വേണ്ട ഓതന്റിക് ടെക്സ്റ്റ് ബുക്സ്, ടീച്ചേഴ്സ് ഗൈഡ് ടു പ്ലാനിങ് ആൻഡ് ആക്ഷൻ. ടീച്ചിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഇൻ ആക്ഷൻ ഫോക്കസസ് ഓൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ്. Characteristics of a good lesson plan is or are: clarity, simple and comprehensive, rigid, both A and B. Both A and B. Clarity, simple and comprehensive. Which factor helps in measuring learning efficiency? Accuracy, speed, retention, all the above. All the above. Series of steps in learning process. അതിൽ നമുക്ക് തന്നെ പറയാം, ഇങ്ങനെ ചോദിക്കാറുണ്ട്. മോട്ടീവ് ആദ്യമുണ്ട്, പിന്നെ എസ്റ്റാബ്ലിഷ് ഗോൾസ്, അഡ്ജസ്റ്റ്മെന്റ്, ബിഹേവിയർ ചേഞ്ച് ആൻഡ് ബിഹേവിയർ സ്റ്റെബിലൈസേഷൻ. മോട്ടീവ്, എസ്റ്റാബ്ലിഷ് ഗോൾസ്, അഡ്ജസ്റ്റ്മെന്റ്സ്, ബിഹേവിയർ ചേഞ്ച്, ബിഹേവിയർ സ്റ്റെബിലൈസേഷൻ. ആവറേജ് റിട്ടൻഷൻ റേറ്റ് ബൈ സ്റ്റുഡന്റ് ത്രൂ പ്രാക്ടീസിങ്. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കേൾക്കുന്ന കാര്യം നമ്മൾ ഉടനെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 75% ബ്രെയിനിൽ എന്താണ് റിട്ടൻഡ് ചെയ്തിരിക്കുമെന്നാണ് പറയുന്നത്. എലിമെന്റ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ലേണിംഗ് ഇൻക്ലൂഡ് face-to-face interaction and positive interdependence, creative and professional development, continuity and transformation, behavior change and maturity. Face-to-face interaction and positive interdependence. Role plays help to assess which domain of learning: cognitive, affective, psychomotor. Affective relatineയാണ് ഈ റോൾ പ്ലേ അഫക്റ്റ് ചെയ്യുന്നത്. Domain of learning evaluated by formal written examination is cognitive domain. Domain assessed in head-to-toe examination at OPD. Psychomotor. പിന്നെ ലേണിങ്ങിനെ തന്നെ 8 തരം ലേണിംഗ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. അപ്പൊ അത് ജ്ഞാനി എന്ന് പറയുന്ന ആളാണ് ലേണിങ്ങിനെ 8 തരമായിട്ട് ക്ലാസിഫൈ ചെയ്തത്.
ടീച്ചിങ് ഈസ് സ്റ്റിമുലേഷൻ, ഗൈഡൻസ്, ഡയറക്ഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഓഫ് ലേണിംഗ്. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ. സ്റ്റിമുലേഷൻ, ഗൈഡൻസ്, ഡയറക്ഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഈസ് ഗിവൺ ബൈ Burton. Okay, very good. Psychological principle of teaching include ടീച്ചിങ്ങിന്റെ പ്രിൻസിപ്പിൾസിന്റെ ജനറൽ പ്രിൻസിപ്പിൾസ് എന്നും സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് എന്നും നമുക്ക് തിരിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും നമുക്ക് ഇത് ചോയ്സ് ഒന്ന് എന്താണ് ലിമിറ്റ് ചെയ്ത് വരാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഈ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിൽ നമ്മൾ എന്താണ് സൈക്കോളജിയിലും സൈക്കാട്രിയിലും ഒക്കെ പഠിക്കുന്ന എന്തെങ്കിലും ടേംസ് ഉണ്ടായിരിക്കും. അതാണ് ക്ലൂ. അപ്പോ ഫീഡ്ബാക്ക് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ഇതിൽ നിന്നുള്ളത്. അപ്പൊ ഇതൊക്കെ സമയം പോവാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒരു സമയത്തിന് ഒരു ക്വസ്റ്റ്യന് നമുക്കിപ്പോ ഇത്രയും സമയം ഉണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും കുറച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേരെക്കാട്ടി ഫ്രണ്ടിലോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പെട്ടെന്ന് ആൻസർ ഇതിന് എക്സാം ക്വസ്റ്റ്യൻസ് എഴുതി തന്നെ ശീലിക്കാം. Principle of feedback and reinforcement. An important aim of lecture method of teaching should be to make students memorize, tell and explain, use aviate, stimulate thinking. An important aim of lecture method. Stimulate thinking. Thinking in the stimulate ചെയ്യുന്നതായിരിക്കണം lecture method. Demonstration method achieves the following types of objectives: cognitive, affective, psychomotor, sensual. സൈക്കോമോട്ടർ ആണ്. ഡെമോൺസ്ട്രേഷൻ എപ്പോഴും സൈക്കോമോട്ടർ ഡൊമൈൻ ആണെന്ന് ഓർത്തിരിക്കുക. സ്കിൽ ഡൊമൈൻ ആണ്. A nurse educator should preferably teach antenatal palpation using which method? Demonstration ആണ്. The essential principle behind effective group discussion is timely preparation and education, formulation of educational objectives, well-defined responsibility of each group member, record of proceedings of discussion. ആൻസർ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ഗ്രൂപ്പ് മെമ്പർ ആണ്. അതായത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഓരോ മെമ്പറിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരോട് ചെയ്യാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വന്നാൽ മാത്രമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഫീസിബിൾ ആയിട്ട് മുന്നോട്ട് പോവാം. The topic for panel discussion should be ഹാരി ഓവർസ്ട്രീറ്റ് എന്ന് പറയുന്ന പുള്ളി ഡിവൈസ് ചെയ്ത മെത്തേഡാണ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പൊ പാനൽ ഡിസ്കഷന്റെ പ്രത്യേകത അതൊരു ഡിസ്കഷൻ ആണ്. അപ്പൊ ജനറേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ട് ആ ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞാല് കറണ്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കണം, ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കും ആയിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ടോപ്പിക് ഓഫ് പാനൽ ഡിസ്കഷൻ ഷുഡ് ബി കറണ്ട്, ഡിബേറ്റബിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ചാൻസസ് ഓഫ് ഓവർലാപ്പിംഗ് ഓഫ് കണ്ടന്റ് മെറ്റീരിയൽ ഈസ് മിനിമൽ ഇൻ. അതായത് ഇപ്പം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ പ്രസന്റേഷൻ, ഒരു ഗ്രൂപ്പ് പ്രസന്റേഷൻ നടക്കുമ്പോഴേക്കും ഒരാളുടെ കണ്ടന്റിൽ നിന്നുള്ള സാധനങ്ങൾ അടുത്ത ആള് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഓവർലാപ്പിംഗ് ഓഫ് കണ്ടന്റ് ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്നത് ഏതിലാണെന്ന് ചോദ്യം സെമിനാറിലാണ്. സെമിനാർ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യക്തിയും അവരുടെ ടോപ്പിക്ക് റൈറ്റ് ഫ്രം ദി സ്ക്രാച്ച്, അതായത് റൈറ്റ് ഫ്രം ദി ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ അവസാനം കൊണ്ടുവന്ന് എന്താണ് റിവ്യൂ ലിറ്ററേച്ചർ, അതായത് ലേറ്റസ്റ്റ് സ്റ്റഡീസും കൂടി ആഡ് ചെയ്തിട്ടാണ് അവര് പ്രസന്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ സെമിനാർ എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു കൂടുതൽ ഒരു മിക്സിങ്ങിനുള്ള സാധ്യത കുറവാണ്. The skills of problem solving, analysis and synthesis are best developed in demonstration, lecture method, role play method, project method. Project methodilആണ്. Field trip can be made different from usual trip by proper planning and arrangement, assigning different responsibility to group members, seeking prior permission, defined educational objectives. എങ്ങനെയാണ്? എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് ഉത്തരവായിട്ട് വരിക. In which of the following methods subject matter is broken into small frames and arranged sequentially? Programmed instruction, lecture, project, simulation. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനിലാണ്. അതായത് നമുക്ക് നമ്മുടേതായ പേസിൽ പഠിക്കാൻ പറ്റും. എനിക്കിപ്പോ 2 ചാപ്റ്റർ ഒരു ദിവസം പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പഠിച്ചു പോവാം. അതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഓരോരോ പീസ് പോലെയാണ് ഇത് ഉണ്ടാവുക. സബ്ജക്ട് മാറ്റർ പല പല ഫ്രെയിംസിലായിട്ടാണ് സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെയിൻ എയിം ഓഫ് മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടീച്ചിങ് സ്കിൽസ് മാത്രം പോളിഷ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു
എന്താണ് പിയർ ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് ടീച്ചിങ്, റീടീച്ചിങ് ആൻഡ് ഇവാലുവേഷൻ അങ്ങനെ ചെയ്യുന്നതിനെയാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ സ്പെസിഫിക് ടീച്ചിങ് സ്കിൽസ് ആണ് പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളത് ഓർക്കുക. ഒരു ആവറേജ് ചെയ്ത് മൈക്രോ ടീച്ചിങ്ങിന് 36 മിനിറ്റ് ഒക്കെ, അത് പക്ഷെ എല്ലാത്തിനും അല്ല എന്നിങ്ങനെ പറയുന്നു. അപ്പൊ അതിലെ ഓരോ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ റെഫർ ചെയ്ത് പഠിക്കുക. മെയിൻ എയിം ഓഫ് മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് സ്പെസിഫിക് ടീച്ചിങ് സ്കിൽസ് ആണെന്നുള്ളത് പഠിച്ചിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഞാൻ ഇതിൽ പ്രധാന പോയിന്റ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ശരി. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് വരെ നമ്മൾ പറഞ്ഞു. അടുത്ത ചാപ്റ്റർ കമ്മ്യൂണിക്കേഷൻ പറയണം. നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫൗണ്ടേഷനിൽ പഠിക്കും, മെന്റൽ ഹെൽത്തിൽ പഠിക്കും. അപ്പൊ അത് പല സ്ഥലത്തും പഠിക്കുന്നതാണ്. അപ്പൊ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നോക്കി പോവാം. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് ഇൻഫർമേഷൻ ഓവർലോഡ്, എക്സ്പ്ലോറേഷൻ, ഫോക്കസിംഗ്, സമ്മറൈസിംഗ്. ഇൻഫർമേഷൻ ഓവർലോഡ് ആണ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ബാരിയർ. ആ കൂട്ടത്തിൽ ആ ചോയ്സ് കൊടുത്തിരിക്കുന്നതിൽ ഉണ്ടായിരുന്നത്. ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗിവൺ ആസ് മെട്രിക്സ് ഫോർ ഓൾ തോട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് ഓൾ തോട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ് എന്നുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുള്ളത് ആരാണെന്ന് ചോദ്യം. തന്നിട്ടുള്ളത് മുറേ ആൻഡ് സെന്നർ എന്നുള്ളതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. A technique whereby the main message the client has expressed is repeated. അതായത് ക്ലയന്റ് എക്സ്പ്രസ് ചെയ്ത മെസ്സേജ് റിപ്പീറ്റ് ചെയ്യുന്ന ടെക്നിക്കിന് പറയുന്നത് എന്ത്? ലിസണിങ്, റീസ്റ്റേറ്റിംഗ്, റിഫ്ലക്റ്റിംഗ്, ക്ലാരിഫൈയിങ്. റീസ്റ്റേറ്റിംഗ് എന്നുള്ളതാണ് ഉത്തരം. Special words or expressions used by a profession or group that is difficult for others to understand. Equivocal terms, jargon, ടെക്നിക്കൽ ടേംസ്, കോഡ് ലാംഗ്വേജ്. അതായത് നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പം നഴ്സസ് രണ്ടുപേര് സംസാരിക്കുമ്പോൾ, ഡോക്ടേഴ്സ് രണ്ടുപേര് സംസാരിക്കുമ്പോൾ, എഞ്ചിനീയേഴ്സ് രണ്ടുപേര് സംസാരിക്കുമ്പോൾ, അപ്പൊ അവരുടേതായ സ്പെഷ്യൽ ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അതിന് പറയുന്ന പേര് ജാർഗൺ എന്നാണ് പറയുന്നത്. Another name for interpersonal communication is mass communication, face-to-face public communication, dyadic communication, virtual reality. ആൻസർ ഈസ് സി. ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ വേറൊരു പേര്. അനദർ നെയിം ഫോർ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ. ഇനി കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം എ സെൻഡർ ടു റിസീവർ വിത്ത് ദ ഇൻഫർമേഷൻ ബീങ് അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ എന്ന് പറയുന്നത് ഹെയ്ൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മീനിങ് എന്ന് പറഞ്ഞത് സ്റ്റീഫൻ ആർ റോബിൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആൻഡ് എലിമെന്റ്സ് പറയുകയാണെങ്കിൽ 7 എലിമെന്റ്സ് ആണ്. സോഴ്സ് ഓഫ് മെസ്സേജ് അല്ലെങ്കിൽ സെൻഡർ ഉണ്ട്, മെസ്സേജ് ഉണ്ട്, എൻകോഡിംഗ് ഉണ്ട്, ചാനൽ ഉണ്ട്, ഡീകോഡിംഗ് ഉണ്ട്, റിസീവർ ആൻഡ് ഫീഡ്ബാക്ക്. ഇത്രയുമാണ് നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ എലിമെന്റ്സ് ആയിട്ട് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് transferring the meaning from one person to another through 7 elements involved in communication. Entire process is susceptible to noise. Any disturbance that interferes with understanding can be noise, and noise can create distortion at any point of communication process. പിന്നെ എന്തൊക്കെയാണ്? illegible print, phone static, inattention by receiver, background sound of equipments and colleagues. ഇതൊക്കെ എന്താണ്? ഡിസ്റ്റർബൻസ് ആയിട്ട് പറയാം. Which of the following is not a condition influencing effectiveness of encoded message? Skill, attitude, knowledge, past experience. Which of the following is not a condition influencing the effectiveness of encoded message? ഉത്തരം ഡി ആണ്. പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. Encoding takes place when the sender translates the information to be transmitted into series of symbols. Conditions influencing effectiveness of encoded message എന്ന് പറഞ്ഞാൽ സ്കിൽസ് ഉണ്ട്, ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, നോളജ് ഓഫ് ദ സെൻഡർ ഉണ്ട്, സോഷ്യോ കൾച്ചറൽ സിസ്റ്റം ഉണ്ട്. പാസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ല. Decoding is the process by which receiver interprets the message and translates it into meaningful information. Decoding is influenced by receiver's past experience, personal assessment of symbols used,
ഒന്ന് ചെക്ക് ചെയ്യാമോ? ആരുടെയെങ്കിലും ഒന്ന് മ്യൂട്ട് ആക്കാമോ? ഓക്കെ. Decoding is influenced by receiver's past experience, personal assessment of symbols used, expectations, and mutually of meaning with sender. Which of the following will help to minimize the effect of noise? Careful encoding, timely decoding, appropriate channel, all. Appropriate channel. അതായത് നമുക്ക് effect of noise കുറയ്ക്കാൻ വേണ്ടി appropriate channel വേണം ചൂസ് ചെയ്യാനായിട്ട്. Classification of communication. Communication verbal communication എന്നും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നും വിളിക്കാം. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ സ്പോക്കൺ വേർഡ്സ് ഉണ്ട്, റിട്ടൺ വേർഡ്സും വരുന്നുണ്ട്. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഡിഫറെന്റ് മീനിങ്സ് ഉണ്ട്, അതായത് ഡിനറ്റേറ്റീവ് മീനിങ് ഉണ്ട്, കോണറ്റേറ്റീവ് മീനിങ് ഉണ്ട്, പ്രൈവറ്റ് മീനിങ് ഉണ്ട്, ഷെയർഡ് മീനിങ് ഉണ്ട്. While choosing words for oral communication, we should consider the pace and intonation, simplicity, clarity and brevity, timing and relevance, adaptability, credibility, humor. ഇതെല്ലാം നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ബോഡി ലാംഗ്വേജ്, മെജോറിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ വിൽ ബി നോൺ വെർബൽ, ഇൻക്ലൂഡ്സ് ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി മൂവ്മെന്റ്, ജെസ്റ്റേഴ്സ്, ടച്ച്, അപ്പിയറൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. Then types of communication: one-way communication, two-way communication, interpersonal communication, serial communication, mechanical communication, physiological communication and psychic communication. ഇതൊക്കെയാണ് ടൈപ്സ് ആയിട്ട് പറയുന്നത്. വെർബൽ, നോൺ വെർബൽ, ഫോർമൽ, ഇൻഫോർമൽ, മാസ് കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ, വിഷ്വൽ, ടെലികമ്മ്യൂണിക്കേഷൻ, പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. വൺ വേ കമ്മ്യൂണിക്കേഷനും ടു വേ കമ്മ്യൂണിക്കേഷനും, വൺ വേ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡൈഡാക്ടിക് മെത്തേഡ് ആൻഡ് ടു വേ കമ്മ്യൂണിക്കേഷൻ ഈസ് സോക്രട്ടിക് മെത്തേഡ്. അപ്പോ വൺ വേ കമ്മ്യൂണിക്കേഷനിൽ ലെസ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം, നോ ഫീഡ്ബാക്ക് ഫ്രം ഓഡിയൻസ്. പക്ഷെ ടു വേ കമ്മ്യൂണിക്കേഷനിൽ ഓഡിയൻസ് വിൽ ബി ദെയർ ആൻഡ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഈസിലി. ആക്യുറസി ലെസ് ആണ്, അതേസമയം ടു വേ കമ്മ്യൂണിക്കേഷൻ മോർ ആക്യുറേറ്റ് ആണ്. വൺ വേ കമ്മ്യൂണിക്കേഷൻ ഓർഡർലി, സിസ്റ്റമാറ്റിക് ആണ്. ടു വേ കമ്മ്യൂണിക്കേഷനിൽ റിസീവേഴ്സ് മേക്ക് കറക്റ്റ് ജഡ്ജ്മെന്റ്. Then sender more psychologically comfortable. One way communication sender comfortable ആയിരിക്കും. സെൻഡർ ഫീൽ ലൈക്ക് അണ്ടർ അറ്റാക്ക്. അതായത് ഇപ്പം എനിക്ക് 3 മണിക്കൂറിൽ ഈ 2 ചാപ്റ്റർ തീർക്കേണ്ടത് കൊണ്ട് എന്താണ്, ഞാൻ കുറച്ച് സൈക്കോളജിക്കലി കംഫർട്ടബിൾ ആണ്, ഞാൻ വളരെ കൂളായിട്ട് അങ്ങ് പറഞ്ഞു പോവാണ്. അതേസമയം വേറൊരു ക്ലാസ് അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഇന്റർഫറൻസ് ഇന്ററാക്ഷൻസ് ഒക്കെ വരും. അപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു അണ്ടർ അറ്റാക്ക് ഫീൽ ആണ്. അപ്പൊ നമ്മൾ അതിനെ ക്ലിയർ ചെയ്ത് അതിന് കാര്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്ത് മുന്നോട്ട് പോകണം. അപ്പൊ അത് രണ്ടും രണ്ട് ഫീലാണ്. അപ്പൊ ഓരോ സമയത്ത് നമ്മൾ ഓരോ രീതിയല്ലേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോളജ് ഈസ് ഇമ്പോസ്ഡ്. വൺ വേ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് മതി എന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ, നോളജ് ഈസ് ജസ്റ്റ് ഇമ്പോസ്ഡ്. അതേസമയം ടു വേ കമ്മ്യൂണിക്കേഷനിൽ മച്ച് മോർ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് വരുന്നത്. ഇനി ഫെസിലിറ്റേറ്റേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ഫെസിലിറ്റേറ്റേഴ്സ് മെസ്സേജ് വരുന്നു, ലെവൽ ഓഫ് ഡെവലപ്മെന്റ്, ഇൻഡിവിജ്വൽ ബാക്ക്ഗ്രൗണ്ട്, ഇമോഷൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസസ്, റിലേഷൻഷിപ്സ് ആൻഡ് റോൾസ്, ഗ്രേപ്പ് വൈൻ, സ്പേസ് ആൻഡ് ടെറിട്ടോറിയാലിറ്റി, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെയാണ് ഫെസിലിറ്റേറ്റേഴ്സ്. അതേസമയം ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇൻഫർമേഷൻ റിലേറ്റഡ് ബാരിയേഴ്സ് വരുന്നു, ഫിസിക്കൽ ബാരിയേഴ്സ് വരുന്നു, സെമാൻറ്റിക് ബാരിയേഴ്സ് വരുന്നു, ലാംഗ്വേജ് ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, മെക്കാനിക്കൽ ബാരിയേഴ്സ്, സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, കൾച്ചറൽ ബാരിയേഴ്സ്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ബാരിയേഴ്സ്. പിന്നെ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ, സൈക്കാട്രി നമ്മൾ പറയുന്നുണ്ട്. തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് നഴ്സ് യൂട്ടിലൈസസ് എ പ്ലാൻഡ് അപ്രോച്ച് ടു ലേൺ അബൌട്ട് ദി ക്ലയന്റ് എന്നുള്ളതാണ്. തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. യൂസിങ് സൈലൻസ് യൂസ് ചെയ്യുക, വേണ്ട ഇടങ്ങളിൽ അക്സെപ്റ്റിംഗ്, അതായത് അവർ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക, ഗിവിംഗ് റെക്കഗ്നിഷൻ, എപ്പോഴും ഡ്യൂ റെക്കഗ്നിഷൻ ക്ലയന്റിന് കൊടുക്കുക, ഓഫറിംഗ് സെൽഫ്, കാരണം അവർ പറയുന്ന പരാതികളും കാര്യങ്ങളും ഒക്കെ കേൾക്കാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ കൊടുക്കുക.
ഗിവിംഗ് ബ്രോഡ് ഓപ്പണിങ്സ് കൊടുക്കുക. കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ബ്രോഡ് ഓപ്പണിങ്സ് കൊടുക്കുക. ഓഫറിംഗ് ജനറൽ ലീഡ്സ്, ജനറൽ ആയിട്ട് അവരെ ആ ഒരു എന്താണ് സ്ട്രീം ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിർത്താനായിട്ട് സഹായിക്കുക. പ്ലേസിംഗ് ഈവന്റ് ഇൻ ടൈം ഓർ സീക്വൻസ്, ഈവന്റ് ടൈം ഓർ സീക്വൻസിൽ കൊടുക്കുക. മേക്കിംഗ് ഒബ്സർവേഷൻസ്, ഇതൊക്കെയാണ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്. ദെൻ എൻകറേജിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് പെർസെപ്ഷൻസ്, ദെൻ എൻകറേജിങ് കമ്പാരിസൺ, റീസ്റ്റേറ്റ് ചെയ്യുക, അതായത് അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി അങ്ങോട്ട് പറയുക. പിന്നെ റിഫ്ലക്റ്റിംഗ്, അവർ പറഞ്ഞതിന് മറുപടി കൃത്യമായി കൊടുക്കുക. ഫോക്കസിങ്, എക്സ്പ്ലോറിംഗ്, സീക്കിംഗ് ക്ലാരിഫിക്കേഷൻ, പ്രസന്റിംഗ് റിയാലിറ്റി, വോയിസിംഗ് ഡൗട്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായില്ല, ഒന്നുകൂടി പറയാമോ എന്ന് ചോദിക്കുക, അതാണ് വോയിസിംഗ് ഡൗട്ട് എന്ന് പറയുന്നത്. പിന്നെ വെർബലൈസിംഗ് ദി ഇംപ്ലൈഡ്, then translating words to feelings, formulating plan of action. ഇനി സോളർ ടെക്നിക് ഓഫ് ലിസണിങ്ങിന് ഒരു സോളർ ടെക്നിക്ക് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നുണ്ട്. എന്താണ്? സിറ്റ് സ്ക്വയർലി ഫേസിംഗ് ദ ക്ലയന്റ്, ക്ലയന്റിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഇരിക്കണം. ഒബ്സർവ് ആൻഡ് ഓപ്പൺ പോസ്ചർ, ഒരു ഓപ്പൺ പോസ്ചർ വേണം കൊടുക്കാനായിട്ട്. ലീൻ ഫോർവേഡ് ടുവേർഡ് ദ ക്ലയന്റ്, ക്ലയന്റിന്റെ നേരെ ലീൻ ഫോർവേഡ് ചെയ്ത് നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ എസ്റ്റാബ്ലിഷ് ഐ കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആർ ഇസ് റിലാക്സ്. സോളർ ടെക്നിക് ഓഫ് ലിസണിങ് ഇങ്ങനെയാണ്. സോളർ, സിറ്റ് സ്ക്വയർലി, ഒബ്സർവ് ആൻഡ് ഓപ്പൺ പോസ്ചർ, ലീൻ ഫോർവേഡ് ടുവേർഡ്സ് ദ ക്ലയന്റ്, എസ്റ്റാബ്ലിഷ് ഐ കോണ്ടാക്ട് ആൻഡ് റിലാക്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷനിലുള്ളത്. ഓക്കെ ആണോ? കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് സെറ്റ് ആണോ? ആരും ഇല്ലേ ഇവിടെ? ഓക്കെയാണ്. ശരി. നെക്സ്റ്റ് ഈസ് നമുക്ക് എഡ്യൂക്കേഷണൽ ടെക്നോളജി ഡിസിപ്ലിൻ, അതിലോട്ടൊക്കെ പോവാം. എഡ്യൂക്കേഷണൽ ടെക്നോളജിയാണ് അടുത്ത ചാപ്റ്റർ. ഒരു അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ അതിലെ കുറെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ നമ്മൾ എന്താണ് റിസർച്ചിൽ ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. ടെക്നോളജിക്ക് ശേഷം ഇവാലുവേഷൻ ആണ് വരുന്നത്. ഇവാലുവേഷൻ വലിയൊരു ചാപ്റ്റർ ആണ്. ദെൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, ഡിസിപ്ലിൻ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക്. അതിലിപ്പോ എഡ്യൂക്കേഷണൽ ടെക്നോളജിയും ഡിസിപ്ലിനും ഓടിച്ച് പോകാം. അപ്പോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡ് ടെക്നിക് എന്ന വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആർട്ട് ഓർ സ്കിൽ ആൻഡ് ലോഗ്യ മീൻസ് ടെക്നിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ട് ഓർ സ്കിൽ എന്ന് പറയുന്നു. ലോഗ്യ എന്ന് പറഞ്ഞാൽ സയൻസ് ഓർ സ്റ്റഡി എന്ന് പറയാം. സയൻസ് ഓർ സ്റ്റഡി. ടെക്നിക്സ് ആർ റെക്കൺഡ് ആസ് ദ സോഫ്റ്റ്വെയർ ആൻഡ് എക്യുപ്മെന്റ്സ് ആർ ദ ഹാർഡ്വെയർ ഓഫ് ടെക്നോളജി. അപ്പൊ ടെക്നോളജിയുടെ തന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ടെക്നിക്സിനെയും എക്യുപ്മെന്റ്സിനെ ഹാർഡ്വെയർ എന്നുമാണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറയുന്നത് ദിസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡിസൈനിങ്, implementing and evaluating the total process of learning and teaching in terms of specific objectives based on research in human learning and communication, and employing a combination of human and non-human resources to bring about more effective instruction. In the Commission on Instructional Technology, USA തന്ന ഡെഫിനിഷൻ ആണ്. അപ്പൊ അതാണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. ഇതിന് ടൈപ്സ് ഉണ്ട്. ലംസ്ഡീൻ തന്ന ക്ലാസിഫിക്കേഷൻ ആണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി 1. അതിനെയാണ് നമ്മൾ ഹാർഡ്വെയർ അപ്രോച്ച് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ ടെക്നോളജി 2 ഉണ്ട്, സോഫ്റ്റ്വെയർ അപ്രോച്ച്. എഡ്യൂക്കേഷണൽ ടെക്നോളജി 3 എന്ന് പറയുന്നത് സിസ്റ്റംസ് അപ്രോച്ച് ആണ്. ലേറ്റസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു 5 ഡിവിഷൻസ് ഉള്ള ഒരു അപ്രോച്ച് ആണെന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ എഡ്യൂക്കേഷണൽ ടെക്നോളജി 1 ഹാർഡ്വെയർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സിലും എന്താണ് എഞ്ചിനീയറിംഗിലും ഒക്കെയാണ് കിടക്കുന്നത്. അതിൽ ചാർട്ട്സ്, മോഡൽ, സ്ലൈഡ്സ്, ഫിലിം സ്ട്രിപ്സ്, ഓഡിയോ കാസറ്റ്സ്, അതായത് ഹാർഡ്വെയർ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളതാണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി 1. എഡ്യൂക്കേഷണൽ ടെക്നോളജി 2 അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിൻ ബിഹേവിയറൽ സയൻസസിലാണ്. അപ്പൊ അതിനെ തന്നെ ഒരു എന്താണ് ബിഹേവിയറൽ ടെക്നോളജി എന്ന് വിളിക്കാറുണ്ട്. അതൊരു പ്രോസസ് ഓറിയന്റഡ് ടെക്നിക്കാണ്. അപ്പൊ അതിൽ പല ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസും എഡ്യൂക്കേഷണൽ ടെക്നിക്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു സംഭവത്തിനനുസരിച്ചായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്ത് സ്റ്റഡീസ് പ്രോഗ്രാം ചെയ്തു പോകുന്നതിനെയാണ് എന്താണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി 2 എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ ടെക്നോളജി 3 സിസ്റ്റംസ് അപ്രോച്ച് ആണ്. അതെന്ന് പറഞ്ഞാൽ സിസ്റ്റംസ് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള കോൺസെപ്റ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന് കുറെ ഇൻപുട്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നതാണ് സിസ്റ്റംസ് അപ്രോച്ച്. അപ്പൊ ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള
സിസ്റ്റംസ് അപ്രോച്ച് ആണ്. അതിനെയാണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി 3 എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നതാണ് 5 വരുന്നത്. 5 ഉള്ളതെന്ന് പറഞ്ഞാൽ 5 ഡിവിഷൻസ് എഡ്യൂക്കേഷണൽ ടെക്നോളജി 1, എഡ്യൂക്കേഷണൽ ടെക്നോളജി 2, 3, 4 ആൻഡ് 5. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി 1 എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ആണ് ആ ഒരു 5 ഡിവിഷൻ ഉള്ളതിൽ പറയുന്നത്. എഡ്യൂക്കേഷണൽ ടെക്നോളജി 2 എന്ന് പറയുന്നതാണ് എന്ത് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പറയുന്നത്. 3 എന്ന് പറയുന്നതാണ് പ്രോഗ്രാം ചെയ്ത് ബഡ്ജറ്റിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. എഡ്യൂക്കേഷണൽ ടെക്നോളജി 4 എന്ന് പറയുന്നത് നമ്മുടെ ഈ സിസ്റ്റംസ് എഞ്ചിനീയറിംഗിന് വന്നു എന്ന് പറഞ്ഞ സംഭവം അവരുടെ ഇതിൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി 4ലാണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ടെക്നോളജി 5 എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആസ്പെക്ട്സും ഫൈനാൻസസും ഒക്കെ ബേസ് ആയിട്ട് വരുന്നതാണ് 5 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ അപ്രോച്ച് പറയുന്നത്. എന്തായാലും ലംസ്ഡീൻ പറഞ്ഞത് എഡ്യൂക്കേഷണൽ ടെക്നോളജി 1, 2, 3 ഇത്രയേ ഉള്ളെന്ന് മനസ്സിലാക്കാം. ഇനി ഇവല്യൂഷൻ ഓഫ് ലേണിംഗ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ബ്ലാക്ക് ബോർഡ് ആൻഡ് ചോക്ക് ആയിരുന്നു ആദ്യം, പിന്നെ വൈറ്റ് ബോർഡ് മാർക്കറിലേക്ക് മാറി, ട്രാൻസ്പെറൻസി സ്ലൈഡ്സ്, ഓവർഹെഡ് പ്രൊജക്ടർ, പിന്നെ എന്താണ് പവർ പോയിന്റ് വന്നിരിക്കുന്നു, പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, വീഡിയോ കോൺഫറൻസിങ്, ഈ ക്ലാസ് റൂം, വയർലെസ് ടെക്നോളജി, ഇന്നോവേറ്റീവ് ടെക്നോളജി, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഗ്രഡേഷൻ പോകുന്നത്. പിന്നെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആർ എനി ഡിവൈസ് which can be used to make the learning experience more concrete, more realistic and more dynamic. Kinder തന്ന definition ആണ്. Audiovisual aids are any devices which can be used to make learning experience more concrete, more realistic and more dynamic. AV aids versus educational technology. ഇപ്പൊ AV aids ആണോ എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷേ ഇത് തമ്മിൽ കൃത്യമായ വ്യത്യാസമുണ്ട്. AV aids എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഓബ്ജക്ട്സ് ആണ്. പക്ഷെ എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറയുന്ന ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോ AV aidsൽ മെറ്റീരിയൽ പ്രോഡക്ട്സ് വിച്ച് മേ ബി യൂസ്ഡ് ഓർ മിസ്യൂസ്ഡ് എന്ന് പറയാം. പ്രോസസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഡിസൈനെയാണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് മെസ്സേജ്, അതായത് നമ്മളിപ്പോൾ ഒരു AV aid ഒക്കെ യൂസ് ചെയ്താണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ക്വാളിറ്റി ഓഫ് മെസ്സേജ് ഇംപ്രൂവ് ആവും. അതേസമയം എഡ്യൂക്കേഷണൽ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിലോ ഇറ്റ് വിൽ ഇംപ്രൂവ് ഓൾ ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ജസ്റ്റ് മെസ്സേജ് മാത്രമല്ല ഇംപ്രൂവ് ആവുന്നത്, എല്ലാ ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഇംപ്രൂവ് ആവും. ടെക്നിക്കൽ ഗാഡ്ജറ്റ്സ് ഉണ്ടാവും AV aidsൽ. അതേസമയം എഡ്യൂക്കേഷണൽ ടെക്നോളജിയിൽ ബേസ്ഡ് ഓൺ സൈക്കോളജി ആൻഡ് ആന്ത്രപ്പോളജി. AV aids stand alone. അതേസമയം educational technology is always interrelated, different for different topics. AV aids അതേസമയം educational technology is applicable to all topics. Principles of use of AV aids ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിൻസിപ്പിൾ ഓഫ് സെലക്ഷൻ. AV aids are a means to an end, not an end in themselves എന്ന് പറയുന്നു. പ്രിൻസിപ്പിൾ ഓഫ് പ്രിപ്പറേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് പ്രോപ്പർ പ്രസന്റേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ കൺട്രോൾ, പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ. ക്ലാസിഫിക്കേഷൻ വന്നിട്ട് സിമ്പിൾ എയ്ഡ്സ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് എയ്ഡ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഓഡിയോ മെറ്റീരിയൽസ്, വിഷ്വൽ മെറ്റീരിയൽസ് ആൻഡ് ഓഡിയോ വിഷ്വൽ മാറ്റർ എന്ന് ക്ലാസിഫൈ ചെയ്യാം. പ്രൊജക്റ്റഡ് എയ്ഡ്സും നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ട്രഡീഷണൽ ടീച്ചിങ് ടെക്നോളജിയാണ് പ്രൊജക്റ്റഡ് ആൻഡ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറയുന്നത്. നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സിൽ ചോക്ക് ബോർഡ്, ഫ്ലാനൽ ഗ്രാഫ്, ഫ്ലാഷ് കാർഡ്സ്, പോസ്റ്റേഴ്സ്, ചാർട്ട്സ് ആൻഡ് മോഡൽസ് വരുമ്പോൾ പ്രൊജക്റ്റഡ് എയ്ഡ്സിൽ ഓവർഹെഡ് പ്രൊജക്ടർ, സ്ലൈഡ് പ്രൊജക്ടർ, ടെലിവിഷൻ ഒക്കെയാണ് വരുന്നത്. ഇപ്പോഴത്തെ റീസെന്റ് ടീച്ചിങ് ടെക്നോളജീസിൽ വീഡിയോ കോൺഫറൻസിങ്, കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, ഇന്റർനെറ്റ്, ഇമെയിൽ, വേൾഡ് വൈഡ് വെബ്, ലേർണിംഗ്, സ്മാർട്ട് ക്ലാസ്, സ്മാർട്ട് ബോർഡ്സ് ഓർ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ്, പവർ പോയിന്റ്, LCD പ്രൊജക്ടേഴ്സ്, മൊബൈൽസ്, ഐപാഡ്, സാറ്റലൈറ്റ് അങ്ങനെ പോകുന്നു. ഇപ്പൊ ടെക്നോളജി ഒരിക്കലും ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യില്ല. പക്ഷെ ടെക്നോളജി ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഗ്രേറ്റ് ടീച്ചർ വിൽ ബി ട്രാൻസ്ഫോർമേഷണൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആവുമ്പോൾ ടെക്നോളജിയും കൂടെ യൂസ് ചെയ്യുക. എന്നിട്ട് ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ടീച്ചർ വിത്ത് ട്രാൻസ്ഫോർമേഷണൽ എബിലിറ്റീസ് ആയിട്ട് മാറുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഉള്ളത് ഡിസിപ്ലിൻ. മോട്ടിവേഷൻ ഗെറ്റ്സ് യു ഗോയിങ് ബട്ട് ഡിസിപ്ലിൻ കീപ്സ് യു ഗ്രോയിങ് എന്നാണ് പറയുന്നത്. അപ്പൊ ഡിസിപ്ലിൻ നമ്മൾ കൂടുതലും അഡ്മിനിസ്ട്രേഷനിലാണ് ബേസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് ഡിസിപ്ലസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പ്യൂപ്പിൾ എന്നാണ് മീനിങ്, അതായത് കുട്ടികൾ എന്നുള്ള അർത്ഥമാണ്.
ഡിസിപ്പയർ എന്ന് പറഞ്ഞാൽ ടു കോംപ്രിഹെൻഡ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള മീനിങ് ആണ്. ഡിസിപ്ലിന എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഓർ നോളജ്. ഇതിൽ നിന്നൊക്കെയാണ് ഈ വാക്ക് വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇറ്റ് ഈസ് അപ്ലൈയിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ എ കൺസിസ്റ്റന്റ്, ഫ്ലെക്സിബിൾ ആൻഡ് ഫെയർ മാനർ. കൺസിസ്റ്റന്റ് ആയിട്ട്, ഫ്ലെക്സിബിൾ ആയിട്ട്, ഫെയർ മാനറിൽ സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇതിന് ഡെഫിനിഷൻസ് ഉണ്ട്. ട്രെയിനിങ് ഓർ മോൾഡിംഗ് ഓഫ് മൈൻഡ് ആൻഡ് ക്യാരക്ടർ ടു ബ്രിങ് അബൌട്ട് ഡിസൈർഡ് ബിഹേവിയേഴ്സ്. അതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ റെഫേഴ്സ് ടു വർക്കിംഗ് ഇൻ അക്കോർഡൻസ് വിത്ത് certain recognized rules, regulations and customs, whether they are written or implicit in character. ഡിസിപ്ലിൻ കൺസിസ്റ്റ് ഓഫ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ, തോമസ് പേഴ്സൺ തന്ന ഡെഫിനിഷൻ ആണ്. ഡിസിപ്ലിൻ കൺസിസ്റ്റ് ഓഫ് സബ്മിഷൻ ഓഫ് വൺസ് ഇമ്പൾസസ് ആൻഡ് പവേഴ്സ് ടു എ റെഗുലേഷൻ which imposes form upon chaos and brings efficiency and economy where there would otherwise be ineffectiveness and waste എന്നാണ് പറയുന്നത്. എയിംസ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഡിസൈറബിൾ കണ്ടീഷൻസ് ഇൻ ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻ എന്ന് പറയാം. ടു ക്രിയേറ്റ് ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയാം. ടു അസിസ്റ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് കൺട്രോൾ ആൻഡ് കോപ്പറേഷൻ. ആസ്പെക്ട്സ് ഓഫ് ഡിസിപ്ലിൻ പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്, നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പോസിറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സപ്പോർട്ടും റീഇൻഫോഴ്സ്മെന്റും നമുക്ക് കൊടുക്കാൻ പറ്റും. ഹെൽപ്സ് ഇൻ മോൾഡിംഗ് ബിഹേവിയർ ആൻഡ് ഇൻകൾക്കേറ്റ് റൈറ്റ് ആറ്റിറ്റ്യൂഡ്, കൺസ്ട്രക്റ്റീവ് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. ഇതൊക്കെയാണ് അതിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്താണ് നെഗറ്റീവ് ആസ്പെക്ട്? ഫോഴ്സസ് ടു ഒബേ ഓർഡേഴ്സ് നിർബന്ധിച്ചനുസരിപ്പിക്കുന്നു. സ്റ്റുഡൻസ് ആർ നോട്ട് ഇൻഫോംഡ് വൈ ദേ ആർ പണിഷ്ഡ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എന്തിനെന്നറിയാതെ കുറെ പണിഷ്മെന്റുകൾ കിട്ടാറുണ്ട്. ഇപ്പൊ ആരാണ് തെറ്റ് ചെയ്തതെന്ന് ടീച്ചറിന് മനസ്സിലായില്ലെങ്കിൽ എല്ലാവരും ഇത് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഞാൻ ക്ലാസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ടീച്ചർ പുറത്തേക്ക് പോകുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ആർ നോട്ട് ഇൻഫോംഡ് വൈ ദേ ആർ പണിഷ്ഡ്. കറക്റ്റീവ്, പ്യൂണിറ്റീവ് ആൻഡ് ഓട്ടോക്രാറ്റിക് അപ്രോച്ച്, ഇതൊക്കെയാണ് ഇതിന്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഡിസിപ്ലിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇൻ ഹാർമണി വിത്ത് ദ ടോട്ടൽ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കണം. ബേസ്ഡ് ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ ലവ് ആൻഡ് നോട്ട് ബൈ ഫിയർ. എപ്പോഴും നമുക്ക് കുട്ടികളുടെ ഒരു ഇംപ്രൂവ്മെന്റ് ആയിരിക്കണം ഒരു ടീച്ചറിന്റെ ലക്ഷ്യം. അതായിരിക്കണം അതിന്റെ ബേസ്. അല്ലാതെ പേടിപ്പിക്കുക എന്നുള്ളതായിരിക്കരുത് ഉദ്ദേശം. പോസിറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. എൻഷുർ ക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് ടു ഓൾ. റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ട്രീറ്റ്മെന്റ് ഓഫ് ദ സെയിം. എപ്പോഴും മനുഷ്യത്വത്തോടു കൂടി വേണം പെരുമാറാൻ. മീൻസ് ഫോർ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. ഡിസിപ്ലിനറി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി പ്രൈമറിലി പ്രിവെന്റീവ്. ഏറ്റവും നമ്മുടെ ഉദ്ദേശം തന്നെ ഇത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡറിലി കറക്റ്റീവ്. രണ്ടാമതായിട്ടാണ് കറക്ഷൻ വരുന്നത്. നെവർ റിട്രിബ്യൂട്ടീവ്. ഒരിക്കലും ആ കുട്ടി തെറ്റിലേക്ക് വീണ്ടും പോകുന്നത് ഇത് കാരണമാവരുത്. സിറ്റുവേഷൻ സ്പെസിഫിക് ഡിസിപ്ലിനറി ആക്ഷൻസ് ഫോളോഡ് ബൈ കൗൺസിലിംഗ്. It is something which the teacher helps the children to attain, not something the teacher maintains. നല്ല ഡിസിപ്ലിൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്ലാസ് റൂമാണ് അവരുടേതെന്ന് പറയാറുണ്ട്. അപ്പൊ അതൊരു തെറ്റായ കാര്യമാണ്. ഒരിക്കലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാധനമായിരിക്കരുത് ഡിസിപ്ലിൻ. പക്ഷെ ഒരു കുട്ടികളെ അച്ചീവ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഒരു സംഭവമായിരിക്കണം ഡിസിപ്ലിൻ. ഡിസിപ്ലിനറി ടോക്സ് ഷുഡ് ബി ഇൻ പേഴ്സണൽ. എപ്പോഴും ഒരാളോട് ചെയ്യുന്ന ഡിസിപ്ലിനറി ടോക്സ് പറ്റുന്നിടത്തോളം പ്രൈവറ്റ് സ്പേസിലാക്കുക. റിലേറ്റ് ദ ആക്ട് ഓഫ് മിസ്കണ്ടക്ട് ടു ദ ആക്ട് ഓഫ് കറക്ഷൻ. ഒരു തെറ്റായ പ്രവൃത്തിയെ എപ്പോഴും ഒരു ആക്ട് ഓഫ് കറക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുക. അവോയ്ഡ് കളക്റ്റീവ് പണിഷ്മെന്റ് ടു ദ എക്സ്റ്റെന്റ് പോസിബിൾ എന്നല്ല, ഒരിക്കലും കളക്റ്റീവ് പണിഷ്മെന്റ് കൊടുക്കരുത്. ഒരു തെറ്റിന് ഒരാളെ കണ്ടുപിടിക്കാനാണെങ്കിൽ പോലും ഒരു ക്ലാസ്സിനെ ഹോളായിട്ട് പണിഷ് ചെയ്യരുത്. Never allow disciplinary procedures to interfere with educational opportunities. Serious cases only should be referred further. തീരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് മാത്രം ഹയർ അതോറിറ്റിയുടെ അടുത്തേക്ക് വിടുക. Seek professional help if needed. Approaches to discipline ഉണ്ട്. ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, ഹ്യൂമൻ റിസോഴ്സസ് അപ്രോച്ച്, ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച്, ലീഡർഷിപ്പ് അപ്രോച്ച്, ജുഡീഷ്യൽ അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്, ഇങ്ങനെയൊക്കെ അപ്രോച്ചസ് ഉണ്ട്. ഡെവലപ്മെന്റൽ അപ്രോച്ച്, പോസിറ്റീവ് ഡിസിപ്ലിൻ അപ്രോച്ച്, സെൽഫ് കൺട്രോൾഡ് ഡിസിപ്ലിൻ അപ്രോച്ച്, എൻഫോഴ്സ്ഡ് ഡിസിപ്ലിൻ അപ്രോച്ച്, കൺസ്ട്രക്റ്റീവ് വേഴ്സസ് ഡിസ്ട്രക്റ്റീവ് ഡിസിപ്ലിൻ. കോൺസെപ്റ്റ്സ് ഓഫ് പോസിറ്റീവ് ഡിസിപ്ലിൻ നമുക്ക് തന്നിട്ടുള്ളത് ഡോക്ടർ ജെയിൻ നെൽസൺ ആണ്. അതായത് മ്യൂച്വൽ റെസ്പെക്ട് വേണം. ഐഡന്റിഫൈ ദ ബിലീഫ് ബിഹൈൻഡ് ദ ബിഹേവിയർ. അതായത് എന്താണ് അതിന്റെ ഒരു മോട്ടീവ് എന്ന് മനസ്സിലാക്കുക. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. ഡിസിപ്ലിൻ ദാറ്റ് ടീച്ചേഴ്സ്. ഫോക്കസിംഗ് ഓൺ സൊല്യൂഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് പണിഷ്മെന്റ്. എൻകറേജ്മെന്റ്. ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ.
നമുക്കറിയാം അതോറിറ്റേറിയൻ ഡിസിപ്ലിൻ ഉണ്ട്, ഡെമോക്രാറ്റിക് ഡിസിപ്ലിൻ ഉണ്ട്, സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ട്രൂ ഡിസിപ്ലിൻ ഉണ്ട്, അസേർട്ടീവ് ഡിസിപ്ലിൻ ഉണ്ട്. ഇതിൽ പ്രിവെന്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പ്രിവെന്റിംഗ് മിസ്ബിഹേവിയർ ആണ്. ഇൻവോൾവ് ആൻഡ് എംപവർ സ്റ്റുഡൻസ്, ബി എ റോൾ മോഡൽ ഓൾവേസ്. സപ്പോർട്ടീവ് ഡിസിപ്ലിൻ ഉണ്ട്. വെൻ സൈൻസ് ഓഫ് ഇൻസിപ്പിയന്റ് മിസ്ബിഹേവിയർ അപ്പിയർ, ബ്രിങ് സപ്പോർട്ടീവ് ഡിസിപ്ലിൻ ടു പ്ലേ. അതായത് റീസ്ട്രക്ചർ ഡിഫിക്കൽട്ട് വർക്ക്, ഇൻജെക്ട് ഹ്യൂമർ ഇൻ ടു ലെസൺസ്, എക്നോളജ് ഗുഡ് ബിഹേവിയർ. കറക്റ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഡിസ്റപ്റ്റീവ് ബിഹേവിയർ, റീഡയറക്ട് മിസ്ബിഹേവിയർ. നേച്ചർ ഓഫ് ഡിസിപ്ലിൻ, നാച്ചുറൽ ഡിസിപ്ലിനും സൂപ്പർ നാച്ചുറൽ ഡിസിപ്ലിനും പറയാൻ പറ്റും. ഇൻഡിസിപ്ലിൻ ഇൻ ക്ലാസ് റൂം, നോട്ട് അറ്റൻഡിങ്. അതായത് എങ്ങനെ നമുക്ക് ഇൻഡിസിപ്ലിൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. നോട്ട് അറ്റൻഡിങ്, സ്ലീപ്പിംഗ് ഇൻ ക്ലാസ് റൂം, lying, cheating, not studying, not completing works, not punctual. ഇതൊക്കെ ഇൻഡിസിപ്ലിൻ ക്ലാസ് റൂം ആണ്. ഗ്രോസ് നെഗ്ലിജൻസ്, ഡിസൊബീഡിയൻസ്, no attitude and improper behavior, not considerate, not studying, laziness, absenteeism, leaving the clinical area without permission. Types of punishment: oral warnings, written warnings, loss of privileges and fines, punitive suspension, withholding increments, demotions, termination. But discipline is doing what you know needs to be done even when you don't want to do it. അതായത് ഡിസിപ്ലിനറി ആക്ഷൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിട്ട് വരരുത്. അത് ആ ഒരു നീഡ് ഓഫ് ദ അവർ ആയിരിക്കുമ്പോൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്കുള്ളത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. Guidance and counseling is simple. Guidance and counseling ensures the healthy climate in the institution, which is essential for the harmonious and integrated personality development of students. ഗൈഡൻസിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഗൈഡാണ്. ഗൈഡൻസ് ഒരു കോൺസെപ്റ്റ് ആണ്. അത് പല രീതിയിലുണ്ട്. ഇൻഡിവിജ്വൽ ഗൈഡൻസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ, വൊക്കേഷണൽ, പേഴ്സണൽ, സോഷ്യൽ, മോറൽ, ഫിസിക്കൽ, അങ്ങനെ പോകുന്നു. ഗൈഡൻസ് ഒരു പ്രോസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഡെഫിനിഷൻ ഹാംലിൻ ആൻഡ് എറിക്സൺ തന്നതും ക്രോ ആൻഡ് ക്രോ തന്നൊരു ഡെഫിനിഷനും ഉണ്ട്, വായിച്ചോളണം. പിന്നെ ഉള്ളത് അതൊരു പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതൊരു ബ്രാഞ്ച് ഓഫ് എനി ഡിസിപ്ലിൻ അങ്ങനെയൊന്നും അല്ല. ഇറ്റ് ഇസ് മോർ ആൻ ആർട്ട് ദാൻ സയൻസ് ആണ്. ഇറ്റ് ഹാസ് റൂട്ട്സ് ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഗൈഡൻസ് എപ്പോഴും സ്റ്റുഡൻറ് സെന്റേർഡ് ആയിരിക്കും. സമയം കൗൺസിലിംഗ് പറയുകയാണെങ്കിൽ enabling an individual to know himself and his present and possible future situations in order that he may make substantial contributions to society and to solve his own problems through face-to-face personal relationship with the counselor. കൗൺസിലിംഗിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ നമുക്കറിയാം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രക്ചേർഡ് പെർമിസീവ് റിലേഷൻഷിപ്പ് ആണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് എപ്പോഴും ടു ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഒരു സംഭവമായിരിക്കും. മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഓഫ് റെസ്പെക്ട്, കോഓപ്പറേഷൻ ആൻഡ് ഫ്രണ്ട്ലിനെസ് ഉണ്ടായിരിക്കും. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ചേഞ്ച് മറ്റേ ഇൻഡിവിജ്വൽ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളത് തന്നെ ആയിരിക്കും. കൗൺസിലർ ഒരു ട്രെയിൻഡ് വ്യക്തിയായിരിക്കണം. കൗൺസിലിംഗ് ഡെമോക്രാറ്റിക് ആയിരിക്കണം. മോർ ദാൻ അഡ്വൈസ് ഗിവിംഗ്, ജസ്റ്റ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന പറയുന്നതിനപ്പുറം അത് കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് പോകണം. ഇമോഷണൽ റാദർ ദാൻ പ്യുവർലി ഇന്റലക്ച്വൽ. ഇപ്പൊ ഒരാൾ നമ്മളോട് അവരുടെ ഒരു ഒരു അഫെയറിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല അവരോട് പറയേണ്ടത്. അത് ശരിയല്ല, അത് എന്റെ ഒരു ഇതനുസരിച്ച് തെറ്റാണെന്നല്ല പറയേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഇമോഷണൽ. അവരുടെ ഇമോഷണൽ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. ബേസിസ് ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഫിലോസഫിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യോളജിക്കൽ ആൻഡ് പെഡഗോഗിക്കൽ എന്ന് പറയാം. ഇൻഡിവിജ്വലിന് അക്കാഡമിക് ഗ്രോത്ത്, വൊക്കേഷണൽ ഡെവലപ്മെന്റ്, പേഴ്സണൽ സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ പറയുന്നു. സൊസൈറ്റൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതായത് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ഗുഡ് സിറ്റിസൺഷിപ്പ്, ബെറ്റർ ഫാമിലി ലൈഫ്, അങ്ങനെ പോകുന്നു. പിന്നെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഹോളിസ്റ്റിക് ആയിരിക്കണം, യൂണിവേഴ്സൽ റിക്വയർമെന്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സംഭവം പറയുന്നുണ്ട്. പിന്നെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിന്റെ പ്രിൻസിപ്പിൾസ് കുറച്ച് സംഭവങ്ങൾ ഹോളിസ് ആൻഡ് ഹോളിസ് പറയുന്നുണ്ട്. അതായത് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ സുപ്രീം ആണ്. ഓരോ ഇൻഡിവിജ്വലും വേറെ ഇൻഡിവിജ്വൽസ് നിന്ന് വെവ്വേറെ ആയിരിക്കും. ഇപ്പൊ പ്രൈമറി കൺസേൺ ഓഫ് ദ ഇൻഡിവിജ്വൽ നമുക്ക് വേണം. ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പേഴ്സണൽ പെർസെപ്ഷൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു എൻഹാൻസ്ഡ് പെർസീവ്ഡ് സെൽഫിലായിരിക്കും ചിലപ്പോൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും എല്ലാ മനുഷ്യർക്കും ഒരു ഇന്നേറ്റ് എബിലിറ്റി ടു ലേൺ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കൊരു കണ്ടിന്യൂസ് ഗൈഡൻസ് ഒരു ഘട്ടത്തിലുള്ളതല്ല, അപ്പൊ ലൈഫ് ലോങ് ആവശ്യമുള്ളൊരു സംഭവമാണ്.
Individual may need information and personal assistance best given by a professional. Guidance areas എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഗൈഡൻസ്, വൊക്കേഷണൽ, പേഴ്സണൽ, സോഷ്യൽ, എവൊക്കേഷണൽ, ഹെൽത്ത് ഗൈഡൻസ്, ഫൈനാൻഷ്യൽ ഗൈഡൻസ് ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ സർവീസസ് ഒരു പ്രീ അഡ്മിഷൻ സർവീസ്, അഡ്മിഷൻ സർവീസ്, ഓറിയന്റേഷൻ സർവീസ്, സ്റ്റുഡന്റ് ഇൻഫർമേഷൻ സർവീസ്, കൗൺസിലിംഗ് സർവീസ്, പ്ലേസ്മെന്റ് സർവീസ്, റെമഡിയൽ സർവീസ്, ഫോളോ അപ്പ് സർവീസ്, റിസർച്ച് സർവീസ്, ഇവാലുവേഷൻ സർവീസ്, ഇങ്ങനെ പോകുന്നു. ഗൈഡൻസും കൗൺസിലിംഗും തമ്മിലുള്ള വ്യത്യാസം: ഗൈഡൻസ് എപ്പോഴും പ്രിവെന്റീവ് ആൻഡ് ഡെവലപ്മെന്റൽ ആയിരിക്കുമ്പോൾ കൗൺസിലിംഗ് എപ്പോഴും റെമഡിയലും പ്രിവെന്റീവും ഡെവലപ്മെന്റലും ആയിരിക്കും. റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കുമ്പോൾ കൗൺസിലിംഗിന്റെ റോ മെറ്റീരിയൽസ് ഇമോഷണൽ ആണ്, പ്യുവർ ആയിട്ട് ഒരിക്കലും ഇന്റലക്ച്വൽ അല്ല. എഡ്യൂക്കേഷണൽ ഗൈഡൻസ് ആണ് അതിന്റെ ഒരു ഗോൾ. അതേസമയം കൗൺസിലിംഗിൽ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് ഒരു ടെക്നിക്ക് മാത്രമാണ്. സക്സസ് ഓഫ് ഗൈഡൻസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ കൗൺസിലിംഗ്. കൗൺസിലിംഗ് ഇസ് ദ ക്രക്സ് ഓഫ് ഗൈഡൻസ് പ്രോഗ്രാം. ലെവൽസ് ഓഫ് കൗൺസിലിംഗ്: ഇൻഫോർമൽ കൗൺസിലിംഗ് ഉണ്ട്, നോൺ സ്പെഷ്യലിസ്റ്റ് കൗൺസിലിംഗ് ഉണ്ട്, പ്രൊഫഷണൽ കൗൺസിലിംഗ് ഉണ്ട്. ഇൻഫോർമൽ കൗൺസിലിംഗ് ജസ്റ്റ് പിയേഴ്സ് ഒക്കെ തമ്മിലുള്ള കൗൺസിലിംഗ് ആണ്. നോൺ സ്പെഷ്യലിസ്റ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നഴ്സസ് പേഷ്യൻസിന് കൊടുക്കുന്നത്. കാരണം നമ്മൾ കൗൺസിലിംഗിൽ പ്രൊഫഷണൽസ് അല്ല, പക്ഷെ എന്നാലും നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് നോൺ സ്പെഷ്യലിസ്റ്റ് കൗൺസിലിംഗ്. പക്ഷെ പ്രൊഫഷണൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ബൈ എ പേഴ്സൺ ഹോൾഡിംഗ് സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ പ്രിപ്പറേഷൻ ഇൻ ഗിവിംഗ് കൗൺസിലിംഗ് ടു അനദർ പേഴ്സൺ. അതാണ് പ്രൊഫഷണൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് കൗൺസിലിംഗ് ഉണ്ട്, സർഫസ് ലെവൽ കൗൺസിലിംഗ് ഉണ്ട്, നെക്സ്റ്റ് ലെവൽ കൗൺസിലിംഗ് ഉണ്ട്, തെറാപ്യൂട്ടിക് കൗൺസിലിംഗ് ഉണ്ട്. സർഫസ് ലെവൽ കൗൺസിലിംഗ് ജസ്റ്റ് ഒരു പെരിഫറൽ കൗൺസിലിംഗ്. നെക്സ്റ്റ് ലെവൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു റെമഡിയൽ ആയിട്ട് ചെയ്യുന്നതാണ്. തെറാപ്യൂട്ടിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ആസ് പാർട്ട് ഓഫ് തെറാപ്പി എന്ന് പറയാം. വേറൊരു കൗൺസിലിംഗ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡെവലപ്മെന്റൽ കൗൺസിലിംഗ്, പ്രിവെന്റീവ് കൗൺസിലിംഗ്, ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് ആൻഡ് ഈ ക്രൈസിസ് കൗൺസിലിംഗ്. ഇതെല്ലാം വായിക്കണേ. ടെക്നിക്സ് ആൻഡ് അപ്രോച്ചസ് ഉണ്ട്, ഡയറക്റ്റീവ്, പ്രിസ്ക്രിപ്റ്റീവ് ഓർ കൗൺസിലർ സെന്റേർഡ് കൗൺസിലിംഗ് ഉണ്ട്, നോൺ ഡയറക്റ്റീവ്, പെർമിസീവ് ഓർ ക്ലയന്റ് സെന്റേർഡ് കൗൺസിലിംഗ് ഉണ്ട്. ഇത് രണ്ടും കൂടെ, രണ്ട് ടെക്നിക്കും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള എക്ലക്റ്റിക് കൗൺസിലിംഗും ഉണ്ട്. ഫേസസ് എന്ന് പറഞ്ഞാൽ ആദ്യം അപ്പോയിന്റ്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ റിലേഷൻഷിപ്പ്, അസസ്മെന്റ്, ഡയഗ്നോസിസ്, സെറ്റിംഗ് ഗോൾസ്, ഇന്റർവെൻഷൻസ്, ടെർമിനേഷൻ ആൻഡ് ഫോളോ അപ്പ്. ഓർഗനൈസേഷൻ ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സർവീസസ്: സെൻട്രലൈസ്ഡ് സർവീസസ് ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് സർവീസസ് ഉണ്ട്, കോമ്പിനേഷൻ ഓഫ് സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സർവീസസ് ഉണ്ട്. പ്രോബ്ലംസ് ഉണ്ട്, റെസിസ്റ്റൻസ് ടു കൗൺസിലിംഗ്, കൗൺസിലിംഗ് ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറെന്റ് കൾച്ചേഴ്സ്, കൗൺസിലിംഗ് ഇൻഡിവിജ്വൽസ് വിത്ത് സ്ട്രോങ് ഇമോഷൻസ്, കൗൺസിലർ ബേൺ ഔട്ട്. ഇതെല്ലാം കൂടെ കേട്ട് കൗൺസിലർക്ക് ഭ്രാന്തായി പോകും. അങ്ങനെയുള്ള സംഭവമാണ് കൗൺസിലർ ബേൺ ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കൗൺസിലിംഗ് പറയുന്നത്. ഇനി നമുക്ക് ഒറ്റ ചാപ്റ്ററും കൂടെ ഉള്ളൂ, നമ്മുടെ സമയം തീരാറായി അല്ലേ. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ ഇസ് ഇവാലുവേഷൻ. The realization of educational goals and objectives in educative process are based on the accuracy and judgmental interferences made by decision makers at every stage. അപ്പോൾ evaluation എന്ന് പറഞ്ഞാൽ is the part and parcel of every system of education to determine the achievement of educational goals by student in a given period. ഒരു നിശ്ചിത സമയത്തിനിടയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന എഡ്യൂക്കേഷണൽ ഗോൾസ് ആ സ്റ്റുഡന്റ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത് ഇവാലുവേഷനിലൂടെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷന്റെ പാർട്ട് ആൻഡ് പാഴ്സൽ ആണ്. വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വളരെ സിമിലർ ആയി തോന്നുന്ന ടെർമിനോളജീസ് ഉണ്ട്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈസ് ആണ്. ഈസ് എ ഡിവൈസ് ഓർ പ്രൊസീജിയർ ഫോർ കൺഫ്രണ്ടിങ് എ സബ്ജക്ട് വിത്ത് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ ടാസ്ക്. ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസോ ടാസ്കോ വെച്ചിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ അസസ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു എസ്സേ ഒക്കെ എക്സാമ്പിൾ ആയി പറയാം. എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ ടെസ്റ്റ് അണ്ടർ സ്പെസിഫിക് റൂൾസ്. അതായത് 2 മണിക്കൂർ എക്സാം, അതിൽ കുറച്ച് എസ്സേ ഉണ്ടാവും, കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറച്ച് നെയിം ദി ഫോളോയിങ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം ഒരു ഫോർമൽ സിറ്റുവേഷനിൽ ഇരുന്ന് കുട്ടി ചെയ്യുന്നതിനെയാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഇസ് എൻ ആക്ട് ഓർ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ദ അസൈൻമെന്റ് ഓഫ് എ ന്യൂമറിക്കൽ ഇൻഡെക്സ് ടു വാട്ട് എവർ ബീങ് അസസ്ഡ്. നമ്മൾ എന്താണോ അസസ് ചെയ്യുന്നത് അതിനൊരു ന്യൂമറിക്കൽ ഇൻഡെക്സ്, അതായത് നമ്മുടെ മാർക്ക് ഒക്കെ കൊടുക്കുന്നത് മെഷർമെന്റ്. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എ ടേം യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മെഷർമെന്റ് വെൻ എ ന്യൂമറിക്കൽ വാല്യൂ ഈസ് നോട്ട് ഇൻവോൾവ്. അതായത് 2 മാർക്ക് 3 മാർക്ക് 50 മാർക്ക് അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. അതിന് പകരം ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് വെച്ച് നോക്കിയതിന് ശേഷം ആ ഒരു ഇതിനെ റേറ്റ് ചെയ്യും. മോഡറേറ്റ് പെർഫോമൻസ് എന്നോ എക്സലന്റ് പെർഫോമൻസ് എന്നോ ആവറേജ് പെർഫോമൻസ് എന്നോ ഒക്കെ കൊടുക്കുന്നതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് എ സിസ്റ്റമാറ്റിക് കണ്ടിന്യൂസ് പ്രോസസ് ബേസ്ഡ് അപ്പോൺ സർട്ടൻ ക്രൈറ്റീരിയ
process and emphasizes broader personality changes. ഇവാലുവേഷന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വാലർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വന്നത്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു ബി വർത്ത് എന്നാണ്. വാലർ മീൻസ് ടു ബി വർത്ത്. Evaluation is the process of judging the value or worth of individual's achievement or characteristics. Broad sense പറയുകയാണെങ്കിൽ educational evaluation is concerned with judging the value or worth of the goal attained by the education system. Evaluation definition, the process of determining to what extent the educational objectives are being realized എന്നാണ് റാൽഫ് ടൈലർ പറഞ്ഞത്. NCERT തന്നിരിക്കുന്ന definition, evaluation is the process of determining the following: the extent to which the objective is being attained, the effectiveness of learning experience provided in the classroom, how well the goals of education have been accomplished. Principles of evaluation under determining and clarifying what is to be evaluated. Evaluation techniques should be selected according to the purpose of to be served. Comprehensive evaluation requires a variety of evaluation techniques. Proper use of evaluation techniques require an aware of both their limitations and strength. Evaluation is a means to an end, not an end in itself. Characteristics under continuous ആണ്. അക്കാഡമിക്കും നോൺ അക്കാഡമിക്കും സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രൊസീജിയർ ഫോർ ഇംപ്രൂവിംഗ് ദ പ്രൊഡക്റ്റ്, ഡിസ്കവറിംഗ് ദ നീഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഡിസൈനിങ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ഇവാലുവേഷൻ ഈസ് പേർപ്പസ് ഓറിയന്റഡ്. ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷൻ ഉണ്ട്. ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇവാലുവേഷൻ, വൈഡ്ലി അക്സെപ്റ്റഡ് കോൺസെപ്റ്റ് എമംഗ് ടീച്ചേഴ്സ്. Functions of evaluation related to instructional process ഉണ്ട്, related to total education system ഉണ്ട്. Related to instructional processൽ വരുന്നതാണ് measurement, diagnosis, guidance and remediation, motivating function, assessment of final output, classification and placement, prognosis, prediction and selection. Related to education system എന്ന് പറഞ്ഞാൽ improvement of inputs and process of education, maximization of output. Types of evaluation നമുക്കറിയാം. Formative evaluation, summative evaluation, maximum performance evaluation, typical performance evaluation, criterion referenced evaluation and norm referenced evaluation. Steps in evaluation ഗിൽബർട്ട് പറഞ്ഞിട്ടുള്ളതാണ്. Defining acceptable level of performance. ആദ്യം നമ്മൾ പറഞ്ഞിരിക്കണം നമ്മുടെ expectation എന്താണെന്നുള്ളത്. Development and use of appropriate measuring instruments, interpretation of collected data, formulation of judgment regarding the findings and taking appropriate actions. Techniques and tools of evaluation. Techniques എന്ന് പറഞ്ഞാൽ written examination, oral examination, practical examination, interviews, observation, projective techniques, sociometric techniques. Tools എന്ന് പറഞ്ഞാൽ ടെസ്റ്റ്, അതായത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഇന്റലിജന്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ, അനക്ഡോട്ടൽ റെക്കോർഡ്സ്, ഈ ഓരോരോ സാധനങ്ങൾ ഇതിനകത്ത് വരുന്നത് അതിനെയാണ് ടൂൾസ് എന്ന് പറയുന്നത്. അനക്ഡോട്ടൽ റെക്കോർഡ്സ്, ചെക്ക് ലിസ്റ്റ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്, ഇന്റർവ്യൂ ഷെഡ്യൂൾസ്, ഇൻവെന്ററീസ്, ക്വസ്റ്റനെയേഴ്സ് ആൻഡ് റേറ്റിംഗ് സ്കെയിൽസ്. ഇതാണ് ഇവാലുവേഷൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും സമയം കൊണ്ട് നമ്മൾ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ആണ്. അതായത് റിസർച്ചും നഴ്സിംഗ് എഡ്യൂക്കേഷനും 3 hours കൊണ്ട് നമ്മൾ അതിലൂടെ മെയിൻ പോയിന്റ്സിലൂടെ റഷ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയം, ഗ്രോസ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഡൗട്ട്സ് ഇല്ല, ഇനിയിപ്പം നോക്കിയിട്ടൊക്കെ വരുവുള്ളൂ എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. വേറെ ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ ലീവ് ചെയ്തോളൂ.